അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം അലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര പാപങ്ങൾ പൊറുക്കപ്പെടുകയും നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടലുകളും ഈ സംഗമങ്ങളെ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്ത് സാധിക്കും? ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോൾ അപമാനിക്കപ്പെടാതെ, നിന്ദ്യനാക്കപ്പെടാതെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം എന്ന സതുദ്ദേശം മാത്രമാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മളെ കൊണ്ടുപോകും. ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും, ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും, റബ്ബ് നിശ്ചയിച്ച മരണം അതൊരാൾക്കും തടയാൻ സാധ്യമല്ല എന്ന് തെളിയിക്കുമാറ് പല വാർത്തകളും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് വിമാനത്താവളത്തിൽ ഒരു മരണം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 5 വർഷത്തോളം പ്രവാസ ലോകത്ത് പണിയെടുത്ത് തന്റെ പിതാവിനെ കാണാൻ വേണ്ടി പറക്കമുറ്റാത്ത 7ഉം 9ഉം വയസ്സുള്ള 2 മക്കളും ആ ചെറുപ്പക്കാരനെ കാത്തു നിൽക്കുന്നുണ്ട്. വന്നവരൊക്കെ പെട്ടിയുമായി കുടുംബക്കാരെ കൂടെ സന്തോഷത്തോടെ അവനവന്റെ കാറിൽ കയറി പോകുമ്പോ ആ മാതാവ് കരയാൻ തുടങ്ങി. അവിടെയുള്ള ആളുകളൊക്കെ പെട്ടെന്ന് സമ്മേളിച്ചു. അതല്ലെങ്കിൽ ഡ്രൈവർമാരലിച്ചുകൂടി ആ എയർപോർട്ട് അധികാരികളുമായി സംസാരിച്ചപ്പോ കിട്ടിയ വാർത്ത, എരിഞ്ഞ സ്ട്രെച്ചറിൽ ഒരു മയ്യത്ത് കാണിച്ചു കൊടുത്തിട്ട് ആശുപത്രിക്കാര് ചോദിച്ചു, എയർപോർട്ടുകാര് ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ മകൻ? വിറങ്ങലിച്ച് കിടക്കുന്ന മകന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചിട്ട് ആ വാപ്പ ചോദിച്ച ചോദ്യം ഇന്നും ഡ്രൈവർമാര് കണ്ണുനീരോടെ പറയുന്നുണ്ട്.
ആ മയ്യത്തിനെ മാറത്തെ കണച്ചു ആ മകന്റെ കവിള് നിറയെ ചുംബനങ്ങൾ കൊടുത്തിട്ട് ആ വാപ്പ ചോദിച്ച ചോദ്യം, എന്തിനാ പടച്ചോനെ നിന്റെ മോനെ കൊണ്ടുപോയത്? ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ എനിക്ക് കൊണ്ടുപോയാ പോരെ? മരുന്നുകളെ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഞാനും അവളും ഒക്കെ ഇവിടെ ഉള്ളപ്പോ എന്തിനാ പടച്ചോനെ നിന്റെ പേരക്കുട്ടികളെ എത്തി മക്കളാക്കിയത്? മുൻകാലഘട്ടത്തിലുള്ള തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പാടിയതും വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ. ആദമിന്റെ മക്കളെ, നിങ്ങൾ ഓരോരുത്തരും കരയുന്നവനായിട്ടാണ് ജനിക്കപ്പെട്ടിട്ടുള്ളത്. ആശുപത്രി പെട്ടെന്ന് മൂകമാകും. ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടർമാര് വെപ്രാളപ്പെടും, കുടുംബക്കാര് കരയും. ആ കരയുന്നവനായിക്കൊണ്ട് നീ ജനിച്ചപ്പോ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ചിരിച്ചതാ. നിന്റെ കരച്ചില് കണ്ടിട്ട് ഒരു കൂട്ടര് ചിരിച്ചിട്ടുണ്ടെങ്കിൽ നീ ജനിച്ച അന്ന് നിന്റെ കരച്ചില് കണ്ട് ആശ്വാസത്തോടെ പുഞ്ചിരിച്ചവരാ നിന്റെ കുടുംബക്കാരെല്ലാവരും. എങ്കിൽ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹിക. നിനക്ക് ചലിക്കാനാവാത്ത ഒരു ദിനം വരാനുണ്ട്. ലോകത്തിന്റെ സർവ്വ അധികാരങ്ങളും നഷ്ടപ്പെട്ട് ഒരു ഉടമസ്ഥാവകാശവും ഇല്ലാതെ 3 വെള്ളത്തുണിയിലോ 5 വെള്ളത്തുണിയിലോ നിശബ്ദനായി കിടക്കുന്ന ഒരു ദിനം നിന്റെ ജീവിതത്തിൽ വരാനുണ്ട്. അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾ നിന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകൾ ഓർത്ത് പൊട്ടിക്കരയുമ്പോ, സങ്കടം കൊണ്ട് വീർപ്പുമുട്ടിക്കരയുമ്പോ, അവർക്ക് നടുവിൽ നിശബ്ദനായി കഞ്ചിരിയോട് നിന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെങ്കിൽ ഫഅമൽ ബിനഫ്സിക, അല്ലാഹു നിനക്ക് തന്ന ആയുസ് കൊണ്ട് നിന്റെ ജീവിതത്തിലെ മരണം നീ ഏറ്റവും ഭംഗിയാക്കാൻ സാധിക്കണം. ആ മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഏത് നിമിഷവും കടന്നു വരും. നമ്മളെ പണമോ അധികാരമോ സമ്പത്തുകളോ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങളോ സങ്കല്പങ്ങളോ ഇതൊന്നും നമ്മളെ മരണത്തെ തടയാൻ പര്യാപ്തമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്ന വ്യക്തിക്ക് നിന്റെ മുൻപിൽ നിൽക്കാനുള്ള ധൈര്യം കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നീ ചോദിക്കുന്ന ഒരു ഉത്തരം കൊടുക്കാൻ ഈ ഖബർ കിടക്കുന്ന വ്യക്തിക്ക് ഇങ്ങ് കഴിവ് കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, ഏതൊരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്തും ആ ഖബറിന്റെ ഭയാനകതയും ഖബറിന്റെ വേദനയും ആ ഖബറാളിയെ അറിയിക്കാൻ വേണ്ടി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഖബറിന്റെ 2 ഭാഗങ്ങൾ അങ്ങ് ഇടുക്കിക്കളയും. ആ ഇടുങ്ങുന്ന സമയത്ത് ഖബർ കിടക്കുന്ന ഖബറാളിയുടെ 2 വാരിയല്ലുകൾ പോർത്തു പോകുമാറ് വേദന കൊണ്ട് അൻവൻ ആ ഖബർ കിടന്ന് കരയുമ്പോ ആ കരച്ചില് മനുഷ്യനല്ലാത്ത ഭൂലോകത്തെ സർവചരാചരങ്ങളും കേൾക്കുകയും അമ്പരപ്പോടെ അവര് സങ്കടപ്പെടുകയും ചെയ്യുന്ന സമയം അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, ആ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് ഈ ഖബർ കിടക്കുന്ന ആൾക്കിങ്ങി ഒരു സമാധാനം കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ സർവ്വ പാപങ്ങളും പൊറുത്ത് നിർഭയത്വത്തിന്റെ ഒരു സ്വർഗ കവാടം നീ തുറന്നു കൊടുക്കണേ റബ്ബേ എന്ന് 10 എല്ലാവരും നമ്മളെ ഖബറും പുറത്തുനിന്ന് തിരിച്ചു പോരും. പിന്നെ ആരാ മനുഷ്യരെ എന്തെങ്കിലും ഖബറ് തെരഞ്ഞു വരിക? ഈ ഇരിക്കുന്ന എത്ര പേര്, എത്ര മയ്യത്ത്, എത്ര ഖബറുകളിലേക്ക് അടക്കി പോന്നവരാ. തൊട്ടു മുൻപ് നമസ്കരിച്ച മഗ്രിബ് നമസ്കാരത്തിന് പോലും അള്ളാഹുവിന്റെ നേരെ കൈനീട്ടുമ്പോ, പടച്ചോനെ അന്ന് ഞാൻ ഖബറിൽ വെച്ചു പോന്ന അഹമ്മദ്, അന്ന് ഞാൻ ഖബറിലേക്ക് ഇറക്കി വെച്ചു പോന്ന സുലൈഖ, അന്ന് ഞാൻ മയ്യത്ത് കണ്ടുപോന്ന ജമീല, അന്ന് ഞാൻ ഖബറിലേക്ക് ഇറക്കി വെച്ച് ദ്വാരുന്നു പോന്ന ഇന്ന ആൾ ഓർത്തിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? ഇതുപോലെ ആളുകൾ ഓർക്കാത്തൊരു മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കാനുണ്ട്. നമ്മൾ മരിച്ചതിന്റെ പേരിൽ ലോകത്തൊരു ചുക്കും സംഭവിക്കാനില്ല. സൂര്യൻ വരും, സൂര്യൻ അസ്തമിക്കും. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് തീരുമാനിച്ചാൽ മഴ വർഷിക്കും. അള്ളാഹു തീരുമാനിച്ചാൽ മനുഷ്യരിൽ ഓരോരുത്തരും സുഖസുന്ദരമായിട്ട് ജീവിക്കും.
ആ തിരിച്ചുള്ള നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളെ ഖബറിന്റെ മനോഹരമായൊരു ലോകത്തേക്ക് വേണ്ടി എന്താണ് നമ്മൾ സമ്പാദിച്ചതെന്നും എന്തൊക്കെ നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ചിന്തിക്കുന്നിടത്താണ് നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. ആലീസ് മട്ടിൽ കെട്ടിപ്പടുത്ത മാലേറിസ കൊട്ടാരങ്ങളിൽ ഒരാളും കാത്തരി മണ്ണോ കാത്തരി പൊന്നോ പടച്ചറബിന്റെ 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ജീവിതത്തിന്റെ ഭൂരിഭാഗവും അധ്വാനിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, നമ്മളെ നാട് വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളും ഒരിക്കലും സംഭവിക്കരുതേ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളുമാ ഇന്ന് സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണല്ലോ ഒരു 19 വയസ്സുകാരൻ ഉമ്മയുടെ തലയറുത്തു മാറ്റുന്നു. ഒരു 24 വയസ്സുകാരൻ കുടുംബത്തിലെ 6 പേരെ നിഷ്കരുണം കൊന്നുതള്ളുന്നു. ഒരു 18 വയസ്സുകാരൻ സ്വന്തം അനിയത്തിയെ മൃഗീയമായി പീഡിപ്പിക്കുന്നു. ഒരു 48 വയസ്സുകാരൻ 11 വയസ്സുകാരിയെ പ്രയാസപ്പെടുത്തുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ പല തോന്നിവാസങ്ങളിലേക്കും അന്ധതയിലേക്കും അന്ധകാരത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഭാഗത്ത് കള്ളും കഞ്ചാവും പെണ്ണും മദിരാശിയും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു തരം ഭയപ്പാടാ മനുഷ്യൻ ഇന്ന്, അല്ലേ? ചിന്തിച്ചു നോക്കൂ. ഓരോ ചെറുപ്പക്കാരെയും കാണുന്ന സമയത്ത് പോലും സ്വന്തം കുടുംബത്തിലെ വീട്ടിലെ ചെറുപ്പക്കാരെ കാണുമ്പോൾ പോലും ഇന്ന് ചിലർക്കൊരു ഭയപ്പാടാ. ഇക്കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ വായിച്ചു, MBBS പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കുട്ടി. നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം, കുടുംബങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായം. പക്ഷേ കൈവശം വെച്ച ഏറ്റവും മാരകമായ വിഷം MDMA-യുമായി ആ ഡോക്ടേഴ്സ് വിഭാഗം പഠിക്കുന്ന ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ അമ്പരപ്പോൾ വെക്കാനേ നമ്മളിൽ പലർക്കും സാധിച്ചിട്ടുള്ളൂ. ഒരു ഭയപ്പാടിലാണ് ഇന്ന് നമ്മളിൽ പലരും. അത്രയേറെ ലഹരി എന്ന മഹാവിപത്ത് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തെയും തകർത്തുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു. ദാമ്പത്യ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു. പരസ്പര വഞ്ചനയും അവിഹിതങ്ങളും വലിയ ഹീറോയിസമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യയെയും കാമുകിക്ക് വേണ്ടി ഭാര്യയെ വിഷം കൊടുത്തു കൊല്ലുന്ന ഭർത്താക്കന്മാരും വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്തെത്തുന്ന ഭർത്താവിന്റെ ശബ്ദം കേട്ട് മറുഭാഗത്തുള്ളവന് മെസ്സേജ് കൊടുത്ത് ഇനി മെസ്സേജ് അയക്കരുതെന്ന് വാണിംഗ് കൊടുക്കുന്ന ഭാര്യമാരും വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്തെത്തുമ്പോ തന്റെ മൊബൈലിലുള്ളതെല്ലാം ക്ലീനാക്കി വീട്ടിൽ ഭാര്യയുടെ മുൻപിൽ നല്ല പിള്ളയായി അഭിനയിക്കുന്ന ഭർത്താക്കന്മാരും ഇന്ന് സർവ്വസാധാരണമായി കുടുംബത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അപകടകരമായ ഒരു രീതിയിലേക്കാണ് ഈ സമൂഹം നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇത്രയേറെ അധപ്പതനങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് മനുഷ്യനെ അത്തരത്തിലുള്ള ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ട ഇസ്ലാം എന്ന മതത്തെ, ആ രക്ഷ പഠിപ്പിച്ച മതത്തെ ചില ആളുകൾ സ്വന്തം വാണിജ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വീണ്ടും നമ്മളെ കേരളക്കരയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. കേട്ടല്ലോ, അപസ്മാരം ബാധിച്ചൊരു 13 വയസ്സുകാരി വേദന കൊണ്ട് പൊളഞ്ഞു വാപ്പനോട് പറഞ്ഞു, വാപ്പ എനിക്കൊരു മരുന്ന് വാങ്ങിത്തരണം, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല വാപ്പ. ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ടും മനസ്സാക്ഷി അടങ്ങാത്ത വാപ്പ പള്ളിയിൽ മന്ത്രി ചൂതുന്ന ഏലസിന് വേണ്ടി കാത്തിരുന്നു. ആരോ മന്ത്രി ചൂതിക്കൊടുത്ത ഏലസും കെട്ടി പിറ്റേന്ന് നേരം വെളുത്തപ്പം വായിൽ നിന്ന് നൊരയും പതയും വന്ന് മരിച്ചു കിടക്കുന്ന പെൺകുട്ടി യൂറോപ്യൻ രാജ്യത്തിലല്ല, ഈ കേരളക്കരയിലെ കണ്ണൂരിന്റെ മണ്ണില. ഈ മലപ്പുറം ജില്ലയിൽ പോലും മരിച്ച തന്റെ ഭർത്താവിന്റെ മയ്യത്ത് 3 മാസം ചാക്കിൽ പൊതിഞ്ഞു വെച്ചൊരു പെൺകുട്ടിയുണ്ടായിരുന്നു. എന്റെ ഷെയ്ഖിന്റെ മുരീദിനെ ഒരിക്കലും ആത്മാവ് കൊണ്ടുപോകാൻ സമ്മതിക്കുകയില്ലെന്നും അതുകൊണ്ട് ആ മയ്യത്ത് കാത്തുവെച്ചാൽ, ആ മുരീദായി കൂടിയാൽ, ഷെയ്ഖിന്റെ ആളായി കൂടിയാൽ തിരിച്ചുപോയ ആത്മാവ് തിരിച്ച ശരീരത്തിലേക്ക് വരുമെന്ന വിശ്വാസത്തിന്റെ പേരിൽ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു മരണപ്പെട്ട ചെറുപ്പക്കാരന്റെ മയ്യത്ത് 3 മാസമാ ചാക്കിൽ പൊതിഞ്ഞ് കേരളത്തിലെ ഈ ജില്ലയിൽ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസം നമ്മൾ കേട്ടല്ലോ, 9 മാസത്തിന്റെ ഗർഭവേദനയിൽ, വേദനയുടെ ശ്വാസം മുട്ടലിൽ അങ്ങേയറ്റം പൊട്ടിക്കരയുന്ന പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ട് പോലും മനസ്സാക്ഷി കുത്തില്ലാതെ പ്രസവം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടില്ലെന്നും അത് വീട്ടിലെ പാടുള്ളൂ എന്നും പഠിപ്പിക്കുന്ന ഒരു തലേക്കെട്ടുകാരൻ തന്റെ ഭാര്യയുടെ വയറിൽ നിന്നും പുറത്തേക്ക് വന്ന കുഞ്ഞിനെയും
മാതാവിന്റെ പൊക്കിൾക്കൊടിയെയും വേർപെടുത്താൻ വേണ്ടി ആ രീതിയിലുള്ള, അതല്ലെങ്കിൽ ആ പൊക്കിൾക്കൊടി വേർപെടുത്താൻ വേണ്ടി കടകളിൽ ചെന്ന് ഒരു ബ്ലേഡിൻ പൊക്കിൾക്കൊടി വേർപെടുത്തുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടുകഥകളും മായാവി കഥകളും മുസ്ലിം ഉമ്മത്തിനെ സ്വാധീനിക്കാൻ തുടങ്ങി. കേട്ടല്ലോ, ആകാശത്തു കൂടെ പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടവൂര് പിടിച്ചിറക്കി ഷെയ്ഖിനെ കയറിപ്പോയി എന്ന് കേട്ടപ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളാ. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൊയിലാണ്ടി കടപ്പുറത്ത് തടഞ്ഞു നിർത്തി ഇനി അങ്ങോട്ട് ഫറോക്ക് വരെ സ്പീഡ് കുറച്ചിട്ടേ പോകാവൂ. ഈ സ്ഥലത്തിന്റെ ഉള്ളിൽ ഷെയ്ഖുനാന്റെ മക്ബറയുണ്ടെന്നും ഷെയ്ഖുനാന്റെ കുടുംബമുണ്ടെന്നും ആ തീവണ്ടി ഉപദേശിച്ചപ്പോഴേക്കും പിന്നീട് ആ തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് നിന്ന് ഫറോക്കിലെത്തുന്നതിന്റെ ഇടയ്ക്ക് ഒരിക്കലും സ്പീഡ് കൂടാൻ പറ്റിയിട്ടില്ല എന്ന് കേൾക്കുമ്പോഴേക്കും തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ. ഗർഭം ധരിക്കാത്ത പെണ്ണിന് ബിരിയാണി തിന്നുന്നതിനിടയിൽ കോഴിക്കാര് കൊടുത്ത് ഗർഭമുണ്ടാക്കിയത് മുതൽ ഇപ്പോഴും പരിശുദ്ധ റമദാനിലെ ഒരു രാത്രി ഹിളർ നബിയോടും ജിബ്രീലിനോടും കൂടെ ചിറ്റടി മീത്തല വീട്ടിന്റെ പറമ്പിൽ വന്ന് കഞ്ഞി കുടിച്ചു പോകുന്നവനാണ് CM ഷെയ്ഖ് എന്ന് പറയുമ്പോഴേക്കും അത് തൊണ്ട തൊടാതെ വിശ്വസിക്കുന്ന ഒരന്ധവിശ്വാസ കൗമിലേക്ക് കൊണ്ടെത്തിക്കാൻ പുരോഹിത വർഗത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് ഒട്ടകത്തിന്റെ മൂക്ക് കയറ് മാത്രം പിടിച്ച് ഒരു ജനതയെ അന്ധവിശ്വാസത്തിൽ നിന്നും ശിർക്കൻ ജീവിതത്തിൽ നിന്നും ഏകദൈവ വിശ്വാസത്തിന്റെ പാതയിലേക്ക് കൊണ്ടു നടന്ന ഒരു പ്രവാചകനോടും ആ പ്രവാചകൻ ലോകത്തിന് ഓതിക്കൊടുത്ത ഇസ്ലാം എന്ന ഒരു പുരോഹിത വർഗത്തിന്റെ മുൻപിലാ ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാ ഈ ഉമ്മത്തിന് സംഭവിച്ച ഏറ്റവും വലിയ പാതകവും ഏറ്റവും വലിയ തെറ്റും. ഏകനായ അള്ളാഹുവിനെ, ആ റബ്ബിനെ തിരിച്ചറിയാൻ പലർക്കും സാധിക്കുന്നില്ല. അറിയേണ്ട രീതിയിൽ ആ റബ്ബിനെ ആരും അറിഞ്ഞിട്ടും വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, റസൂലേ, അവരിൽ പലരും അള്ളാഹുവിനെ അറിയേണ്ട പ്രകാരം അറിഞ്ഞിട്ടില്ല നബിയെ. അള്ളാഹുവിനെ തിരിച്ചറിയേണ്ട രീതിയിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല നബിയെ. ഏതൊരു പ്രയാസത്തിന്റെ മുൻപിലും നെഞ്ചും വിരിച്ചു നിന്ന സ്വഹാബത്തിനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഏകദൈവ വിശ്വാസം ഇസ്ലാമിക ലോകത്ത് ഇന്നും മതിവരാത്തൊരു ചരിത്രമുണ്ട്. ഉഹുദിന്റെ രണാങ്കണത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ അള്ളാന്റെ ഹബീബ് എവിടെ, അള്ളാന്റെ പ്രവാചകൻ എവിടെ? ഉഹുദിലേക്ക് തിരിച്ചോടുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു കണ്ടത് ഉഹുദിന്റെ തൊട്ടടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ വീണ് മുൻവശത്തുള്ള 2 പല്ലുകൾ പൊട്ടി ഒരു ഒളയോട് കൂടി നെറ്റി. റസൂലുള്ള ചോദിച്ചു, പറ അബൂബക്കർ, എത്ര വെട്ടുകളുണ്ട് ത്വൽഹാന്റെ ശരീരത്തിൽ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, 84 പരം വെട്ടുകളുണ്ട്. അതിൽ 14 വെട്ടുകൾ പിൻഭാഗത്തു നിന്നും മുൻഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് റസൂലേ. വേദന കൊണ്ട് പൊളയുന്ന ത്വൽഹാനെ കൂട്ടിപ്പിടിച്ച് അള്ളാന്റെ റസൂല് ചോദിച്ചു, ത്വൽഹ, താങ്കൾക്ക് വേദനിച്ചിട്ടില്ലേ? ആ വെട്ടുകൾ ഏൽക്കുമ്പോൾ താങ്കൾക്ക് എന്തേ അനുഭവപ്പെട്ടത്? അള്ളാന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കി ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഓരോ വെട്ടുകൾ എന്റെ ശരീരത്തിൽ ഏൽക്കുമ്പോ എനിക്ക് മാറണം എന്ന് തോന്നി, എനിക്കത് മാറാൻ തോന്നിയിട്ടില്ല റസൂലേ. അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് ബോധം കെട്ടി വീഴാൻ ഒരുങ്ങുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു അവസാനം പറഞ്ഞ വാക്കിങ്ങനെയാ, എന്റെ അടയാളങ്ങൾ എന്റെ സ്വർഗത്തിനുള്ള അടയാളമാണ് പ്രവാചക. നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, ഞാൻ എന്റെ റബ്ബിന്റെ സ്വർഗം വാങ്ങും എന്ന് പറഞ്ഞ് ബോധം കെട്ടുവീണ ഒരു സഹാബത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മളെങ്കിൽ ഏതേത് ഘട്ടത്തിലും ഏതേത് സങ്കടത്തിലും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഒരു വിശ്വാസിക്കുണ്ടാവാൻ പാടുള്ളൂ. അള്ളാഹു ഏകനാണെന്ന വിശ്വാസവും അവൻ അരികിലേക്ക് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന വിശ്വാസവും. അത് പഠിപ്പിക്കാൻ ആ പ്രവാചകന്മാര് വന്നത്. അമ്പിയാക്കൾ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം തൗഹീദ്, ഏകദൈവ വിശ്വാസം ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാ. അതാ റബ്ബ് പഠിപ്പിച്ചതും. വമാ അർസൽസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. 1,00,000 പരം പ്രവാചകന്മാർ, ആദം നബി മുതൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട സർവ്വ പ്രവാചകന്മാരും ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഈയോടെയും പറഞ്ഞിട്ടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന്റെ മുൻപിലെ സുജൂദ് ചെയ്യാവൂ, അവനോട് മാത്രമേ സഹായം ചോദിക്കാവൂ. മറ്റൊന്നിന്റെ നേരെയും നിങ്ങളെ കൈ നീളാൻ പാടില്ല, മറ്റൊരാൾക്ക് നേരെയും നിങ്ങൾ സഹായം ചോദിക്കാൻ പാടില്ല. ഏറ്റവും വലിയ പാതകമായ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കും. ആ ശിർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ
അള്ളാഹുവിന്റെ ഹബീബിനോട് പോലും അള്ളാഹുവിന്റെ കൽപ്പന വന്നിട്ടുണ്ട്, നബിയെ താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ലയഹ്ബതന്ന അമലുക, നിങ്ങളെ അമലുകൾ ബാത്തിലായി പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ വിശ്വാസത്തെ അബദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ജാറങ്ങളിലേക്ക് തീർത്ഥയാത്രകൾ സംഘടിപ്പിച്ച് ജാറം മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവര്, എന്റെ മമ്പർത്ത് തങ്ങളെ, എന്റെ മുഹയ്യിദ്ദീൻ ശൈഖേ, എന്റെ CM മക്കാമിലെ തങ്ങളെ എന്ന് വിളിപ്പിക്കുന്നതിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ ചില പുരോഹിതന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് കേവലം കക്ഷിത്വത്തിന്റെ വർത്തമാനമല്ല. ഈ മമ്പാട്ട റോഡ് സൈഡിൽ ഒരു അപകടം പറ്റി കിടക്കുന്നവന്റെ ചോരയുടെ നിറം ചുവപ്പാണെങ്കിൽ അവന്റെ നിറമോ അവന്റെ ജാതിയോ അവന്റെ കുലമോ നമ്മൾ പരിഗണിക്കുന്നില്ലെങ്കിൽ അതേ മനസ്സ് ഈ വിഷ്കുണ്ടാരത്തിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ ശിർക്കിലേക്ക് വലിച്ചേക്കുന്ന പുരോഹിതന്മാർക്ക് മുൻപിൽ ആർജവത്തോടെ പറയാൻ പറ്റണം, ആളിക്കത്തുന്ന അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സെക്കൻഡിൽ പോലും ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്ക്, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എന്റെ റബ്ബ് മതി എനിക്ക് എന്ന് പറയാനുള്ള ആർജവമാണ് ഒരു വിശ്വാസിക്ക് നഷ്ടപ്പെങ്കിൽ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ലോകത്തിന്റെ റസൂലുള്ള നിയോഗിക്കപ്പെടുമ്പോ മക്കയിലുള്ള ആളുകൾക്കും ഇന്നുള്ള ആളുകളിൽപ്പെട്ട ചിലരുടെ വിശ്വാസമായിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചിരുന്ന വലിയ പ്രമാണിമാരിൽപ്പെട്ട ലാത്ത എന്ന ഒരു വ്യക്തി മരണപ്പെട്ടപ്പം മക്കക്കാര് കുറച്ച് ഗോത്രക്കാർ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ലാത്ത പുണ്യപുരുഷനായതുകൊണ്ട് ലാത്തയുടെ കബർ നമുക്കങ്ങനെ അനാദരവോടെ ഇടാൻ പാടില്ല, അത് കുറച്ചൊന്ന് കെട്ടിപ്പൊക്കണം. അങ്ങനെ ലാത്തയുടെ കബർ അവര് കെട്ടിപ്പൊക്കി. കുറച്ച് കഴിഞ്ഞപ്പം അവര് വീണ്ടും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ആ കെട്ടിപ്പൊക്കിയ കബർ അങ്ങനെ ഇട്ടിട്ട് കാര്യമല്ല, അവിടെ ചില ആഘോഷങ്ങൾ സംഘടിപ്പിക്കണം. അങ്ങനെയായിരുന്നു ലാത്തയുടെ കബറിങ്കൽ ആഘോഷങ്ങൾ വന്നത്. യാത്ര പോകുന്ന കച്ചവടക്കാര് ലാത്തന്റെ കബറിങ്കൽ വരും, യാത്ര പോകുന്ന ആളുകൾ ലാത്തയുടെ കബറിങ്കൽ വരും. ഉസ്സ എന്നൊരു മരമുണ്ടായിരുന്നു, ആ മരത്തിന്റെ ചുവട്ടിൽ ചെന്നവർ പ്രാർത്ഥിക്കും. മനാത്ത എന്നൊരു കൽബിംബം ഉണ്ടായിരുന്നു, ആ ബിംബത്തെയും അവരാരാധിക്കും. ആ ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. മക്കയിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂൽ പറഞ്ഞതെന്താ? നിങ്ങൾ ഒരിക്കലും മരിച്ച ആളുകളിൽ കരികിൽ പോകാൻ പാടില്ല. എന്നെ പറ്റി എന്റെ അടിമകൾ ചോദിച്ചാൽ റസൂലെ അവരോട് പറയണം, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട് എന്ന അള്ളാഹുവിന്റെ വചനം. ആ വചനം പഠിപ്പിക്കപ്പെട്ടതിന് ശേഷമാ സഹാബാക്കൾ അവരുടെ വിശ്വാസത്തിൽ നിന്ന് റസൂലുള്ളാന്റെ വിശ്വാസത്തിലേക്ക് കയറി വരുന്നത്. ആ ജാഹിലിയത്തിൽ നിന്ന് റസൂലുള്ളാന്റെ മാർഗത്തിലേക്ക് അവർ വന്നതും ആ വിശ്വാസത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തതിന്റെ പേരില. ഇന്നും ഈ സമൂഹത്തിനിടയിൽ നമ്മൾ പറയുന്നതും അത്രമാത്രമേയുള്ളൂ. ജാറത്തിങ്കൽ പോകല്ലേ, മക്ബറയിൽ ചെന്ന് പ്രാർത്ഥിക്കല്ലേ, മറ്റുള്ള ആളുകളോട് ഇസ്തിഗ്ഫാർ നടത്തല്ലേ, സഹായം ചോദിക്കല്ലേ. ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചെറു കുട്ടികൾക്ക് പോലും നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും, ഏതിരുട്ടിലും അകലിലും ഏത് വിജനതയിലും എനിക്കെന്റെ റബ്ബ് മതി എന്ന് ആശങ്കകളില്ലാതെ, ഒരു പ്രയാസമില്ലാതെ, ഒരു കെട്ടിക്കൊടുക്കുന്ന ചിന്തകൾക്ക് മുൻപിലും അടിപതറാതെ ആർജവത്തോടെ പറയാൻ പറ്റണം, എനിക്കെന്റെ റബ്ബുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. വെള്ളത്തിന് വേണ്ടി കാലിട്ടടിക്കുന്ന ഇസ്മായിൽ നബിയെ പരിഗണിക്കാതെ സഫക്കും മർവക്കും കുന്നുകൾക്ക് മുകളിലേക്ക് ഓടിക്കയറിയ ഹാജറ ബീവിയുടെ ഉള്ളിലുണ്ടായ വിശ്വാസം വിജനമായ പ്രയാസങ്ങളിൽ മരുഭൂമിയിൽ അകപ്പെട്ട് അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് പ്രാർത്ഥിച്ച റബ്ബിനോടുള്ള പ്രാർത്ഥന, മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പം യൂനുസ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന, ശരീരമാസകലം വ്രണപ്പെട്ട രോഗം ബാധിച്ച് നാട്ടുകാരൊറ്റപ്പെടുത്തി അങ്ങേയറ്റം മാറ്റി നിർത്തിയപ്പോഴും ആ അയ്യൂബ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാ ഇന്നാളുകൾ നമ്മളെ കുറ്റം പറയുന്നത്. ഇനി ഒരു വേള ചിന്തിച്ചു നോക്കൂ, മക്കയിലെ ജീവിത കാലഘട്ടത്തിനിടയിൽ, മദീന ജീവിത കാലഘട്ടത്തിനിടയിൽ വഫാത്താകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രമുണ്ട്. ഇന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഒരു പെട്ടെന്നുള്ള മരണമല്ല ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു. ഒരു 13 ദിവസം നല്ല പനി ബാധിച്ച് കിടന്നിട്ടുണ്ട്. സഫർ മാസം 30-ാം തീയതി മരണപ്പെട്ടൊരു സ്വഹാബിയുടെ മയ്യത്ത് ബഖീഉൽ അർഖദ് അഥവാ മദീന പള്ളിന്റെ അരികിലുള്ള ഖബർസ്ഥാനിൽ അടക്കി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്ന
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് കുനിഞ്ഞിരുന്ന് രണ്ട് കൈകൊണ്ടും തലങ്ങനെ പൊതിഞ്ഞു പിടിക്കാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന റസൂലുള്ളാന്റെ മുഖത്തേക്ക് നോക്കി സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ എന്ത്? റസൂലുള്ള തിരിച്ചു പറഞ്ഞു, നിങ്ങൾ രണ്ടാൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. കയ്യിലുള്ള തോർത്തുമുണ്ടെടുത്ത് സഹാബത്ത് നെറ്റിയിൽ വരിഞ്ഞു കെട്ടിക്കൊടുത്തു. അവിടുന്ന് അങ്ങോട്ട് റബീഉൽ അവ്വൽ 12 വരെ അള്ളാഹുവിന്റെ ഹബീബ് സൂക്കേടുകാരനാ, രോഗിയാ, കഠിന പനി ബാധിച്ചവനാ. ആ പനി ബാധിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് റബീഉൽ അവ്വൽ 12 അന്ന്. നേരം വെളുത്തു, സൂര്യൻ അതിന്റെ ചൂടിലുണ്ടായിരുന്ന ഒരു തോർത്തുമുണ്ടെടുത്ത് അള്ളാന്റെ ഹബീബ് മുഖത്തേക്ക് ഇങ്ങനെ ഇടും, മുഖത്തുനിന്ന് ഇങ്ങനെ വലിച്ചു മാറ്റും. കണ്ടു നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാന്റെ തലയെടുത്ത് മടി കടത്തിയിട്ട് ചോദിക്കും, എന്തേ പ്രവാചകരെ, കഴിഞ്ഞ 12 ദിവസവും കാണാത്തൊരു വേദന നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ടല്ലോ റസൂലേ, എന്താ നിങ്ങൾക്കൊരു പ്രയാസം? പുഞ്ചിരിയോടെ റസൂലുള്ള തിരിച്ചു പറഞ്ഞു, ആയിഷ, അന്ന് ഖൈബറിലെ ജൂതപ്പെണ്ണെത്തുന്ന വിഷമാംസത്തിന്റെ വേദന, അന്ന് മരിക്കേണ്ട മരണം ഇന്ന് എന്നെ തേടി വന്നിട്ടുണ്ട് ആയിഷ. മരണം എന്നെ തേടി പുറപ്പെട്ടിട്ടുണ്ട് ആയിഷ. മരണം റസൂലുള്ളാനെ തേടി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ സഹാബത്ത് വീട്ടിന്റെ ചുറ്റുഭാഗവും കൂടി. ആയിരക്കണക്കിന് സഹാബാക്കൾ പ്രവാചകന്റെ വിവരമറിയാൻ വേണ്ടി റസൂലുള്ളാന്റെ വീട്ടിന്റെ മുമ്പിൽ തമ്പടിച്ചു കൂടുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിന്റെ മടിയിൽ തലവെച്ച് പറയുന്നുണ്ട്, ആയിഷ, ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുമ്മ അഇന്നി, എനിക്ക് ആ വേദനയൊന്ന് കുറച്ചു താ റബ്ബേ. ഇന്ന് സങ്കടം കൊണ്ട് കരയുന്ന റസൂലുള്ളാനെ വീണ്ടും ആയിഷ ബീവി മടിയിൽ കിടത്തി ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ആ സമയത്ത് റസൂലുള്ള ബോധം കെട്ടു. അല്പം വെള്ളമെടുത്ത് റസൂലുള്ളാന്റെ മുഖത്ത് തളിച്ചപ്പോ ഹബീബായ നബി തങ്ങളുടെ നാവുകൾ മന്ത്രിക്കാൻ തുടങ്ങി. ആ മന്ത്രിച്ച കൂട്ടത്തിൽ ഒരു വാക്കിങ്ങനെയായിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രൈസ്തവന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാന്റെ ശാപം കിട്ടിയിരിക്കുന്നു. ജൂതന്മാർക്കും ക്രൈസ്തവന്മാർക്കും എന്ത് ശാപം കിട്ടാക്കോ? മോനെ അലി, ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു ഖബർ പോലും ഇനി മക്കയിൽ കാണാൻ പാടില്ല അലി. ലാത്തയാണെങ്കിലും ഉസ്സയാണെങ്കിലും ഏതാളുകളുടേതാണെങ്കിലും ഒരു ഖബർ പോലും ആ മക്കയിൽ കാണരുതേ അലി എന്നന്ന് റസൂലുള്ള ഒരു വസിയത്തായിട്ട് പഠിപ്പിച്ചപ്പോ അന്ന് തച്ചു പൊട്ടിച്ചതാ റസൂലുള്ളാന്റെ മുന്നിൽ വെച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന സർവ്വ ഖബറുകളും. കാരണം അത് ഇസ്ലാമല്ല, അത് മുസ്ലിമീങ്ങളുടെ ചരിത്രമല്ല. ജാറങ്ങളിലും മക്ബറുകളിലും ചെന്ന് അള്ളാഹുവിൽ പങ്കു ചേർത്ത് നേർച്ചകളും വഴിപാടുകളും കൊടുക്കുക എന്നുള്ളത് ഇന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നേർച്ചയെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടി വരുന്നത് പട്ടാമ്പി, നേർച്ചയെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടി വരുന്നത് പട്ടാമ്പി നേർച്ചകളും ആന എഴുന്നള്ളിപ്പ് നേർച്ചകളും ആന എഴുന്നള്ളിപ്പുകളും കരിമരുന്ന് പ്രയോഗങ്ങളും ചന്ദനക്കുട നേർച്ചകളും കുടകൈ മാറ്റങ്ങളുമാണെങ്കിൽ ആ നേർച്ച ഇസ്ലാമികമല്ല, അത് ഇസ്ലാമിലേക്ക് ചേർക്കപ്പെട്ടിട്ടില്ല. മക്കയിൽ പ്രവാചകൻ ആടുകളെ വേച്ചു എന്നുള്ളതല്ലാതെ, ആനകളെയും കുതിരകളെയും ഒട്ടകങ്ങളെയും യുദ്ധത്തിന് ഉപയോഗിച്ചു എന്നല്ലാതെ ഒരു എഴുന്നള്ളിപ്പിക്കാൻ കൊണ്ടുവന്നിട്ടില്ല. മുത്തുക്കൊട മാറിയിട്ടില്ല. നേർച്ചകൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. നിനക്കാണ് റബ്ബേ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ എല്ലാം നിന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചു റബ്ബേ എന്ന അടിയുറച്ചൊരു വിശ്വാസം ഒരുത്തന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ അറിയണം പടച്ചോനെ, അങ്ങനെ മനസ്സിലാക്കണം പടച്ചോനെ. അല്ലാഹുമ്മ ലാ മാനി ലിമാ ഔതൈത വലാ മുഅതി ലിമാ മനഅത. റബ്ബ് വിധിച്ചത് എനിക്ക് ഇങ്ങൊക്കെ കിട്ടും, റബ്ബ് തടഞ്ഞത് ലോകത്തൊരുത്തനും നമുക്ക് എത്തിച്ചു തരാനും സാധിക്കുകയില്ല. ആയിരക്കണക്കിന് അരിമണികൾ ഉണ്ടാക്കി ചാക്ക മുഖേന തീവണ്ടിയിൽ കയറ്റി കോഴിക്കോട് ഭാഗത്തെത്തി, അവിടുന്ന് റോഡുകളിലൂടെ വലിയങ്ങാടിയിലെത്തി, വലിയങ്ങാടി അരികോട മമ്പാട്ടെ പലചരക്ക് കടയിലെത്തി. ആ പലചരക്ക് കടയിൽ നിന്ന് ഒരു ചക്കിന്റെ 50ാമത്തെ കിലോ നിന്റെ വീട്ടിലെ അലമാരയിൽ, നിന്റെ ഭരണിയിൽ നിനക്ക് അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ആ ഭരണിയിൽ നിറച്ചൊരു കിലോയിൽ നിന്ന് ഒരു 500 ഗ്രാം പോലും ഇല്ലാത്ത ഒരു പിടി വറ്റ് നിന്റെ വയറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ വറ്റിൽ പടച്ചോൻ എന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ വയറിൽ അതെത്തി. അതാണ് വിശ്വാസം. അല്ലാഹുമ്മ ലാ മാനി ലിമാ ഔതൈത വലാ മുഅതി ലിമാ മനഅത. അല്ലാഹു തടഞ്ഞാൽ ലോകത്തൊരാൾക്കും തരാൻ പറ്റൂല, അല്ലാഹു വിധിച്ചാൽ ലോകത്തൊരാൾക്കും തടയാനും സാധിക്കുകയില്ല. ആ വിശ്വാസമാണ് ഇന്ന് ഹൃദയത്തിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചേർത്ത് നിൽക്കേണ്ട ഒരു വിശ്വാസം. ആ വിശ്വാസത്തെ തകർക്കാനാണ് ഇന്ന് നിരീശ്വരവാദികൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്.
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കേരളം മാറിയത് എപ്പോഴാണെന്നറിയോ നിങ്ങൾക്ക്? ആ വിശ്വാസത്തെ തകർക്കാൻ ഒരു കൂട്ടർ പണിയെടുത്തത് മുതലാണ്. ദൈവവിശ്വാസത്തിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കൂട്ടർ പണിയെടുത്തു. അതാണ് ലിബറലിസം. കേൾക്കുമ്പം ഇംഗ്ലീഷ് വാക്കുകൾ ഭയങ്കര രസാണെങ്കിലും ലിബറലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു മനുഷ്യനെ ഞാൻ എന്തുകൊണ്ടാ കള്ളു കുടിക്കാത്ത? എന്റെ മതം എന്നോട് പറഞ്ഞു കള്ള് ഹറാമാന്ന്. അല്ലാണ്ട് എന്റെ വാപ്പ പറഞ്ഞല്ല മോനെ കള്ളു കുടിക്കല്ലേ എന്ന്. എന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാന്റെ കൗല് വന്നു, ഇന്നല്ലാഹ ഹറമ അലൈക്കുമുൽ ഖംരി വൽ മൈസിരി, അള്ളാഹ് നിങ്ങൾക്ക് കള്ള് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാ വ്യഭിചരിക്കാത്തത്? അള്ളാഹുവിനോട് പറഞ്ഞു, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. എന്റെ മതം എന്നെ പഠിപ്പിച്ചു വ്യഭിചാരം, കള്ളുകുടി, അനീതി, തിന്മ ഇതെല്ലാം തെറ്റാണെന്ന് എന്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചു. ശരി, എനിക്ക് ആ റബ്ബിലുള്ള വിശ്വാസം അല്ലാന്ന് കരുതുക. ഞാൻ ആ അള്ളാനെ കൈവിട്ടു. ആ അള്ളാനെ വിശ്വസിപ്പിക്കുന്ന മതം ദീൻ ഇസ്ലാം, ആ ഇസ്ലാമിനെ ഞാൻ കൈവിട്ടു. ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിലെ മാർഗം എന്തായിരിക്കും? എനിക്ക് കള്ളുടിക്കാം, എനിക്ക് മതല്ല. എനിക്ക് പെണ്ണ് പിടിക്കാം, എനിക്ക് മതല്ല. എനിക്ക് വിശ്വാസമല്ല. എനിക്ക് ഏത് രാത്രിയിലും റോട്ടുമേലിറങ്ങി നടക്കാം. എനിക്ക് തോന്നുന്ന മാതിരി വസ്ത്രം ധരിക്കാം. എനിക്ക് തോന്നുന്ന കോലത്തിൽ ആസ്വദിച്ച് എന്റെ ജീവിതത്തെ കൊണ്ടു നടക്കാം. അതുകൊണ്ട് തന്നെയാ വളരുന്ന മക്കളുടെ മനസ്സുകളിലേക്ക് ആദ്യം അവർ കുത്തിവെച്ചത് ലിബറലിസമായിരുന്നു, മതനിഷേധം. മതവിശ്വാസത്തിൽ നിന്നും മക്കളെ അവർ പുറത്ത് ചാടിക്കാൻ പണിയെടുത്തു. കേരളത്തിലെ മുഖ്യധാര സിനിമകളിലൂടെ, മുഖ്യധാര സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കാൻ സാധിക്കുന്ന സർവ്വതുകളിലൂടെയും ആ ഒരു ഈക്വാലിറ്റിയുടെ മനസ്സുകളിലേക്ക് മക്കളെ അവർ കൊണ്ടെത്തിച്ചു. അവരാദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? എന്താ ആണിനും പെണ്ണിനും ഇത്ര വ്യത്യാസം? ആണിടുന്നത് പോലെ പെണ്ണിനിട്ടാൽ എന്താ? ആണുങ്ങളുടെ ഇടുന്ന കുപ്പായവും അല്ലെങ്കിൽ പാന്റും ഞങ്ങൾക്ക് യൂണിഫോം ആക്കിയാൽ എന്താ? ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ഒരു പട്ടിൽ പൊതിഞ്ഞ് നിരീശ്വര മതത്തിന്റെ പേരിൽ ചട്ടക്കൂടിന്റെ ഉള്ളിൽ പർദ്ദ ധരിച്ച് ശരീരം മറച്ചിറങ്ങുന്ന പെണ്ണുങ്ങളോട് ചോദിച്ചു, എന്റെ ശരീരം, മൈ ബോഡി മൈ ചോയ്സ്, എനിക്ക് എന്റെ ശരീരം എന്റെ ഭാഗല്ലേ? ഇത് മറ്റുള്ളവർക്ക് മുൻപിൽ പൊതിഞ്ഞു നടക്കുന്നതാണോ ഭംഗി? മറ്റുള്ളവർക്ക് കണ്ണിന് ആനന്ദം നൽകുന്ന രീതിയിൽ നിനക്കത് ധരിച്ചൂടെ? ഏയ്, എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പുറത്തിറങ്ങാൻ പാടുള്ളൂ. എന്റെ അമ്മ മദ്രസ പൊട്ടെത്തിയ, എന്റെ വാപ്പ മദ്രസ പൊട്ടനാ. ആ ലിബറൽ മനോഭാവം മക്കളുടെ ഹൃദയത്തിൽ കുത്തിവെക്കാൻ തുടങ്ങി. മക്കൾ അതിൽ ആകൃഷ്ടരായി. കാരണം കെട്ടുപൊട്ടിക്കാൻ കാത്തു നിൽക്കുന്ന മനസ്സിന്റെ ഉടമകളായ കാലഘട്ടത്തിലും യൗവനങ്ങൾ, കൗമാരങ്ങൾ, അത് അള്ളാന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അശാബു ശോബത്തു മിനൽ ജുനൂൻ, അതൊരു ഭ്രാന്തമായ സമയ. അവിടെ നിങ്ങൾ കൈവിട്ട് ആദർശത്തിന്റെ പക്വതയോടുകൂടി നിങ്ങളുടെ മക്കൾക്ക് ആദർശത്തിന്റെ നിഷ്ഠയും സൂക്ഷ്മതയും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുൻപന്തിയിൽ ഉണ്ടാകണം. യൗവനങ്ങൾ തകർച്ചയിലേക്ക് എത്താനുള്ള കാരണം ആ ലിബറൽ മനോഭാവം മക്കളുടെ മനസ്സിലേക്ക് കയറിക്കൂടിയത് കൊണ്ടാ. കേരളത്തിലെ ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു കോളേജിൽ കയറി ചെന്ന് കേരളത്തിലുള്ള ഒരു വലിയ പത്രക്കാരൻ ചോദിച്ചൊരു പെൺകുട്ടിയോട്, ഈ ഏക സിവിൽ കോഡിനെ പറ്റി എന്താ നിങ്ങൾക്ക് അഭിപ്രായം എന്ന്. ഈ യൂട്യൂബിൽ 15 സെക്കൻഡിന്റെ റീൽസ് കണ്ടു നടക്കുന്ന ചില വാപ്പാർക്കുമാർക്കും ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല എന്താ ഏക സിവിൽ കോഡ് എന്നൊന്നും. ഒരൊറ്റ മതം അല്ലെങ്കിൽ ഒരൊറ്റ രീതി, അത് കത്തിക്കാനാണെങ്കിൽ കത്തിക്കണം, പള്ളിയും മക്ബറയും വൈദ്യുതി ഇട്ട് കത്തിക്കണം. എല്ലാരെയും പൊടിച്ചു കളഞ്ഞ് ഒഴുക്കി കളയാനാണോ? അങ്ങനെ ഒഴുക്കി കളയണം. ആ ഏക സിവിൽ കോഡിനെ പറ്റി ചോദിച്ചപ്പോ ഒരു പെൺകുട്ടി, ഒരു മുസ്ലിമായ പെൺകുട്ടി ആദ്യം പറഞ്ഞത്, അത് നല്ലതല്ലേ, എല്ലാവർക്കും ഒരേ നിയമം വന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇവിടെ മതാണ് പ്രശ്നം. ഞങ്ങൾ കൂട്ടം കൂടി കളിക്കുന്നതും കൂട്ടം കൂടി പഠിക്കുന്നതും എന്റെ കൂട്ടുകാരായിട്ട് അന്യമതക്കാര് വീട്ടിൽ വരുന്നൊന്നും എന്റെ വാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടപ്പെടുന്നില്ല. ആ മതവേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിയണം. എന്നിട്ടൊരു ലിബറൽ മനോഭാവത്തിലേക്ക് പാറി നടക്കും. പറവകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ. കാണുന്ന പെടക്കോയിന്റെ പിന്നാലെ പൂവങ്കോയി ഓടുന്ന മാതിരി കുറെ ഓടിയിട്ടും രമിച്ചിട്ടും പിന്നെ അതുമ്മ സുഖം തീർന്നാ പിന്നെ കുത്തി ഞരമ്പുകളിൽ താത്തിയിട്ടും അതുമ്മലും സുഖം തീർന്നാ പിന്നെ ഒരു തീർന്നോട്ടെ, മൈ ബോഡി മൈ ചോയ്സ് എന്ന ചിന്തയിലേക്ക് അവർ മക്കളെ കൊണ്ടുപോകാൻ തുടങ്ങി. അവിടെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്ത് രക്ഷിതാക്കളും പരാജയപ്പെട്ടു. എന്ത്? മോളെ, വാപ്പ മരിച്ചാൽ വാപ്പാനെ മയ്യത്ത് കുളിപ്പിച്ച് കർപ്പൂരത്തിന്റെ വെള്ളം ചേർത്ത് പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ കൊണ്ടുവച്ച് വാപ്പാന്റെ തലക്കും ഭാഗത്ത് നിന്ന് അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വഅഫീഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സി മദ്ഖലഹു എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കോടാനുകോടി മലക്കുകൾ ആമീൻ ചൊല്ലി ആ മലക്കുകളുടെ അകമ്പടിയോടെ അള്ളാന്റെ അരികിലേക്ക് പോകുന്ന ഒരു യാത്രയുണ്ട്. കൊണ്ടുവെക്കുന്ന കബറ് പോലും സ്വർഗീയ ആരാമങ്ങളാൽ അള്ള ഒരുക്കി തരുന്ന
ഒരു പാരത്രിക ലോകമുണ്ട്. അവിടെ നമുക്ക് ആ ലോകെല്ലാം കണക്ക് പറയേണ്ടി വരും. നന്മയാണോ നന്മ കിട്ടും, തിന്മയാണോ തിന്മ കിട്ടും. ആ പാരത്രിക ലോക വിശ്വാസത്തെയും തകർക്കാൻ വേണ്ടി ലിബറലുകൾ പണിയെടുത്തപ്പോ മക്കൾക്ക് പാരത്രിക ലോകവുമില്ല, ദുനിയാവുമില്ല. ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കുടുംബ ബന്ധം നമ്മൾ കൊണ്ടു നടക്കേണ്ടത് ആദർശബന്ധത്തിലാ. കുടുംബത്തിൽ ആദർശബന്ധമുണ്ടോ, നാളെ പരലോകത്തും നമ്മൾ ഒരുമിച്ചിട്ടായിരിക്കും. ആദർശബന്ധല്ലേ? വാപ്പ നല്ല മുത്തക്കിയായിരിക്കും, മക്കള് നരകത്ത് പോകുന്നുണ്ടാകും. മക്കള് നല്ല മുത്തക്കിങ്ങളായിരിക്കും, വാപ്പയമ്മയും നരകത്ത് പോകുന്നുണ്ടാകും. തമ്മ് കാണുന്ന സമയത്തുണ്ടാകുന്ന ഒരു രംഗം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ പടച്ചറബ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മയും മക്കളും ഒരുമിച്ച് കൂടും. വാപ്പാര് മരിച്ചോയ മക്കൾ ഈ കൂട്ടത്തിലുണ്ട്, ബേജാറാണ്ട. വാപ്പനൊക്കെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. നരകത്തിലേക്കുള്ള വാപ്പയാണെങ്കിൽ, സ്വർഗത്തിലേക്കുള്ള വാപ്പയാണെങ്കിലും മക്കളാണെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. നരകത്തിലേക്ക് നിക്ഷയിക്കപ്പെട്ട കുടുംബം, ഞാൻ, എൻ്റെ പെണ്ണുങ്ങൾ, എൻ്റെ വാപ്പ, എൻ്റെ അമ്മ, എൻ്റെ മക്കള്, എൻ്റെ അനിയന്, ഏട്ടന്, മൂത്താപ്പ, എളാപ്പ, ദേ വലിയ തറവാട്, ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. എവിടേക്കാ? അള്ള നിക്ഷയിച്ചു നരകത്തിലേക്ക്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. കരളെ പെണ്ണെ, ഭാര്യയുണ്ട്, നിന്റെ പിയ്യാപ്പിള കരളിന്റെ കഷ്ണം അയാളുണ്ട്, നിന്റെ കൽക്കണ്ടങ്ങളായ മക്കള് അവരുണ്ട്, നിന്റെ പ്രാണനായിരുന്ന മാതാപിതാക്കള് അവരുണ്ട്. പക്ഷെ അന്ന് ആ കാഴ്ചനെ പറ്റി അള്ള പറഞ്ഞൊരു വാക്കുണ്ട്, യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി. അന്ന് നിങ്ങൾ കരയും മനുഷ്യരെ, പോറ്റി വലുതാക്കിയ മക്കളെ ഓർത്ത് നിങ്ങൾ കരയും, ജനിപ്പിച്ച പടച്ചറബിന്റെ ദുനിയാവോർത്ത് നിങ്ങൾ കരയും, അള്ള തന്ന സമ്പത്തോർത്ത് നിങ്ങൾ കരയും, അള്ള തന്ന ആരോഗ്യമോർത്ത് നിങ്ങൾ കരയും, പടച്ചോൻ തന്ന കുടുംബമോർത്ത് നിങ്ങൾ കരയും. എന്നിട്ട് റബ്ബിനോട് പറയും, ലൗ യഫ്തദി, റബ്ബേ എന്നെ മാത്രം നീ രക്ഷപ്പെടുത്തിയാൽ എനിക്കിന്റെ പെണ്ണുങ്ങൾ വേണ്ട, എനിക്കിന്റെ മക്കൾ വേണ്ട, എനിക്കിന്റെ വാപ്പമ്മ വേണ്ട, എനിക്കിന്റെ കുടുംബക്കാര് വേണ്ട. ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ, ഇന്നത്തെ ദിവസം ആ വേദനാജനകമായ നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ബിബനി, എന്റെ മക്കളെ ഞാൻ നിനക്ക് തരും റബ്ബേ. നിന്റെ മക്കളാണ് ഈ മക്കള്, ഞാൻ പറഞ്ഞത് കേൾക്കാത്ത മക്കള്, ഞാൻ അനുസരിപ്പിച്ചിട്ടും അനുസരിക്കാത്ത മക്കള്, ഞാൻ തീറ്റിപ്പോറ്റി വലുതാക്കി കൊണ്ടുവന്ന മക്കള്. ഇവർക്ക് വേണ്ടിയാ റബ്ബെ ഞാൻ ഹറാമ് ചെയ്തത്, ഇവർക്ക് വേണ്ടിയാ റബ്ബെ ഞാൻ നിസ്കാരം പോലും ഒഴിവാക്കിയത്, ഇവർക്ക് വേണ്ടിയാ റബ്ബെ ഹക്കും ബാത്തിലും നോക്കാണ്ട് ഞാൻ മുതലുണ്ടാക്കിയത്. അതുകൊണ്ട് ബിബനി, ആ മക്കളെ നീ അങ്ങെടുത്തോ. അള്ളാഹുവിന്റെ മുഖത്ത് തെളിച്ചല്ല. വീണ്ടും രണ്ടാമത്തെ വർത്താനം, അള്ളാഹുവേ നിനക്ക് ബിബനി വസ്വാഹിബതിഹി, കൂടെ കൂടിയ പെണ്ണാണ് റബ്ബേ അവള്, അവൾക്ക് വേണ്ടി ഞാൻ പലതും ചെയ്തിട്ടുണ്ട് റബ്ബേ. അവളെ കണ്ണ് നിറയാതിരിക്കാൻ, അവളെ വാശി, എന്റെ വാശി, അവന്റെ ദേഷ്യം, ഇങ്ങനെ പെണ്ണുങ്ങൾക്കും പിയ്യാപ്പിളക്കും വേണ്ടി എല്ലാ തീരുമാനങ്ങളും മാറ്റി അവളുടെ ഇഷ്ടത്തിനും അവന്റെ ഇഷ്ടത്തിനും വേണ്ടി മലവെള്ളപ്പാച്ചിലെ ചണ്ടിയെപ്പോലെ കാലത്തിന്റെ ഗതിക്കനുസരിച്ച്, സിനിമക്കനുസരിച്ച്, റീലിനനുസരിച്ച് ഞങ്ങൾ ജീവിച്ചെന്റെ ആണും പെണ്ണുമാണ് റബ്ബേ. വസ്വാഹിബതിഹി, ആ പെണ്ണിനെ നീ എടുത്തോ, ആ പുതിയ ആപ്പിളിനെ നീ എടുത്തോ. അതും വേണ്ട റബ്ബിനൊന്ന് തോന്നുമ്പോ മൂന്നാമത്തെ വർത്താനം, എന്റെ ബലമായിരുന്ന എന്റെ കുടുംബം ഇതാ റബ്ബേ. മൂത്ത കാർന്നോരുണ്ട്, ഇളയ പെങ്ങളുണ്ട്, പെങ്ങളെ പയ്യാപ്പിള അളിയാക്കയുണ്ട്, എല്ലാ കുടുംബക്കാരുമുണ്ട് റബ്ബേ. ആ കുടുംബത്തിൽ നിനക്ക് ഇഷ്ടപ്പെട്ട, നീ ആഗ്രഹിക്കുന്ന ഒരാളെ എടുത്തിട്ട് എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തണം. അതും റബ്ബിന് വേണ്ട. വീണ്ടും നാലാമത്തെ ചോദ്യം, റബ്ബേ ഞാൻ വാങ്ങിവെച്ച 10-20 ഏക്കറയുണ്ട്, 3-4 പെറുമുടി പീടികയുണ്ട് റബ്ബേ. വീട്ടിന്റെ പോർച്ചിൽ ഒരു 18 ലക്ഷത്തിന്റെ കാർ ഉണ്ടായിരുന്നു റബ്ബേ. 1800, 2800, 4800 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ട്. ബാങ്ക് ബാലൻസുകളിൽ റബ്ബേ കോടികളുണ്ട് റബ്ബേ. അവളെ കഴുത്തിലും കാലിലും ലക്ഷങ്ങളുടെ ആഭരണങ്ങളുണ്ട് റബ്ബേ. ദുനിയാവിലെ എന്തൊക്കെ നിനക്ക് വേണമോ അതൊക്കെ നീ എടുത്തു റബ്ബേ. എനിക്കിന്റെ വീട് വേണ്ടായിരുന്നു റബ്ബേ, വാഹനം വേണ്ടായിരുന്നു റബ്ബേ, മക്കൾ വേണ്ടായിരുന്നു റബ്ബേ, ചാഞ്ഞു കിടക്കുന്ന സപ്രമഞ്ച കട്ടിലുകൾ വേണ്ടായിരുന്നു റബ്ബേ, കടിക്കാനുള്ള ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ പോലും എനിക്ക് വേണ്ടായിരുന്നു റബ്ബേ. അതും റബ്ബിന് വേണ്ട എന്ന് റബ്ബ് പറയുമ്പോ അഞ്ചാമതായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വമൻ ഫിൽ അർളി ജമീആ, സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ പടച്ച റബ്ബിന്റെ ആകാശത്തിന്റെ താഴെ ഭൂമിയിലും ഭൂമിക്കടിയിലുമുള്ള എന്ത് തന്നാലാണ് റബ്ബേ ആ നരകത്തിൽ നിന്ന് എന്നെയൊന്ന് നീ രക്ഷപ്പെടുത്തി തരിക
എന്നവൻ കണ്ണുനീരോടെ തിരിച്ചു പറയുമ്പോ അള്ളാഹു ഒരൊറ്റ വാക്കിലൂടെ അത് തിരുത്തും. കല്ലാ ഇന്നഹാ ലളാ. നിർത്തടോ, കരച്ചിലൊക്കെ അവിടെ നിർത്തി. ഇതൊക്കെ ദുനിയാവിൽ പടച്ചോൻ പറഞ്ഞു തന്നിട്ടില്ലേ? അതിനല്ലേ 6000 ആയത്തുകളുള്ള 114 സൂറത്തുള്ള ഒരു അള്ളാന്റെ കലാമ് മുഅ്ജിസത്ത് നിന്റെ കയ്യിലേക്ക് അള്ള തന്നിട്ടില്ലേ? ഒരാവർത്തി നീ ഒന്ന് വായിച്ചു നോക്കിയിരുന്നോ? അതൊന്ന് പഠിച്ചു നോക്കിയിരുന്നോ? സൂറത്തുൽ അൻകബൂത്തിന് എന്തുകൊണ്ട് ചെലന്തിന്റെ പേര്? സൂറത്തുൻ നംലിന് എന്തിന്റെ ഉറുമ്പിന്റെ പേര്? സൂറത്തുൻ നഹ്ലിന് എന്തിന് തേനീച്ചന്റെ പേര്? സൂറത്തുൽ ഇഖ്ലാസിന് എന്തുകൊണ്ട് തൗഹീദിന്റെ പേര്? സൂറത്തു ത്വാഹാക്ക് എന്ത് പേര്? സൂറത്തുൽ മറിയമിന് എന്ത് പേര്? എന്തിന് നിന്റെ തലക്കും ഭാഗത്ത് ആരൊക്കെയോ ഓതിത്തീർത്ത സൂറത്തുൽ യാസീനിൽ പോലും അള്ള പറഞ്ഞൊരു വാക്കില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടേതേ ഉണ്ടാകൂ, നിങ്ങൾ ചെയ്ത അമലേ ഉണ്ടാകൂ. മരണം നിങ്ങളെ തേടിയെത്തുന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾക്കുള്ള ഉപദേശമായിരുന്നു അതൊന്നും കേട്ടിട്ട് നന്നാവാതെ ഇപ്പൊ വന്നിട്ട് കരയാണോ? ഇന്നഹാലോ മിണ്ടരുത്. ഈ ഒരൊറ്റ വാർത്താനം പരലോകത്ത് കേട്ടാൽ പിന്നെ തലയും കുനിച്ചിട്ടൊരു നിർത്ത. വാപ്പക്കും മക്കൾക്കും പിന്നെ യാതൊരു ബന്ധം ഉണ്ടാവില്ല. മക്കള് കാരണം ചില വാപ്പയും നരകത്തുക്കും, ചില രണ്ടു കൂട്ടരും പരീക്ഷണായിരുന്നു എന്ന് അവിടെ അറിയാം. അതുകൊണ്ടാ ഇന്നെല്ലാവരും പറയലുണ്ട് നമ്മളെ കുടുംബമൊക്കെ നമ്മൾ പരിഗണിക്കൽ എങ്ങനെയാ? രക്തം നോക്കിയിട്ടാ. പക്ഷെ പടച്ചോൻ പരിഗണിക്കുക ദീന് നോക്കിയിട്ടാ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞൊരു വാക്കില്ലേ? നൂഹേ, നീ ഒരു കപ്പൽ നിർമ്മിക്കണം, എന്നിട്ട് നിന്റെ കുടുംബത്തെ നീ അതിൽ കയറ്റണം. കപ്പൽ നിർമ്മിച്ചു, വെള്ളപ്പൊക്കണ്ടായി, വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താന്ന് രക്ഷപ്പെടുത്താനുള്ളവരെയൊക്കെ നൂഹ് നബി കപ്പലിലേക്ക് അള്ളാന്റെ കൽപ്പന പ്രകാരം കയറ്റാണ്. സ്വന്തം മകൻ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി വെള്ളത്തിന്റെ അടിയിലേക്ക് പോണുകാന്ന്. സ്വന്തം ചോര. ഉടനെ നൂഹ് നബി അള്ളാഹിനോട് പറഞ്ഞൊരു വാക്ക് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വനാദാ നൂഹു ഫഖാല റബ്ബി ഇന്ന ബിനീ മിൻ അഹ്ലി. വനാദാ നൂഹു, നൂഹ് റബ്ബിനെ വിളിച്ചു പറഞ്ഞ സന്ദർഭം, റബ്ബേ റബ്ബി ഇന്ന ബിനീ മിൻ അഹ്ലി, അത് ഇഞ്ച മോനാ റബ്ബേ, ഇന്റെ ചോരയാ റബ്ബേ, ആ വെള്ളം കുടിച്ച് താഴുന്നതിന്റെ മോനാ റബ്ബേ. അതുകൊണ്ട് റബ്ബേ നീ പറഞ്ഞ വാക്ക് പാലിക്കണം. നീ ഏറ്റവും നല്ല വിധി കൽപ്പിക്കുന്നവനാണെങ്കിൽ പടച്ചോനെ എന്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ മോനെയും കൂടി ഇതിൽ കയറ്റാൻ പറ്റണം. ഉടനെ അള്ളാന്റെ കൽപ്പന വന്നു, നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല നൂഹേ. സ്വന്തം ചോര, സ്വന്തം വാപ്പ, സ്വന്തം പെണ്ണുങ്ങളിലുണ്ടായ മോൻ. പക്ഷെ അള്ള പറയുന്നു ഇന്നഹു ലൈസ മിൻ അഹ്ലിക, നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല നൂഹേ അവൻ. എന്തേ കാരണം? നൂഹ് നബി വിശ്വസിച്ച ഏകദൈവത്തിൽ ആ മകൻ വിശ്വസിച്ചിട്ടില്ല. ആർക്കൊക്കെയോ വേണ്ടി അവൻ ആദർശം മാറ്റി, ആർക്കൊക്കെയോ വേണ്ടി അവൻ അബദ്ധ വിശ്വാസത്തിൽ പോയി. ഉടനെ അള്ളാന്റെ കൽപ്പന വന്നു, നൂഹേ എന്റെ മകനാണെങ്കിലും നിന്റെ കുടുംബത്തിലേക്ക് അള്ള ചേർക്കാൻ പറഞ്ഞ ആദർശ ബന്ധത്തിന്റെ ചേർച്ച ആ മകൻ ഇല്ലാത്തത് കൊണ്ട് ഒരിക്കലും അവനെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിലേക്ക് അവനെ കൂട്ടാൻ പാടില്ല നൂഹേ. സ്വന്തം കൺമുൻപിൽ വെച്ച് മകൻ മുങ്ങി മരിക്കുന്നത് കാണേണ്ടി വന്നു. ഇവിടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഏത് ബന്ധവും ആ ബന്ധാവണം. ആദർശ ബന്ധമുണ്ടോ ആ ബന്ധത്തെ അള്ളാഹു പോഷിപ്പിക്കുന്ന, ആദർശത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ബന്ധം. ഇന്ന് പ്രത്യേകിച്ച് രക്ഷിതാക്കളോടൊക്കെ പറയാണ്ട്, വാപ്പാര് നല്ല മുവഹിദീങ്ങളാ, പക്ഷെ മക്കളിൽ പലരും ഇപ്പൊ സൂഫികളാ. എന്തേ കാരണം? 15 സെക്കൻഡിന്റെ ഇൻസ്റ്റഗ്രാം റീലിൽ ആരെങ്കിലും ഒരു പുകയും ചുരുളും വിട്ടിട്ട് കുറച്ച് കഞ്ചാവും അടിച്ചിട്ട് ഒരു പാട്ടും പാടിയ ഓൻ അതിന്റെ ആളായി. പിന്നെ ഓൻ യാത്ര പോവുക എവിടേക്ക്? അജ്മീർ ഷെയ്ഖിന്റെ ഹോജയുടെ മാപ്പിളാപ്പാട്ടിലേക്ക്. അതിന്റെ ഒരു ഭാഗമായിട്ട് കേരളത്തിലും കുറെ മാപ്പിള ഗാനങ്ങൾ ഇറങ്ങി. എന്തേപ്പ അതിന്റെ ഗണം? ഒരു ഗുണവുമില്ല. ഏതെങ്കിലും ഒരു പാട്ടിന്റെ അവസാനം ഒരു മുസ്ലിം പേരുണ്ടാവും, എന്നിട്ട് പറയും അത് സൂഫികളുടെ പാട്ടാണ്. എല്ലാ പാട്ടിന്റെ അവസാനങ്ങൾ കാണല്ലേ? കൽബാണ് ഫാത്തിമ, അഴകാണ് ഫാത്തിമ, കുളിരാണ് ഫാത്തിമ നോക്കിയ ഫാത്തിമ ആരാന്ന് അറിഞ്ഞൂടാത്തോൻ അത് പാടുന്നത്. ഫാത്തിമ റബീവിന്റെ ചരിത്രം എന്താന്ന് അറിഞ്ഞൂടാത്തോൻ മാപ്പിളാപ്പാട്ടിന്റെ പേരും പറഞ്ഞ് മക്കളെയൊക്കെ സൂഫികളാക്കാൻ മലക്കിടുക ഇവിടത്തെ ചില ആളുകൾ. ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നു, മറുഭാഗത്തതാ മതവിശ്വാസത്തിൽ നിന്ന്, ഏകദൈവത്തിൽ നിന്ന് ബഹുദൈവത്വത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു കൂട്ടര് പണിയെടുക്കുന്നു. ആ പണിയെടുത്തതിന്റെ പരിണിത ഫലമാണ് ഇന്നും ഒരാൾക്ക് ആർജവത്തോടെ ഹൃദയത്തിന്റെ മേലെ കൈവച്ചിട്ട് പറയാൻ പറ്റണം, ഞാൻ വിശ്വസിക്കുന്നു. 41 വയസ്സായി എനിക്കുണ്ട്. ജനിച്ച അന്ന് മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തിലും ആദർശത്തിലും നിൽക്കുന്നത്. ഇന്ന് വരെ ഒരു ജാറത്തിങ്കൽ ഞാൻ പോയിട്ടില്ല, ഒരു മക്ബറയിലേക്ക് പ്രാർത്ഥിച്ചിട്ടില്ല, അല്ലാഹു അല്ലാത്ത ഒരാളെ നേരെ സഹായം ഞാൻ ചോദിച്ചിട്ടില്ല, ഒരു മൗലൂദിന്റെ ഒരക്ഷരം ഞാൻ പാടിയിട്ടില്ല.
പാടിയിട്ടുണ്ട്, അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുക്കാം. പിന്നെ അതൊന്ന് രണ്ടു വരി പഠിച്ചു പാടിയതാ. ഒരു മൗലൂദിന്റെ സദസ്സിൽ ഞാൻ ഇരുന്നിട്ടില്ല, ഒരാണ്ടിന് ഞാൻ പോയിട്ടില്ല, ഒരു കത്തപ്പര കെട്ടാൻ ഞാൻ പോയിട്ടില്ല, മരിച്ചൊരാളുടെ തലക്കും ഭാഗത്തു നിന്ന് ഒരു യാസീൻ പോട്ടെ ഒരായത്ത് ഞാൻ ഓതിയിട്ടില്ല. ഏതെങ്കിലും ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ജാഥ പോലെ തക്ബീർ ഞാൻ വിളിച്ചിട്ടില്ല. കാരണം വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, എന്റെ ഹബീബാ നബി തങ്ങൾ പഠിപ്പിച്ചതാൽ ഇല്ല. ഉണ്ടെന്ന് ആരെങ്കിലും സ്ഥാപിക്കാൻ പറ്റിയാൽ സ്വഹീഹായ രേഖപ്പെടുത്തലുകളിൽ അതുണ്ടെന്ന് പറയാൻ പറ്റണം. റസൂലുള്ളാന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തക്ബീർ വിളിച്ചതാരാ? സിദ്ദീഖുൽ അക്ബറോ, ഉമർ ഇബ്നുൽ ഖത്താബോ, ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ടവരോ, ലക്ഷക്കണക്കിന് സഹാബത്തോ? അതിന്റെ തൊട്ടു മുൻപ് വഫാത്തായ മരണപ്പെട്ടു പോയ ഖദീജ ബീവിന്റെ മയ്യത്ത് കൊണ്ടുപോയി മറമാടുമ്പം അള്ളാന്റെ പ്രവാചകൻ എവിടെയാ കത്തപ്പുര കെട്ടിയത്? അള്ളാന്റെ റസൂൽ മദീനത്തെ പള്ളിന്റെ വലതുഭാഗത്തുള്ള ഇടതുഭാഗത്തുള്ള ബഖീഉൽ അർഖദിൽ എവിടെയാ കത്തപ്പുര കെട്ടിയത്? ഏത് മയ്യത്തിന്റെ, ഏത് സഹാബത്തിന്റെ മയ്യത്തിന്റെ തലക്കും ഭാഗത്തുന്ന റസൂലുള്ള യാസീൻ ഓതിയത്? ഇതൊന്നുമില്ലെങ്കിൽ, ആ പ്രവാചകൻ പഠിപ്പിച്ച മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെനിക്കമല്ല. അള്ളാന്റെ ഹബീബിനേക്കാളും വലിയ ഔലിയാക്കളൊന്നും ഭൂലോകത്ത് വന്നിട്ടില്ല. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹുവിനെ സ്നേഹിച്ചൊരു വ്യക്തിയും ഈ ഭൂലോകത്ത് കഴിഞ്ഞുപോയിട്ടില്ല. ഇന്ന് അങ്ങനെയൊക്കെ ആളുകൾ നമ്മളെ മക്കളുടെ വിശ്വാസത്തിൽ അബദ്ധങ്ങൾ കൊണ്ടുവരുന്നു. ഓൽക്കതൊരു രസ, ഒരു ഹര. വിശ്വാസത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണമെന്നാ പറയുന്നത്. ആ വെറൈറ്റി തേടി അലയുന്നതിനിടയിലാണ് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോരോ പാട്ടുകളിലൂടെയൊക്കെ മക്കളെ സ്വാധീനിക്കാൻ തുടങ്ങിയത്. മുവഖ്ഖിദീങ്ങളായ വാപ്പാന്റെ മക്കളും മുശ്രിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുശ്രിക്കാക്കി എന്ന് പറയണ്ടോ, പോലും നമ്മളെ മുശ്രിക്കാക്കി അല്ല, ശിർക്കൻ പ്രവർത്തനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അബദ്ധങ്ങളാ, അപകടമായത്. നെഞ്ച് വിരിച്ചിട്ട് ഏത് പ്രസംഗിക്കാനും ഏത് മൈക്കിന്റെ മുൻപിലും ഏതൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ടും പറയാൻ പറ്റണം, അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥനയോ സഹായത്തേട്ടമോ ചെയ്യാൻ പാടില്ല. അതെന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിലാണ് നമ്മൾ ആദർശബന്ധം കെട്ടിപ്പടുക്കേണ്ടത്. ഏത് ബന്ധങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് എങ്ങനെയാ? ആ ബന്ധങ്ങൾക്ക് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുമ്പോഴല്ല, ആ ബന്ധങ്ങളെ കെട്ടിപ്പടുക്കേണ്ടത് സ്നേഹം കൊണ്ടും പരിഗണന കൊണ്ടും അതോടൊപ്പം മനസ്സിലാക്കിക്കൊണ്ടുമായിരിക്കണം. ഏത് ബന്ധങ്ങളെയും നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത്, ചരിത്രം പറയുന്നുണ്ട്, സ്നേഹം കൊണ്ട് കെട്ടിപ്പടുക്കേണ്ട കൊട്ടാരമാണ് കുടുംബം. കുടുംബത്തിലെ ഓരോ തൂണുകളെ പോലെയാണ് കുടുംബത്തിലെ ഓരോ വ്യക്തികളും. ഇന്നൊക്കെ ചിലർ പറയാറില്ലേ, ആർക്കും ഒന്നും കൊടുക്കേണ്ട, ഒരു നല്ല സ്വഭാവം കാണിച്ചാൽ മതി. ചിലരൊക്കെ പറയാറില്ലേ, ഒന്നും തരണ്ടായും പഠിച്ചോനെ നല്ലൊരു സ്വഭാവം ഉണ്ടായാൽ മതിയായിരുന്നു എന്ന്. അതന്നെ ഏറ്റവും വലുത്. ആർക്കും നിങ്ങൾ കോടികൾ കൊടുക്കണ്ട, ലക്ഷങ്ങൾ കൊടുക്കണ്ട. ഒരു നല്ല സ്വഭാവത്തോടു കൂടി, ഒരു നല്ല പെരുമാറ്റത്തോടു കൂടി നിങ്ങളൊന്ന് പരിഗണിച്ചാൽ മതി. ഇന്നെല്ലാ കുടുംബങ്ങളെയും നയിക്കുന്നത് ഈഗോയാ, പൊങ്ങച്ച, അഹങ്കാര. എത്ര ആളുകളാ തമ്മിപ്പണങ്ങി ജീവിക്കുന്നു എന്നറിയോ? എന്തിപ്പ കാരണം? ഒരു കാരണവും ഉണ്ടാവൂല. കല്യാണപ്പരെ പോയപ്പോ ഞാൻ ഓളൊന്നും നോക്കി, ഓൾ ഇങ്ങനെ നോക്കിയില്ല, ദപ്പ പിണക്ക്. നിക്കാഹിൽ എല്ലാരോടും പറഞ്ഞു, എന്നോട് പറഞ്ഞത് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅക്കേശ ഭാഗം കഴിഞ്ഞ ആഴ്ച പോയി വിളിച്ചിട്ടുണ്ട്. മറന്നു ഏതാ മനുഷ്യ? അല്ലാണ്ട് എന്നെ വിട്ടതൊന്നുമല്ല. ഇനി വിട്ടതാണോ? ഓൻ അള്ളയും തമ്മിലായിക്കോട്ടെ, എന്നെ ക്ഷണിച്ചല്ലോ, ഞാൻ ക്ഷണം സ്വീകരിക്കണം. അല്ലാണ്ട് പൊരയിലൊന്ന് പെണ്ണുങ്ങളോട് അറിയാം, അഹമ്മദ് വിളിച്ചിരുന്നു, എപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം, നിങ്ങൾ പോകണ്ടോ, നിങ്ങൾ ഐറ്റ ഉളുപ്പില്ലാണ്ട് പോകണ്ട, പറഞ്ഞു കൊടുക്കരുത് പിയാപ്പിളാരോട്. എന്താ പറയേണ്ടി? നിങ്ങൾ പോണം. മറന്നു പോയതായിരിക്കും, നിങ്ങൾ പോണം. നിങ്ങൾ വാപ്പാന്റെ അടുത്ത് പോകണം, നിങ്ങൾ ഉമ്മാന്റെ അടുത്ത് പോകണം, നിങ്ങൾ പെങ്ങളുടെ അടുത്ത് പോകണം, നിങ്ങൾ ആങ്ങളുടെ അടുത്ത് പോകണം, നിങ്ങൾ അളിയാക്കന്റെ അടുത്ത് പോകണം. കാരണം ഞാനും നിങ്ങളൊക്കെ ഒറ്റക്ക് കിടക്കുന്ന കബറിലെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. മനുഷ്യരെ ആപ്പന്റെ ഇമ്മന്റെ കബർ എവിടെയാന്ന് ചോദിച്ചാൽ പോലും അറിഞ്ഞൂടാത്ത മക്കളുണ്ട് കൂട്ടത്തില്. എവിടെയാ ഇപ്പൊ കബറുള്ളതെന്ന് ഉലമാക്കൾ പറഞ്ഞ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം സ്വഹീഹ് ഉണ്ടെന്നൊന്നും അറിയൂല. എന്നാലും ചില റിപ്പോർട്ടുകളിൽ അതിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഓരോ നല്ല ദിവസങ്ങളിലും പടച്ചോൻ കബറിൽ കിടക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്ന, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങളില് അറഫാ ദിനം, അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിനമൊക്കെ, അന്നൊക്കെ പലരും ആഗ്രഹിക്കും, പടച്ചോൻ എൻ്റെ മക്കളൊക്കെ ഒന്ന് നിന്റെ കബറും പുറത്ത് വന്നിട്ടോ, അല്ലെങ്കിൽ ഓലെ കൈ നീട്ടുമ്പോഴൊക്കെ ഒന്ന് ഇന്നൊക്കെ ഒന്ന് വേണ്ടി മനസ്സറിഞ്ഞ് ദ്വാരുന്നില്ലെങ്കിൽ എന്ന്. ഓൻ ആകെ പള്ളിയിൽ നിസ്കരിക്കാൻ വരിക 12:50. എന്തിനപ്പം വരുന്നത്? ഓൻ പള്ളിയിൽ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കാൻ. സലാം വീട്ടി ഇമാമ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എത്തിയിട്ടുണ്ടാവും. ബാപ്പാന്റെയും ഉമ്മാന്റെയും കബറോർമ്മല്ല, വല്യാപ്പന്റെയും വല്യാമ്മന്റെയും കബറോർമ്മല്ല. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഏത് ബന്ധങ്ങളെയും, ഇന്നെല്ലാ ബന്ധങ്ങളും, പല ബന്ധങ്ങളും അലോഗ്യത്തിലാണ്. തമ്മുപ്പണങ്ങുക, വാശി കാണിക്കുക, ഈഗോ കാണിക്കുക, എത്രയോ കാരണങ്ങളൊന്നുമില്ലാതെ. ഞാൻ പറയാറുണ്ട്, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ
തിരിച്ച് നമ്മൾ കണക്ക് വെക്കാൻ നിന്നാൽ അത്രയും കാലം നമ്മളെ മനസ്സ് വേദനിക്കുക. ഇപ്പൊ ഇവിടെ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, ഞാനത് മനസ്സിലിട്ട് പോയി, പൊരേ ഞാൻ സ്കൂളിൽ പോയി, എൻ്റെ മനസ്സിൽ അത് തന്നെ, അയാൾ എന്താ ഇപ്പം അങ്ങനെ പറഞ്ഞതെന്ന് ചൊറിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ അടുത്ത പരിപാടിക്ക് ഇവിടെ അപ്പോഴും ഇവരുണ്ട് സ്റ്റേജിൽ, ഞാൻ ഒന്നങ്ങ് തിരിച്ച് കൊള്ളിച്ച് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിലൊരാശ്വാസം. ഒരു കൊല്ലം ഞാൻ കൊണ്ടുനടന്നാൽ അത് കുറ്റമല്ല എന്നല്ല, ഒരു കൊല്ലം കൊണ്ടുനടന്നാലും കുറ്റം തന്നെയാണ്. അത് ചെയ്യണമെന്നില്ല, ഉള്ളു കൊണ്ടുനടന്നാൽ മതി കുറ്റാവാൻ. ചിലരൊക്കെ പറയും എൻ്റെ ഉള്ളിലുണ്ട്, ആ മാറുന്നിട്ടൊന്നുമില്ല, എൻ്റെ ഉള്ളിലുണ്ട് എന്ന്. ഉള്ളിലുണ്ടായിക്കോട്ടെ, ഓരോ ദിവസം നേരം വെളുത്ത് വൈകുന്നേരം വരെ പഠിച്ചോൻ അത് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെ ഉള്ളു കൊണ്ടെടുക്കുന്നതിന് കുറ്റം എന്നൊക്കെ എവിടെയാ തെളിവ് എന്ന്? അബസവത്തവല്ല, നീ മുഖം ചുളിച്ച് പിന്മാറില്ലേ നബിയെ? അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനെ റസൂലുള്ള കണ്ടിട്ടുണ്ട്. പണക്കാരോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അന്ധനെ ഒന്ന് ഉറക്കെ ചോദിച്ചു, റസൂലിന്റെ ശബ്ദം കേട്ടിട്ട്, അല്ലിംനി റസൂലെ, എനിക്കും പറഞ്ഞു തരും എന്തെങ്കിലും. 3 തവണ ആ അന്ധനായ അബ്ദുള്ള ആവർത്തിച്ചിട്ടും അള്ളാന്റെ ഹബീബ് ഒന്നിങ്ങനെ നോക്കി അബ്ദുല്ലാന്റെ നേരെ, എന്നിട്ട് പ്രമാണിമാർക്ക് നേരെ തന്നെ തിരിഞ്ഞു. റസൂലുള്ള പറഞ്ഞിട്ടില്ല, അബ്ദുള്ള ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പള്ളിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞുതരാ എന്ന് പറഞ്ഞിട്ടില്ല. 3 തവണയും മറുപടി കിട്ടാതായപ്പോൾ അബ്ദുള്ള റളിയല്ലാഹു കരുതി റസൂൽ എന്തോ തിരക്കിലായിരിക്കും, ഞാൻ പോട്ടെന്നാല്. മദീന പള്ളിയിലേക്ക് കയറുന്നതിന്റെ ഇടയ്ക്ക് തന്നെ നസലൽ അമീനു മലക്ക് ജിബ്രീൽ വന്നു. ആരെടുത്ത്? അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അബസവത്തവല്ല അൻജാഹുൽ അഅമ, റസൂലേ നിങ്ങൾ മുഖം ചുളിച്ചാന്നില്ലേ? ഒരു അന്ധ നിങ്ങൾ എടുത്തു വന്നപ്പോ നിങ്ങൾ മുഖം ചുളിച്ചില്ലേ നബിയെ? നിങ്ങൾക്ക് എന്തറിയാം റസൂലേ? എന്തറിയാം റസൂലേ നിങ്ങൾക്ക്? അപ്പോഴാണ് അബ്ദുള്ള പോലും ഇവരറിയുന്നത്, നിന്റെ വർത്താനം റസൂലുള്ള കേട്ടിട്ടും എന്നെ പരിഗണിക്കാത്തതാണ്. പക്ഷെ റസൂലുള്ളാന്റെ ആ സ്വഭാവം പോലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രമാണിമാർക്ക് മനസ്സിലായിട്ടില്ല. കാരണം റസൂലുള്ള ചിന്തിച്ചത് എവിടെയാ? ഉള്ളിലാ, നെഞ്ചിന്റെ ഉള്ളിലാ റസൂലുള്ള ചിന്തിച്ച്. അബ്ദുള്ളനെ നോക്കിയിട്ട് ചിന്തിച്ചു, അബ്ദുള്ള എന്തായാലും മുസ്ലിം ആയിട്ടുണ്ട്, പ്രമാണിമാരൊക്കെ നേരെ തിരിയട്ടെ, ഓലിപ്പം മുസ്ലിം ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് അബ്ദുള്ളനോട് ഇനി മിണ്ടണ്ട, വലോട് എന്നെ സംസാരിക്കട്ടെ. ഉള്ളിലുള്ള കൽബിന്റെ ഉള്ളിലുള്ള ചിന്ത പരിഗണിച്ചിട്ട് പഠിച്ചോൻ ആയത്തിറങ്ങി. അബസവത്തവല്ല അൻജാഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. നിങ്ങൾ ഉള്ളിൽ ആ തൂക്കി നോക്കിയ തൂക്കണ്ടല്ലോ, പൈസക്കാരോ അബ്ദുള്ള എന്നുള്ളേ, അത് ശരിയായില്ലട്ടോ നബിയെ. നിങ്ങൾക്ക് എന്തറിയാ റസൂലേ? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഉള്ളു കൊണ്ടുനടന്നാൽ മതി കുറ്റാവാൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാക്കാലെ പറഞ്ഞ് പൊരുത്തം വാങ്ങിക്കോളി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാക്കാലെ പറഞ്ഞ് പൊരുത്തവും സലാമും വാങ്ങിക്കോളൂ. അല്ലാണ്ട് മരിച്ചിട്ട് പള്ളി കൊണ്ടെക്കുമ്പോൾ കാണാം മൈക്ക് കൈമ കിട്ടുമ്പോൾ ചില മക്കൾ വാപ്പനോടും മനോടുള്ള സ്നേഹം അവിടെയാ കാണിക്കുക. ആയ കാലത്ത് നല്ലോണം ഒരു വെള്ളം വാങ്ങി കൊടുക്കാത്തവനും ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കും, ആരാപ്പം? മൂത്തോൻ ജബ്ബാർ കാണാൻ തലമ്മലൊക്കെ ഒരു മൈക്കൊക്കെ കെട്ടിയിട്ട്, വാപ്പ ഉമ്മ പോയി, എന്താ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. വാപ്പാനെ കൊണ്ടും ഉമ്മാനെ കൊണ്ടും പൊരുത്തം വാങ്ങിപ്പിക്കാൻ ആരാ പറഞ്ഞ്? അവർക്ക് പൊരുത്തം അവരാദ്യം വാങ്ങട്ടെ, അവർ ജീവിച്ചിരിക്കുമ്പോൾ വാങ്ങട്ടെ. ലോകം കണ്ട ഏറ്റവും നല്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 13 ദിവസം സൂക്കേട് ബാധിച്ച് കടന്നു എന്ന് ഞാൻ പറഞ്ഞു. മരിക്കുന്നതിന്റെ 2 ദിവസം മുൻപ് ശനിയാഴ്ച സഹാബാക്കളുടെ തോളിൽ കൈയിട്ട് റസൂലുള്ളാഹിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്നുണ്ട് മദീനത്തെ പള്ളിയിലേക്ക്. നിലത്തുറയ്ക്കാത്ത റസൂലുള്ളാഹിന്റെ കാലുകൾ മദീന മണലിലൂടെ ഇങ്ങനെ വലിച്ചയക്കുന്നത് കണ്ട് പിന്നിൽ ആ കാഴ്ച കണ്ട ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞു എന്ന് വരെ ചരിത്രത്തിലുണ്ട്. എന്തിനാ റസൂലുള്ള ഈ വയ്യാത്ത സമയത്ത് മദീനത്തെ പള്ളിയിൽ വന്നത് എന്നറിയാൻ വേണ്ടി സഹാബാക്കൾ പള്ളിയിലേക്ക് ഇടിച്ചു കയറിയപ്പോ മിമ്പറിന്റെ 2ാമത്തെ പടിയിലിരുന്ന് തലകുനിച്ച് പെരടി കാണിച്ചിട്ട് റസൂലുള്ള പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മുഹമ്മദിന്റെ നാവ് കൊണ്ടോ സ്വഭാവം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ എന്തെങ്കിലും മനസ്സിലൊരു വെറുപ്പ് വന്നുപോയിട്ടുണ്ടെങ്കിൽ ഫഹാദാ ലഹിരി, എന്റെ മുതുകിതാ, എന്നെ വന്ന് തിരിച്ചു തല്ലണം. തല്ലിയാ തീരെങ്കിൽ തല്ലിക്കോ, എനിക്ക് പ്രശ്നമില്ല. ഫഹാദാ ഇർളി, എന്റെ അഭിമാനത, ആർക്കുന്ന പരസ്യമായിട്ട് ചീത്ത പറയാം. കരയുന്ന അള്ളാന്റെ ഹബീബിന്റെ അരികിൽ വന്ന് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞ് ചോദിച്ചു, റസൂലേ അങ്ങനെ ഉണ്ടോ റസൂലേ? നിങ്ങൾ ഒരാളോടെങ്കിലും മുഖം കറുത്തിട്ടുണ്ടോ റസൂലേ? പിന്നെ എന്തിനാ പ്രവാചകരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? റസൂലുള്ള കണ്ണീരോടെ പറഞ്ഞു, ഉമറേ, പ്രവാചകൻ മുഹമ്മദ് എന്നൊക്കെയുള്ള പരിഗണനക്കപ്പുറം പടച്ചോന്റെ മഹ്ശറയിൽ നമ്മൾ ഒറ്റക്ക. അള്ളാന്റെ വിചാരണക്ക് വിളിക്കുമ്പോൾ എൻ്റെ നിസ്കാരവും നോമ്പും ഒക്കെ പടച്ചോനെ പരിഗണിക്കുമ്പോൾ അള്ളാഹ് ആദ്യം ചോദിക്കുന്ന ഈ വ്യക്തികാരൻ മനസ്സ് നൊമ്പരപ്പെട്ട് ജീവിച്ചവരോ മനസ്സ് വേദനിച്ചവരോ ഉണ്ടെങ്കിൽ ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം എൻ്റെ നിസ്കാരവും നോമ്പോ ഇബാദത്തൊന്നും പടച്ചോൻ വിചാരണക്കെടുക്കൂല. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, പറഞ്ഞു നടന്നോലും ചെയ്തു പോയോലൊക്കെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുമ്പോൾ ആരോടാ മനുഷ്യരെ പൊരുത്തം വാങ്ങുക? അള്ളാന്റെ മണ്ണിൽ വെച്ചിട്ട് ഒരാൾക്ക് മറ്റൊരാളെ മുഖത്തേക്ക് നോക്കാൻ പോലും കെൽപ്പില്ലാത്ത ലോകമാ അള്ളാന്റെ മഹ്ശറ, ഹശർ മൈതാനി. എന്നിട്ടല്ലേ ഒരാളെ മുഖത്തോക്കിയിട്ട് അമ്മത് എന്നോട് ഞാൻ അന്ന് അങ്ങനെ പള്ളിക്കൊലായിൽ വെച്ച് പറഞ്ഞോയതേ, ഞാൻ എൻ്റെ വിവരക്കേടുകൊണ്ട് പറഞ്ഞോയത്, ഇനി അങ്ങ് പൊരുത്തപ്പെട്ട ആളെന്ന് അവിടുന്ന് പറയാൻ പറ്റൂല. അവിടുന്ന് പറയാൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇന്നാ മറ്റോൻ തിരിപ്പിച്ചതല്ലേ എന്ന്. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ ആദ്യം പറഞ്ഞത് എന്ത്? നിങ്ങൾ കേട്ടതൊന്നും പറയണ്ടട്ടോ, കീലാ വക്കാല, കേട്ടത് പറഞ്ഞാലും നിങ്ങൾ കുറ്റക്കാരനാവും.
മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. പറയാണ്ടേ നല്ലത് പറഞ്ഞോ അല്ലെ മിണ്ടാതെന്നോ. ആള് പറയുന്നത് കേട്ട് കൂട്ടി പറയണ്ട. അത് രാഷ്ട്രീയായാലും സരിതയായാലും സ്വപ്നയായാലും ഏത് മനുഷ്യൻ്റെതായാലും, അത് അന്നോനി ഇന്നോനി എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അത് പള്ളി കമ്മിറ്റി ആയാലും മദ്രസ കമ്മിറ്റി ആയാലും റോഡ് സൈഡിലെ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഒരക്ഷരം ഒരാളെ നേരെ പറയുമ്പോൾ ആലോചിച്ചോ, ഓരോന്നും തിരിഞ്ഞു കുത്തുന്ന ഒരു ദിവസത്തിൽ വെച്ചിട്ട് നമ്മൾ ചിന്തിച്ചു പോകും, അതെന്ത് നാശത്തിനാ പടച്ചോനെ ഞാൻ പറഞ്ഞു പോയത് എന്ന്. ഇന്ന് പറയാ മാത്രല്ല എഴുതി വിടും. എഴുതലും പാപം തന്നെയാ. ഈ എഴുതി വിടുന്നതിന്റെ ഒക്കെ ഒരു പാപം എന്താണെന്നറിയാം നിങ്ങൾക്ക്? അത് മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ഖബറിലേക്ക് കിട്ടുന്ന ഒരു കുറ്റായിട്ട് ഈ ദുനിയാവിൽ ഇൻവെസ്റ്റ്മെന്റാ. ഞാൻ ഇന്നാളൊരു ചർച്ചന്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു കുടുംബ പ്രശ്നത്തിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മോൾ ഇങ്ങനെ പറയാണ്. പക്ഷെ പ്രായമുള്ള മോളാ, 10-65 വയസ്സുള്ള ഒരു മോളാ, ഒരു സ്വത്തിന്റെ വിഷയമാണ്. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ആ പെൺകുട്ടി വല്യമ്മ ഉള്ള കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഓൾ അങ്ങനത്തോളാ ഓൾ ഇങ്ങനത്തോളാന്ന്. ഞാൻ ചോദിച്ചു വല്യമ്മ പേടിയാ? മണ്ണിന്റെ അടിയിലാ? വല്യമ്മ മണ്ണിന്റെ അടിയില. എന്നാലും പറഞ്ഞ വർത്താൻ എപ്പോഴും മക്കളെ നാവുമലുണ്ടെങ്കിലേ വല്യമ്മ മണ്ണ് കിടക്കലുണ്ടാവും. തോതങ്ങനെ വരുന്നുണ്ട് മണ്ണിന്റെ അടിയിലേക്ക്. മരിച്ചാലും കിട്ടുന്ന കുറ്റാണ്. എത്ര കാലം ഈ ലോകത്ത് ആ വാർത്ത ചുറ്റുന്നുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ, കോഴിക്കോട് ഒരു മഹലിൽ വെച്ചിട്ട് രാത്രി ഒരു ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് കുറെ ആൾ തച്ചു. സദാചാരം എന്നാ പറയുന്നത്, അല്ലാഹു ആലം. ഈ സദാചാരം തന്നെ കുശുമ്പൊന്നും അസൂയമൊന്നും ഉണ്ടാകുന്നതാ. ഞാനൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അന്യ നാട്ടുകാരൻ ഇവിടെ വരിക, എന്നാ പിന്നെ അവനെ പിടിച്ചൊന്ന് തല്ലണല്ലോ. നല്ല ഉദ്ദേശമാണെങ്കിൽ ആരും അറിയാണ്ടൊന്ന് പരിഹരിച്ചിട്ടേ ഇത് ശരിയല്ലോ, ഓളെ രണ്ടാളെയും കുടുംബം ഒന്നും ആയി പോയരുത്. അങ്ങനെ പരിഹരിക്കാനല്ല, അത് വീഡിയോ എടുക്കണം, 4 ആൾ അറിയിക്കണം, നാട് മൊത്തം നാറ്റിക്കണം. എന്നിട്ട് അവസാനം എന്താ ഇത് വന്ന് തീരാന്ന് ചോദിച്ചാൽ അത് നശിപ്പിച്ച് അള്ള പൊറുക്കാൻ റെഡിയാണെങ്കിലും പടപ്പിള് പൊറുക്കൂല. അതപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ഫിത്തിന. പടച്ചോൻ പൊറുത്തിട്ടുണ്ടാവും, പടപ്പിട് പൊറുക്കൂല. തിന്ന് കൊല വിളിക്കും പച്ചയിറച്ചി. അതിനുള്ളതാ സോഷ്യൽ മീഡിയ, അതിനുള്ളതാ ഫേസ്ബുക്കും ഒക്കെ. അപ്പൊ അന്നത് വീഡിയോ എടുത്തിട്ട് ഓനെ തല്ലുന്നതും അവസാനം തല്ല് കിട്ടി ചോരയൊലിച്ച് മരത്തുമ്മ പിടിച്ച് കെട്ടിയിട്ടതൊക്കെ വീഡിയോ ആക്കിയിട്ട് അന്ന് പ്രചരിപ്പിച്ചു. ആ പ്രചരിപ്പിച്ച വ്യക്തികളിൽപ്പെട്ട ഒരു വ്യക്തി ആ സംഭവത്തിന്റെ 3 കൊല്ലങ്ങൾക്ക് ശേഷം മുക്കത്ത് വെച്ചിട്ടൊരു ടിപ്പർ അപകടത്തിൽ മരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനാ. ഓൻ മരിച്ചിട്ട് ഇന്നേക്ക് 7 കൊല്ലായി. ആ സംഭവം നടന്നിട്ട് 10 കൊല്ലായി. ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അതേ വീഡിയോ വീണ്ടും എനിക്ക് വന്നിട്ടുണ്ട്. ആ മരിച്ച വ്യക്തിന്റെ പേരുണ്ട്, പക്ഷെ ഓൻ മരിച്ച മണ്ണിന്റെ അടിയിലാണ്. ആ പോസ്റ്റ് ഇട്ടൊന്ന് മണ്ണിന്റെ അടിയിലാണ്. പക്ഷെ ആ ഫേസ്ബുക്കിൽ നിന്ന് നേരെ എനിക്ക് വന്നു ഒരു ഇയർ അപ്ഡേഷൻ. ഓൻ്റെ എങ്ങനെ വരും? നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യർ, ഒരു വാക്കിന്റെ വിലയൊക്കെ എത്രത്തോളം ഉണ്ടെന്നും എത്രമാത്രം നമ്മളെ അത് തിരിഞ്ഞു കുത്തുന്നുള്ളതൊന്നും ഇപ്പൊ അറിയൂല. പാപ്പരായി പടച്ചോന്റെ മുൻപിൽ നിൽക്കുമ്പോഴേ അറിയൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മനുഷ്യന്മാർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അതാ, ഈഗോ. മനുഷ്യന്റെ വാശി, പക, അഹങ്കാരം, ഇത് കൊണ്ടുവച്ച് നടക്കുക എല്ലാവരും. ഫുള്ള് പാരകളാ, ഫുള്ള് അസൂയക്കാരാ. ഇപ്പൊ ആർക്കും നമ്മൾ നന്നായാ മതി മറ്റുള്ളവൻ അസൂയ ഉണ്ടാവാൻ. ഞാൻ ഇപ്പൊ നാളെ രാവിലെ മുതൽ സുബീക്ക് ഇതുവരെ പോകാത്തവൻ ഒന്ന് സുബീക്ക് 4 ദിവസം അടുപ്പിച്ച് പോയി നോക്കേണ്ടി ആൾക്കാരെന്താ പറയാന്നറിയോ? എന്തോ ഉണ്ട് കേട്ടോ, ഒരുത്തൻ നന്നാന്ന് താല്പര്യമല്ല, അപ്പോഴേക്ക് വേറുണ്ടാക്കി പറയും. ഇനി അഥവാ ഗൾഫിൽ പോയിട്ട് 4 കൊല്ലം നിന്ന് തിരിച്ചു വന്ന് ഉള്ള ആ ഒരു ചെറിയ കൂരൊന്ന് തട്ടിപ്പൊളിച്ചിട്ട് ഒരു ചെറിയൊരു 1000 സ്ക്വയർ ഫീറ്റിന്റെ കൂരക്ക് വേണ്ടിയിട്ട് തറടാൻ തുടങ്ങിയ നാട്ടിലുണ്ട് കുറെ കറക്കമ്പനി. അറബീനെ മുക്കി പോകുന്നതാട്ടോ, അല്ലാണ്ട് ഇത്ര വട്ടൊന്നും നോനാവൂല. ഒരു ബസ് കയറിയിട്ട് ഒരു പെണ്ണിനോട് മിണ്ടിയ അത് അവിഹിതം. കണ്ടക്ടറിന്റെ പൈസ തിരിച്ച് പുറത്തേക്ക് ഇട്ടുകൊടുത്ത അത് അവിഹിതം. ഏതെങ്കിലും ഒന്ന് ഒരുത്തിയോട് മിണ്ടിക്കഴിഞ്ഞാൽ അത് അവിഹിതം. കുട്ടിയെ കോഴിക്കുട്ടികളെ മാതിരിയാ കോത്തി ഓടുന്നത് കാണാ. പണ്ടൊക്കെ അത് കല്യാണ വീട്ടിൽ പറഞ്ഞു വരത്തലാണെങ്കിൽ ഇപ്പൊ അത് നേരെ എഴുതി വിടല. ആലോചിച്ചോളി മനുഷ്യരെ, ആലോചിച്ചോളിങ്ങള്. ഖബറിലെത്തുന്നത് വരെ ഇതൊക്കെ ഉണ്ടാവും. ഖബറിലെത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നതൊക്കെ അങ്ങോട്ട് തിരിച്ചു വരും. നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറെ നിസ്കരിക്കലും നോമ്പൊലിക്കലും അല്ല. ആൾക്കാർക്ക് അങ്ങനെ ഒരു നല്ല ദീനി കുടുംബാട്ടോ. എന്താ, വാപ്പ പള്ളിക്കും പോലുണ്ട്, ഉമ്മ ഖുർആൻ ക്ലാസ്സിനും ഉണ്ട്. പക്ഷെ പൊരയിലെ മരുവൊക്കെ ഒരു സ്വൈര്യം ഉണ്ടാവില്ല. അല്ലെ, ഓന്റെ വീട്ടിൽ നോക്കിയിട്ട് പറയും നല്ല വാപ്പയാണ്, നല്ല അമ്മയാണ്, 30 പള്ളി കമ്മിറ്റിയിലുണ്ട്, 30 നാട്ടിലെ MGM-ലും ഉണ്ട്, അല്ലെ പെണ്ണുങ്ങളെ കമ്മിറ്റിയിലും ഉണ്ട്. ഓനോ കെട്ടി അന്ന് മുതൽ ആ കുട്ടി അനുഭവിച്ചു തുടങ്ങിയിരിക്കും ഓന്റെ സ്വഭാവക്കേട്. ഒരു മനുഷ്യന്റെ ദീന് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് എന്താണെന്നറിയോ? ഒരു മുസ്ലിമിന്റെ ദീന് മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കല. അവൻ കാരണം മറ്റൊരാളെ വേദനിക്കാതിരിക്കലും വേദനിപ്പിക്കപ്പെട്ടവന്റെ മനസ്സിന്റെ പ്രാർത്ഥന അവന്റെ നേരെ വരാതിരിക്കലും അതീന്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അല്ലാഹുവിന്റെ ഹബീബ് നബി തങ്ങൾ വെറുതെ പറഞ്ഞല്ല. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ
മൻ സലിമൽ മുസ്ലിമൂന, മറ്റൊരു മുസ്ലിമിന്റെ അടുത്ത് രക്ഷപ്പെട്ടോനാ. അവന്റെ നാവുമെന്നും അവന്റെ കൈമൊന്നും രക്ഷപ്പെട്ടോനാ. ഒരു ഇസ്ലാമിന്റെ ദീനാണത്. നമ്മൾ കാരണം ഒരാളും വേദനിക്കാതിരിക്കുക. ഞാൻ പറയാറുണ്ട്, ചില പള്ളിയിലൊക്കെ മയ്യത്തുസ്കാരത്തിന് ആളുകൂടുന്നത് കണ്ടിട്ട് ചില ആൾക്കാർ പോരിശ പറയും, എമ്മാതിരി മയ്യത്തുസ്കാര, മമ്പൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. മണ്ണിന്റെ അടി കൊണ്ടുവെക്കുമ്പോൾ സ്വൈര്യവും സമാധാനത്തിലും പടച്ചോന്റെ 6 അടി മണ്ണിൽ ആ പള്ളിക്കാട്ട് കിടക്കണമെങ്കിലേ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം, ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കണം, ഒരാളെ ജീവിതത്തിലും ഒരു സങ്കടം ഉണ്ടാക്കാതെ ജീവിക്കണം. ഏത് ബന്ധങ്ങളും മനോഹരമാകുന്നത് അതിൽ സ്നേഹം കൊടുക്കുമ്പോഴാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ നിക്കാഹത്ത് പറയും, ആണിനോട് പറയും നീ മുഹമ്മദ് നബീന്റെ ആതിരിയാവണം, പെണ്ണിനോട് അറിയും നീ ഖദീജ ബീവിന്റെ ആവണം. ആദ്യം അതല്ല പറയണ്ടേ, പൊരേലന്മാരോട് പറഞ്ഞു കൊടുക്കണം, ദീന് എന്ന് പറഞ്ഞാൽ പൊരേലന്മാർക്കും ഉണ്ടാവണം, അല്ലാണ്ട് കെട്ടുന്ന ആണിനും പെണ്ണിനും മാത്രം ഉണ്ടായാൽ പോരാ. കയറി വരുന്ന പെൺകുട്ടിയെ സ്വന്തം മകളായിട്ട് ഒരു ഉമ്മാക്ക് കാണാൻ പറ്റണം. ആ പെൺകുട്ടി ഒരിക്കലും എന്റെ പൊരയിൽ വെച്ച് സങ്കടപ്പെടൂലെന്നും, എന്റെ മോളെ കൊണ്ടോ എന്റെ മോനെ കൊണ്ടോ എന്റെ പിയാപ്പളനെ കൊണ്ടോ എന്റെ ഭാര്യനെ കൊണ്ടോ എന്റെ പെൺകുട്ടികളെ കൊണ്ടോ എന്നെ കൊണ്ടോ ആ കുട്ടി ഒരിക്കലും ഈ പൊരന്റെ ഉള്ളിൽ വെച്ച് സങ്കടപ്പെടൂലെന്നും ഒരു വാപ്പക്കും ഉമ്മക്കും അള്ളാനെ സാക്ഷിയിട്ടിട്ട് പറയാൻ പറ്റിയാൽ അത് ദീനുള്ള. അല്ലാണ്ട് നാട്ടിലെല്ലാ ഖുർആൻ ക്ലാസ്സിനും പോലും മാത്രമല്ല ദീനുള്ള കുടുംബമുള്ള ഐഡിയ. കൈപിടിച്ചെടുക്കുന്ന വാപ്പാക്കും പറയാൻ പറ്റണം, മോനെ അമറല്ലാ, പടച്ചോ എന്നോട് പറഞ്ഞു എനിക്ക് കുടുംബം ഉണ്ടാക്കാൻ എന്റെ മോളെ തരാൻ, ഞാനിത് എനിക്ക് വാക്ക് തരിക. എന്റെ മകളെ കൊണ്ട് എന്റെ കുടുംബം നശിക്കൂല, എന്റെ മകളെ കൊണ്ട് ഇനി കരയൂല, എന്റെ മകളെ കൊണ്ട് എന്റെ കുടുംബത്തിൽ ഒരു രാത്രി പോലും ഇനി സമാധാനം അല്ലാണ്ട് കിടന്നുറങ്ങേണ്ടി വരൂല. അമറല്ലാ, പടച്ചോൻ എന്നോട് പറഞ്ഞതാ എന്റെ കുടുസ്കുനു ഇലൈഹ, എന്റെ മോളെ എനിക്ക് തരണമെന്ന്. അത് ആർജവത്തോടെ പിയാപ്പന്റെ കൈ പിടിച്ചിട്ട് വാപ്പാർക്ക് പറയാൻ പറ്റണം. അത് സ്വന്തം മക്കൾ ആ രീതിയിൽ ഒരുക്കണം. ഇതാ കുടുംബം. അല്ലാണ്ട് കുടുംബത്തിൽ ഓന് ദീനുണ്ട്, ഓൻ നല്ല ദീനുണ്ട്, വാപ്പക്കും ഉമ്മക്കും ഉണ്ടാവില്ല. ഒക്കെ ദീനുണ്ട്, ഒക്കെ വലിയ ദീനുണ്ട്, വാപ്പക്കും ഉമ്മക്കും ഉണ്ടാവും. കുടുംബത്തിൽ എല്ലാവർക്കും ദീനുണ്ടെങ്കിലേ കുടുംബം മനോഹരാവും. ഓരോരുത്തർക്കും പടച്ചോൻ ഏൽപ്പിച്ചു തന്ന എല്ലാ ബന്ധങ്ങളെയും മനോഹരാക്കുക. ഞാൻ പറയാറുണ്ട്, ബന്ധങ്ങളെയൊക്കെ ഒരു വലുപ്പറിയണമെങ്കിൽ 4 ദിവസം മെഡിക്കൽ കോളേജിൽ കിടക്കണം. 4 ദിവസം വേണ്ട, പരിശോധിച്ച പരിശോധനയെ തിരിഞ്ഞു എന്ത് പെട്ടെന്ന് ഡയാലിസിസ് തുടങ്ങണം. കിട്ടിയത് മെഡിക്കൽ കോളേജിൽ പുലർച്ചെ 1:30 4 ഇടക്ക, അല്ലെ കിട്ടിയത് ഒരു 3 മാസം മക്കളൊക്കെ എങ്ങനെങ്കിലുമൊക്കെ നട്ടപ്പാതിരി എണീറ്റ് പോരും. പിന്നെ ചോദിക്കാൻ തുടങ്ങും, അല്ലേ അമ്മായിക്കൊരു മോനില്ലായിരുന്നു, ഓനെ കിട്ടിയേക്ക് ഒരു രാത്രി പോയ. ബന്ധങ്ങളുടെ വിലയറിയുന്നതേ പലതും നഷ്ടപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് ആലോചിക്കണം, ഏത് ബന്ധവും പടച്ചോൻ തന്നതാണെന്നും ആ ബന്ധങ്ങളെയൊക്കെ ഇനി ചിലർക്കൊരു ധാരണ ഉണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഈ ബന്ധങ്ങളൊക്കെ ഇവിടെ അങ്ങനെ പിണങ്ങി കുറെ നടന്ന് തമ്മിൽ വീറും വാശിയൊക്കെ കാണിച്ച് അതങ്ങനെ കേട്ടെ, ഈ വേറെന്തുണ്ടെങ്കിൽ പറയും, ഈ മരിച്ചാൽ പോലും മയ്യത്തോനെ കാണിക്കരുത്, ഇവിടെ തീർന്ന് ഇനി അങ്ങോട്ടുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ജയ. മരിച്ചു കഴിഞ്ഞ് എങ്ങനെങ്കിലും പൊരുത്തപ്പെട്ടിട്ടുവോ? മദീന മിമ്പറിൽ നിന്ന് ഖുതുബ പറഞ്ഞിറങ്ങുന്ന റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, റസൂലേ, ഒരാൾക്ക് നോമ്പ് കടണ്ട്, ആ കുറ്റം ഖബറിൽ കിട്ടാണ്ടിരിക്കാൻ ആ വ്യക്തിക്ക് എന്ത് ചെയ്തു കൊടുക്കണം? ഹബീബായ നബി തങ്ങൾ തിരിച്ചു പറഞ്ഞു, നിങ്ങളൊരു സാധുവിനെ നോമ്പ് ഉറപ്പിക്കണം, ഒരാൾക്ക് നോമ്പ് ഉറക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്കണം, എങ്കിൽ അത് പരിഹരിക്കപ്പെടും, അത് ഫിദിയ. വേറൊരു സ്വഹാബി ചോദിച്ചു, റസൂലേ, ഉമ്മ നേർച്ച ചെയ്തു, പക്ഷെ നേർച്ച വീട്ടാൻ പറ്റിയില്ല, മരിച്ചുപോയി. അപ്പൊ ചെയ്ത നേർച്ച അത് വീട്ടിയിട്ടില്ലെങ്കിൽ കുറ്റാണല്ലോ, അതിന് പകരം ഫിദിയ എന്താ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെ 10 സാധുക്കൾക്ക് വസ്ത്രം കൊടുക്കണം, അല്ലെ 3 ദിവസം നോമ്പനുഷ്ഠിക്കണം, അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കണം. ഇത് കേട്ടപ്പോൾ മറ്റൊരു സഹാബി ചോദിച്ചു, റസൂലേ, ഒരാൾ കുടുംബത്തിൽ പിണങ്ങി മരിച്ചുപോയി, അയാൾ അങ്ങോട്ട് പിണങ്ങി അല്ലെങ്കിൽ അയാളോട് ഇങ്ങോട്ട് പിണങ്ങി പൊരുത്തമൊന്നും വാങ്ങാണ്ട് മരിച്ചുപോയി, വാശിയും പകയും മനസ്സിൽ വെച്ചിട്ട് അയാൾ നന്നാവാതെ മരിച്ചു. ആ മരിച്ച വ്യക്തിക്ക് ഖബറിലേക്ക് ആ ശിക്ഷ ബാധിക്കാതിരിക്കാൻ, അയാൾ ചെയ്ത അമല് അയാൾക്ക് എന്നെ കിട്ടാൻ, അയാളെ നിസ്കാരവും നോമ്പോ ഒക്കെ അയാൾക്ക് എന്നെ ഉപകാരപ്പെടാൻ, ആദരിക്കപ്പെടാൻ എന്ത് ചെയ്തു കൊടുക്കണം റസൂലേ? അള്ളാന്റെ ഹബീബ നബി തങ്ങൾ എന്താ പറഞ്ഞേ? നിങ്ങൾ മയ്യത്ത് സ്കരിക്കുമ്പോൾ വാപ്പാക്ക് വേണ്ടി കാടടക്കി ഒരു പൊരുത്തങ്ങ് വാങ്ങിക്കോളിന്നാ, അല്ലെ വാപ്പാന്റെ പേരിൽ നിങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്തോളൂന്നാ, അല്ലെ ഉമ്മാന്റെ പേരിൽ നിങ്ങൾ ഒരു 100 ഹജ്ജ് ചെയ്തോളൂന്നാ, അല്ലെ നിങ്ങൾ പള്ളിക്ക് ഒരു 100 ആൾക്ക് സിമന്റ് കൊടുക്കണമെന്നാ, യത്തീംഖാനക്ക് നിങ്ങൾ ഒരു കൊല്ലം ഭക്ഷണം കൊടുക്കണമെന്നാ? അല്ല, ലാ യമീന ഫീ ഖതീഅത്തു റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ചവർക്ക് ഒരു ഫിദിയയില്ല, ഒരു ഫിദിയയില്ല. എന്ത് ചെയ്തു കൊടുത്താൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് പൊരുത്തപ്പെടാണ്ടാ മരിച്ചതെങ്കിൽ അത് കിട്ടൂല. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നിസ്കാരവും നോമ്പൊക്കെ എല്ലാവർക്കും ക്ലിയറാണ്. പക്ഷെ സലാം വിട്ട് എഴുന്നേറ്റവും മോനെ നോക്കൂല, ഓനെയും നോക്കൂല. ഓലാപ്പ 1ാമത്തെ സഫിൽ 1ാമത്തെ റക്കഅത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതെങ്കിൽ ആരെ കാണിക്കാനായി ഈ അഭിനയൊക്കെ? എന്തിനാ ഈ വേഷം കെട്ടലൊക്കെ?
മനസ്സ് തുറന്നങ്ങ് പൊരുത്തപ്പെട്ടേക്കണം. നമ്മളെ വേദനിപ്പിച്ചവൻ, നമ്മളെ സങ്കടപ്പെടുത്തിയവൻ, നമ്മളെ കുറ്റപ്പെടുത്തിയവൻ, പച്ചക്ക് നമ്മളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞു നടന്നവൻ. എന്നാലും വമല്ലാഹു ബിഗാഫിലിൻ, ഞാൻ അള്ളാനെ ഏൽപ്പിച്ചു, അള്ള കണക്ക് വെക്കുന്ന മാതിരി എനിക്ക് നോക്കാനാവൂല, പടച്ചോൻ കൊടുത്തോട്ടെ, ഞാൻ വിട്ടുകൊടുത്തു, ഞാൻ സബൂറാക്കി. അതുകൊണ്ട് ബിലാലിനെ അമ്മാർ റളിയല്ലാഹു വിളിച്ചു, അബൂദർ റളിയല്ലാഹു വിളിച്ചു. അബൂദർ റളിയല്ലാഹുവിനെ അബദ്ധത്തിൽ വിളിച്ചു. ഏതാ? ബിലാൽ റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കിയിട്ടെങ്കിൽ കറുത്തവളുടെ മകനെ എന്ന് പറഞ്ഞു പോയപ്പോഴേക്കും അബൂദറിന് തെറ്റ് ബോധ്യപ്പെട്ടു. അദ്ദേഹം കരയാൻ തുടങ്ങി. ബിലാൽ റളിയല്ലാഹുവിന്റെ അരികിൽ വന്ന് പറഞ്ഞു, ബിലാൽ, താങ്കൾ ഇന്നെ തിരിച്ചു വിളിച്ചോ? എന്റെ വാപ്പാനെ വിളിച്ചോ? ബിലാൽ റളിയല്ലാഹു, ഞാൻ വിളിക്കൂല. റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കണ്ണീരോട് ഓടിച്ചെന്നിട്ട് അബൂദർ റളിയല്ലാഹു പറഞ്ഞു, റസൂലേ, ഞാൻ എന്റെ കവിളെ മണലിങ്ങനെ ചെരിച്ച് കിടക്ക. അബൂദർ കവിളിങ്ങനെ ചെരിച്ച് ബിലാലിന്റെ കാലുകൊണ്ട് അബൂദറിന്റെ കവിളത്ത് ചവിട്ടി താഴ്ത്താൻ പറയണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ല അബൂദറേ, താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, ഇല്ല റസൂലേ, എനിക്ക് അബൂദറിനോടൊന്നുമില്ല. അത്രക്കായിരുന്നു അവര് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങളിൽ ഇന്ന് ഏറ്റവും മനോഹരമായ ഒരു ബന്ധമാണ് നമ്മളൊക്കെ പറയുന്ന മാതാപിതാക്കളും നമ്മളും തമ്മിലുള്ള ബന്ധം. ഒരു കാലത്ത് നമ്മൾ കാണാൻ കാത്തിരുന്ന മുഖങ്ങളായിരുന്നു നമ്മളെ മാതാപിതാക്കള്, അല്ലേ? ഏതൊരു കല്യാണ വീട്ടിൽ പോയാലും, എവിടെ സ്കൂൾ വിട്ടു വന്നാലും ഉമ്മാന്റെ മുഖം കണ്ടിട്ടില്ലെങ്കിൽ, വാപ്പനെ രാത്രി കണ്ടിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു പെടച്ചിലായിരുന്നു നെഞ്ചിൻ്റെ ഉള്ളില്. അതുകൊണ്ട് തന്നെ ആ പല ഉമ്മാന്റെ മാറും വാപ്പാന്റെ തോളും നമ്മളെ കൊട്ടാരായിരുന്നു. എത്രയോ കിടന്നിട്ടുണ്ട്, എത്രയോ കുടിച്ചിട്ടുണ്ട്, എത്രയോ ഇരുന്ന് മൂത്രയിച്ചിട്ടുണ്ട്, എത്രയോ തവണ നമ്മൾ ആ കവിളുകളിലേക്ക് ഉമ്മ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ആ ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അറിവില്ലാത്ത പ്രായത്തിൽ വേദനിപ്പിച്ച് അവർ ക്ഷമിച്ചിട്ടുണ്ട്, അവർ സുബൂറാക്കിയിട്ടുണ്ട്. എന്തൊക്കെ സങ്കടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും മക്കൾക്കൊരു ക്ഷീണവും വരുത്താതെ അവർ പോറ്റിക്കൊണ്ടോന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? നമ്മൾ തന്നെ അവരൊരു കുറവും വരുത്തിയിട്ടില്ല എന്നുള്ളതേ. ആരെയും മുഖത്ത് നോക്കി പറയണ്ട, ഒന്ന് കണ്ണാടിന്റെ മുമ്പ് ചെന്നിട്ട് പറഞ്ഞാൽ മതി, എൻ്റെ വാപ്പയും എനിക്ക് ഒരു കുറവും തന്നിട്ടില്ല എന്ന്. ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഭക്ഷണം കൊണ്ടും അവരൊരു പോരാളികളായിരുന്നു. നമ്മളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ കാത്തിരുന്നിട്ടുണ്ട് ഉമ്മാനെ ഒന്ന് കാണാൻ. കല്യാണ വീട് ഒരാളെ കൈമാറി കൊടുക്കുമ്പോഴേക്കും ഉമ്മാന്റെ മുഖം കാണുമ്പം കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രകാശമുണ്ട്, വാപ്പനെ കാണുമ്പം കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരിയുണ്ട്. സ്കൂളിൽ ഏതെങ്കിലും ഒരു കലോത്സവത്തിന്റെ മുൻഭാഗത്ത് ഉമ്മനെ കാണുമ്പം കുട്ടിക്കുണ്ടാകുന്ന ഒരു നെടുവീർപ്പുണ്ട്, ആശ്വാസമുണ്ട്. കാത്തിരുന്നിട്ടുണ്ട് ഞാനുങ്ങളൊക്കെ ഉമ്മനെയും വാപ്പനെയും കാണാൻ, അവരെ മാറത്തൊന്ന് പറ്റിക്കിടക്കാൻ, അവരുടെ തോളത്തൊന്ന് അണഞ്ഞൂട്ടിക്കിടക്കാൻ, അവരുടെ ആ പോരാളികളിൽ നിന്ന് ആശ്വാസവും സന്തോഷവും അനുഭവിക്കാൻ. അല്ലേ? നമ്മളൊക്കെ പറയാറുണ്ട്, പോക്കറ്റ് നിറയെ പൈസ ഉണ്ടെങ്കിലും അതുകൊണ്ട് സ്വന്തം സ്വപ്നം കാണാത്ത ഒരൊറ്റ മനുഷ്യനെ ഈ ലോകത്തുള്ളൂ. ആണുങ്ങള്, വാപ്പാര് നിറച്ചും പൈസ ഉണ്ട്. ഞാൻ പറയാറുണ്ട്, ചില വാപ്പാരൊക്കെ പോക്കറ്റിൽ ഇങ്ങനെ കാണാം, നിറച്ചും പൈസ ഉണ്ടാകും, പക്ഷെ അയാൾ അതുകൊണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. കാരണം ആ പൈസ കൊണ്ട് അയാൾ സ്വപ്നം കണ്ടത് മക്കൾക്കും കുടുംബത്തിനുമാണ്, മരങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്. ഒരാളും സ്വപ്നം കണ്ടിട്ടില്ല. ഇന്ന് പിന്നെ ലിബറലിസം തലക്ക് പിടിച്ച മക്കളൊക്കെ കുടുംബത്തിൽ പെണ്ണുങ്ങളെക്കാളും കൂട്ടുകാർക്ക് പ്രാധാന്യം കൊടുത്ത് ആകെ കിട്ടുന്ന 10 ദിവസവും യാത്ര ചെയ്ത് നശിപ്പിക്കുക. അതല്ല, ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ അങ്ങേയറ്റം നമ്മളെ സ്നേഹിച്ച മാതാപിതാക്കള്. ഈ അടുത്ത ദിവസം എനിക്ക് വല്ലാതെ മനസ്സിന് വേദനിപ്പിക്കുന്നൊരു അനുഭവം, ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി. ഒരു ഉമ്മാക്ക് പെൻഷൻ കിട്ടും സർക്കാരിൻ്റെ. ആ പെൻഷന് കഴിഞ്ഞ 12 കൊല്ലത്തിലധികമായിട്ട് ആ ഉമ്മ അവൻ എന്നെയാ കൊടുക്കുന്നത്. 2 പെൺകുട്ടികളും ഒരു മോനുമാണുള്ളത്. അവസാനം അമ്മ മരിച്ചു എന്ന് കേട്ടു. ഉമ്മ മരിച്ചത് എങ്ങനെയാന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ശ്വാസം മുട്ടി മരിച്ചതാ. ശ്വാസം മുട്ടി മരിക്കാനുള്ള കാരണം ആ ഉമ്മാക്ക് ശ്വാസം മുട്ടലിന്റെ അസുഖമുണ്ട്, കാണിക്കണം എന്നൊക്കെ പല തവണ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും എന്നെ കൊണ്ടുപോകടോ, എനിക്ക് ശ്വാസം എടുക്കാനാവുന്നില്ല എന്നൊക്കെ. പക്ഷേ ഓൻ കാത്തുന്നു. എന്തിന്? താത്താര് മൂത്തോട് തരട്ടെ പൈസ, ഇത് ഞാൻ തന്നെയല്ലേ കൊണ്ടടക്കുന്നത്. 12 കൊല്ലത്തെ ഉമ്മാന്റെ പെൻഷന്റെ പൈസ കൈമൽ കിട്ടും. ഒരു ഉമ്മാനെ ശ്വാസം മുട്ടിച്ച് പറഞ്ഞേക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലേ എഴുതി വെച്ചോളിങ്ങള്. സ്വന്തം പൊരൻ്റെ ഉള്ളിൽ ഒരു വാപ്പയുമ്മയും നെഞ്ചുപൊട്ടി കലങ്ങിയ കണ്ണുമായിട്ടാണ് പടച്ചോന്റെ മണ്ണുക്ക് പോയതെങ്കിൽ അത് മക്കളായാലും മരുക്കളായാലും എഴുതി വെച്ചോളിങ്ങള്. പടച്ചോൻ അത് വെറുതെ തരൂല. അങ്ങേയറ്റം സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കൂനുമ കുരു പോലെ പടച്ചോൻ നമ്മളെ പരീക്ഷിക്കും. ഇപ്പൊ പരീക്ഷിച്ചാൽ ചിലപ്പോൾ നമുക്ക് പിടിച്ചിക്കാൻ പറ്റും, മുതലുണ്ട്, പൈസയുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നുമില്ലാത്തൊരു കാലം പടച്ചോൻ നമ്മളെ വിടൂല. അത് അള്ള പറഞ്ഞൊരു വാക്കാ. ആരാന്റെ പൈസ ഒക്കെ കട്ടെടുത്തിട്ട് അവനാന്റെ ഇങ്ങനെ വീർത്ത് മുതലുണ്ടാക്കുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക? ഓൻ കള്ളത്തരം തന്നെ കാണിച്ചിട്ട് കുറേ അതുണ്ടാകുന്നതാണ്. ആൾക്കാർക്ക് അതാ സങ്കടം. ഏടാ പടച്ചോൻ ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയിട്ട് ഓൻ വലുതാകുന്ന കണ്ടോ? പടച്ചോനെ പേടിച്ചിട്ട് ഒരു സാധു കച്ചവടം തുടങ്ങി ഓൻ പൊളിഞ്ഞു പോവുകയും ചെയ്ത്. മറ്റോനതാ വളരുന്ന.
അള്ള ഉണ്ട് എന്നൊക്കെ പറയുന്നത് വെറുതെയാ. കാരണം ഉണ്ടെങ്കിൽ അടച്ചൊപ്പ കൊടുക്കണ്ടവന് ശിക്ഷ ഇല്ല. വീർത്ത് 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 ഓനൊരു നഷ്ടത്തിന്റെ തുടക്കം അള്ള തുടങ്ങുമ്പോ ഓന്റെ മുതല് ഹക്കായതൂടി പഠിച്ചോൻ അങ്ങ് കൊണ്ടുപോയിക്കാളും. ഓൻ 10 കോടി കട്ടു, അതിൽ 1 കോടി ഓൻ്റെതാ, ഹലാലായ നിലക്കുള്ളതാ. പടച്ചോൻ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അള്ള 9 അല്ല കൊണ്ടുപോവുക, 10 കൂടി പടച്ചോൻ കൊണ്ടുപോയിക്കാളും. എന്നാൽ ചെയ്തതിന് അപ്പം തന്നെ പടച്ചോൻ 1 കോടി 2 കോടിയിട്ട് കൊണ്ടുപോയിനെങ്കിലോ ഓൻ പറയും ഇതിപ്പം പിടിച്ചിക്കാനുള്ളതേ ഉള്ളൂ എന്ന്. ഒന്നുമില്ലാത്തൊരു സമയത്ത് എല്ലാം കൂടി പടച്ചോൻ നശിപ്പിച്ചാളും. ആരോഗ്യമില്ലാത്ത സമയത്ത് പടച്ചോനെ ഇരട്ടി വേദന തരും. ആ വേദനയിലും നീറലിലും നെഞ്ചുപൊട്ടി ജീവിക്കുന്ന മക്കളെ കാണുന്നങ്ങള് പലരും കണ്ണാടിയുടെ മുൻപിലൊന്നും മനസ്സോട് ചോദിച്ചാൽ മതി, എന്റെ വാപ്പയമ്മേ എന്നെപ്പറ്റി തൃപ്തയായിട്ടാണോ മരിച്ചതെന്ന്. അത് മക്കളായാലും മരുക്കളായാലും അള്ള ദുനിയാവിൽ വേഗം നോക്കുന്ന പറഞ്ഞൊരു കണക്കതേ ഉള്ളൂ, കൂക്കല്ലുമ്മഹാത്ത്. അതുകൊണ്ട് ആ കവി റഫീഖ് അഹമ്മദ് പാടിയൊരു പാട്ടുണ്ട്, തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ, ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ. ഇന്ന് വയറ് വിശന്നൊരു കാലൊന്നും ആർക്കും ഉണ്ടാവില്ല. ഞാൻ പറയാറുണ്ട്, പണ്ടൊക്കെ കിട്ടാനില്ലെങ്കിൽ എന്താ ചെയ്യലെന്ന് ചോദിച്ചാൽ പൊരന്റെ സൈഡിൽ പോയിട്ട് വാഴയ്ക്ക ചക്കയാണെങ്കിൽ എങ്ങനെങ്കിലുമൊക്കെ തള്ളിക്കിടന്ന് എള്ള വളഞ്ഞൊക്കെ കൈമ ചുറ്റിയിട്ട് അത് പുഴുങ്ങും. ഇന്നത് വേണ്ട, ഇന്നോൻ ഓൺലൈനിൽ ഇങ്ങനെ നോക്കിക്കുക എന്തിന്, ഫുഡ് ഓർഡർ ചെയ്യാൻ. 1 ഓർഡർ ചെയ്താൽ 2 എണ്ണം കിട്ടും. ആ സമയം കാത്തുക്കുക. എന്നിട്ട് അതിൻ്റെതായ ഭക്ഷണങ്ങളൊക്കെ വാരി വലിച്ച് തിന്നുക, അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോവുക. തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ. എത്രയോ തൊട്ടിലാട്ടി. ഹസ്ബി റബ്ബി സല്ലല്ലാഹ് മാഫി കൽബി ഖൈറുല്ലാഹ്. ഇത് കേൾക്കാത്തവരൊന്നും ഈ കൂട്ടത്തിൽ ഉണ്ടാവൂല. ഇപ്പോഴല്ലേ ആധുനിക പാട്ടൊക്കെ. അത് കേട്ടുറങ്ങിയ മക്കൾക്ക് ആ തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു. ഉമ്മാന്റെ കൈയൊന്ന് പിടിച്ചു നോക്കിയിട്ട് എത്ര ദിവസമായി, വാപ്പാന്റെ കൈയൊന്നും ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് എത്ര ദിവസമായി, ഒന്ന് അണച്ചൂട്ടി പിടിച്ചിട്ട് എത്ര ദിവസമായി, ഒന്ന് മടി തലവെച്ച് കിടന്നിട്ട് എത്ര ദിവസമായി. നാളമ്മ വീട്ടിൻ്റെ മുൻപിൽ ഒരു മയ്യത്തായിട്ട് കിടക്കുമ്പോൾ മനസ്സമാധാനത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റണം, എൻ്റെ ഒരു പൈതലിനെ പോലെ ഞാൻ നോക്കിയിട്ടുണ്ട് റബ്ബേ, എന്നെ നോക്കിയതിൻ്റെക്കാൾ അപ്പുറം ലേ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ചെറുപ്പകാലത്തിൽ എന്നെ നോക്കിയതുപോലെ അവരെ നോക്കാനുള്ള കഴിവ് തരണേ പടച്ചോനേന്നാ കാരുണ്യം കാണിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ, ചെറുപ്പകാലത്തിൽ അപ്പിട്ട് മടിയിൽ, മൂത്രമൊഴിച്ചത് മടിയിൽ, വായിന്നൊലിച്ചത് മടിയിൽ, ചുണ്ടുമ്മല്, ഒന്ന് മാറ്റുമ്പോഴേക്ക് അടുത്ത് ഒഴിച്ചു. അതേ അവസ്ഥയിലേക്ക് വാർദ്ധക്യത്തിലെത്തും. മൂത്രമൊഴിച്ചു പോകുന്നത് തുണിയിൽ, അപ്പിട്ട് പോകുന്നത് കിടക്കയില്, വായ്മക്കൂടെ ഒലിക്കുന്നത് മുഖത്ത് നിറയും. അന്ന് കഴിക്കുന്ന ഭക്ഷണം മക്കളെ ചുണ്ടുമ്പലും ഇവിടെ ഒക്കെ ഉണ്ടാകും. അതേപോലെ അവരും ആവും. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ചെറുപ്പത്തിലും തണല് വേണം, വാർദ്ധക്യത്തിലും തണല് വേണം. എന്ന് ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, ഒരു വാപ്പരും മകളെ കൈപിടിച്ചേൽപ്പിച്ചു കൊടുക്കുന്ന എന്തിനാണെന്നറിയാവോ, അമ്മോളങ്ങി നോക്കുന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷെ ആ കൈപിടിച്ചേൽപ്പിച്ച വാപ്പാനെ കാണണമെങ്കിൽ മക്കള് പിയാപ്പളന്റെ മുൻപിൽ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഭർത്താവിന്റെ ലക്ഷണമൊന്നും അല്ലത്. എൻ്റെ വാപ്പയമ്മേന്റെ മാതിരി തന്നെ എനിക്കൊരു വാപ്പയമ്മയുണ്ട്. എന്നെ ഇഞ്ച കൈമലേക്ക് ഏൽപ്പിച്ചെന്ന വാപ്പാക്കും ഉമ്മാക്കും എൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടതുണ്ട്. കൈപിടിച്ചേൽപ്പിച്ച വാപ്പാനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടങ്ങൾ ആലോചിച്ച് നോക്കി. സ്വന്തം മോളെ ഒന്ന് കാണാൻ ഒരു വാപ്പ കാത്തുക്കേണ്ടി വരിക, പിയാപ്പളന്റെ കാല് പിടിക്കേണ്ടി വരിക, മോളോട് കെഞ്ചി പറയേണ്ടി വരിക. ഇതൊക്കെ ദുനിയാവിൽ നടക്കും. പക്ഷെ അതെത്ര കൊല്ലം ഉണ്ടാവും? മാക്സിമം 100. ആരും ഒരു 200 കൊല്ലം ജീവിക്കാൻ വന്നോന്നല്ല കേട്ടോ. 200 ഉറുപ്പ്യൻ്റെ ഒരു നോട്ട് പോക്കറ്റിലിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി, അതിലൊരു 100 ഉറുപ്പ്യൻ്റെ ആയുസ് എനിക്ക് ഇങ്ങൊക്കെ ഉള്ളൂ. 200 കൊല്ലം ഒരു മനുഷ്യനും ജീവിക്കൂല. ആകെ വന്നത് അള്ളാന്റെ ഹബീബിന് കൊടുത്തത് പടച്ചോൻ 63 കൊല്ലം. അതുകൊണ്ട് തന്നെ ഏത് ബന്ധങ്ങളേക്കും അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ കൂടെ പറഞ്ഞ മാതിരി വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ. കയർക്കല്ലേ മോനെ, മുഖം ചുളിച്ച് സംസാരിക്കല്ലേ, വെറുപ്പോടെ അവരെ നേരെങ്ങി നോക്കല്ലേ. സഹിക്കേണ്ടി വരും. വാർദ്ധക്യത്തിലേക്ക് ചെറിയ മക്കളെ സഹിക്കുന്ന മാതിരി സഹിക്കേണ്ടി വരും. പറയാറില്ല ചില മക്കളെ പറ്റിയിട്ട്, ഈ ചെറുക്കൻ എന്തോ ഒരു വാശിയാണ്. ആ വാശി എന്നെ വാർദ്ധക്യത്തിൽ വരും. ആ വാശി എന്നെ അവരെയും സങ്കടപ്പെടുത്തും. അന്ന് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അവരെ പരിഗണിക്കണം. ഏറ്റവും മനോഹരമായിട്ട് അവരോട് നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റണം. ഒരു വാപ്പ അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം
മകൻ വാങ്ങുകയാണ് പാട്ടം. അപ്പൊ വാപ്പ ഇങ്ങനെ ആലോചിച്ചു എന്നാ, ആ കളിപ്പാട്ടത്തിന്റെ വില പോലും എൻ്റെ മക്കൾ എനിക്ക് തരുന്നില്ലേനോ. ഒരു 5 ഉറുപ്പ്യന്റെ വില പോലും ഉണ്ടാവില്ല, ഒരു 5 നയാ പൈസയും കൈമേലുണ്ടാവില്ല. ആയ കാലത്ത് മമ്പാട്ടങ്ങാടിയിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവർക്കൊക്കെ കാലിച്ചായ വാങ്ങിക്കൊടുത്ത വാപ്പ ഇപ്പം മകന് ഗൾഫിൽ നിന്ന് അയക്കുന്ന മോളോട് ചോദിക്കാനുള്ള ബേജാറുകൊണ്ട് ഇങ്ങനെ തലയും കുമ്പിട്ട് നിസ്കാരവും കഴിഞ്ഞ് പുറക്ക് പോവുക. പേരക്കുട്ടിക്ക് ഒരു മുട്ടായിന്റെ പൈസ പോലും കൈമലില്ലാണ്ട്. വാപ്പറിയാണ്ട് വാപ്പന്റെ നിസ്കി പിടിച്ചതും സാധനം വാങ്ങാൻ തന്നേന്ന് മിച്ചം വാങ്ങിക്കൊടുത്തമ്മ മക്കള് പുറത്തു പോയിട്ട് ഏമ്പക്കം വിട്ടിട്ട് ബ്രോസ്റ്റും കരിച്ചതും പൊരിച്ചതും പൊട്ടിത്തെറിച്ചതും ചീറിപ്പാഞ്ഞതും തിന്ന് തിരിച്ചു വരുമ്പോഴും പറയാ, കാത്തുക്ക് എന്തിന്, അൽഹംദുലില്ലാ നിങ്ങൾ തിരിച്ചു വന്നല്ലോ എന്ന്. ഇതാ ഇന്നത്തെ കാലഘട്ടം. ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തോട് പലരും പറഞ്ഞിരുന്നു യത്തീം മക്കൾക്ക് വേണ്ടി യത്തീംഖാന തുടങ്ങാൻ. സുഭിക്ഷമായിട്ട് യത്തീംഖാനയായി. ഇപ്പൊ ആള് രഹസ്യമായിട്ട് പറയുന്നുണ്ട്, വാപ്പക്കും ഉമ്മക്കും വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടാത്ത വാപ്പക്കും ഉമ്മക്കും വേണ്ടിയിട്ട് ഒരു അഗതി മന്ദിരം, ഓൾഡ് ഏജ് ഹോം, ഇപ്പൊ അങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പേര്, അതൊക്കെ ഒന്ന് തുടക്കൂടെ. ഒരാൾ മരിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു പിടച്ചിലുണ്ടല്ലോ, അതിന് കൊടുക്കുന്ന ഒരു അനുശോചനം ഉണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ നല്ലതാ ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്കുന്ന നല്ലൊരു വാക്കും നല്ലൊരു പ്രവൃത്തിയൊക്കെ. ഒരു യാത്രയൊക്കെ പോകുമ്പോൾ ഒന്ന് കൂടെ കൂട്ടുക. ഇനി അധികം ദൂരത്തേക്കൊന്നും പോകണ്ട, വാപ്പേ വരി വണ്ടിമ്മ കയറി നമ്മൾ നോമ്പാട്ട് അങ്ങാടി പോവുക. അവിടെ നല്ല പൊരിച്ച സാധനം കിട്ടുന്നുണ്ട്. ഒരു ദിവസം തിന്നാലൊന്നും വാപ്പാർക്ക് ഒരു ചുക്കും സംഭവിക്കൂല. ഞാൻ പറയലുണ്ട്, കല്യാണപ്പുരയെ കാണാം, നമ്മളൊക്കെ ഇപ്പൊ നിക്കാവൊക്കെ കഴിഞ്ഞ് ചെറുപ്പക്കാരൊക്കെ ഡീസന്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ 2 കൂട്ടരായിരിക്കും ഐസ്ക്രീമിന്റെ അടുത്തും ഐസിന്റെ അടുത്തും ഒക്കെ ക്യൂ. ആരൊക്കെ ഉണ്ടാവും? പൂതിയാ. ആ പൂതി അറിയാനും മനസ്സിലാക്കാനും പറ്റാത്തൊരു മക്കള് അവനാന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ കൊട്ടാരുണ്ടാക്കിയിട്ട് AC റൂം വെച്ചെടുത്തിട്ടും കാര്യമല്ല. പടച്ചോനെ തിരയേണ്ടതേ പള്ളീൻ്റെ 1-ാമത്തെ സഫിലല്ല, മിനാരത്തിന്റെ മേലെയല്ല, കഅബാലയത്തിന്റെ ഉള്ളിലല്ല, നിസ്കാരപ്പായയിലല്ല, തസ്ബീഹ് മാലയിലല്ല. പടച്ചോനെ തിരയേണ്ടത് വാപ്പന്റെയും എൻ്റെയും കൽബിലാ, അവരെ പുഞ്ചിരിയിലാ, അവരെ സമാധാനത്തിലാ. നിന്നെ മകനായി കിട്ടിയതോർത്തിട്ടും നിന്നെ മരുമക്കളായി കിട്ടിയതോർത്തിട്ടും മനസ്സമാധാനത്തോടെ അവർ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ ഒരു സ്ഥലത്തും മക്കളെ പടച്ചോങ്ങളെ കുഴക്കൂല, അള്ളങ്ങളെ കുഴക്കൂല. നിങ്ങൾക്കെതിരെ മനസ്സ് വേദനിച്ച് പോയൊരു വാപ്പയും ഉമ്മയും ഉണ്ടെങ്കിൽ ആ വേദനിച്ച മനസ്സിന്റെ വേദന മാറാത്ത കാലത്തോളം നിങ്ങൾ എവിടെയും ജയിക്കാനും പോകുന്നില്ല, എവിടെയും സമാധാനിക്കാനും പോണില്ല. അതുകൊണ്ടാ ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്കുന്നത് ആ ബഹുമാനവും ആദരവും ഒക്കെ. അത് രക്ഷിതാക്കൾ മക്കൾക്ക് തിരിച്ചും കൊടുക്കണം. മക്കളൊരു പരീക്ഷണ, മക്കൾ ഒരു അനുഗ്രഹവുമാണ്, അതിനേക്കാളേറെ ഒരു പരീക്ഷണവുമാണ്. ഒരിക്കലും മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്ന ഒരു രീതി രക്ഷിതാക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അത് മക്കളായാലും ശരി, മരുക്കളാണെങ്കിലും ശരി. ഇന്ന് സ്നേഹത്തിൽ മാത്രമല്ല, ചിലര് സമ്പത്തിൽ വരെ വേർതിരിവാ. ചില മക്കൾക്കൊക്കെ കണ്ണായ സ്ഥലം ആദ്യം എഴുതി കൊടുക്കും, മരിച്ചു കഴിഞ്ഞിട്ടേ ഇത് ആരും അറിയൂ, മക്കൾ അറിയൂ. ബാക്കിയുള്ള മക്കൾ ആ വാപ്പാന്റെ ചതിയും ഉമ്മാന്റെ ചതിയും ആലോചിച്ച് മനസ്സ് ബേജാറായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഖബറിൽ പോലും സ്വൈര്യം കിട്ടൂല. അള്ളാന്റെ ഹബീബ നബി തങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഒരു മനുഷ്യൻ ജീവിക്കുകയും പടച്ചോനെ ഭയപ്പെടുകയും നിസ്കരിക്കുകയും നോമ്പ് നിൽക്കുകയും അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്തൊരു വ്യക്തി മരണസമയത്ത് അവന്റെ അനന്തര സ്വത്തിൽ എന്തെങ്കിലും അന്യായം കാണിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലാ ദഖലന്നാർ, ആ വാപ്പയുമേ നരകത്തിലായിരിക്കും, ആ വാപ്പയുമേ നരകത്തിലായിരിക്കും. ഇത് ഹക്കായ നിലക്ക് മക്കൾ നല്ല നിലക്ക് നോക്കിയിട്ടും ഒരുത്തം മണിയടിച്ചു വരുമ്പോ ആ മക്കൾക്ക് വേർതിരിവ് കാണിച്ച് എഴുതി കൊടുക്കുന്നവനെ പറ്റിയാട്ടോ പറഞ്ഞത്. അല്ലാതെ ആയ കാലത്ത് ഉമ്മാനെയും വാപ്പാനെയും നോക്കാണ്ട് ചവിട്ടിത്തേച്ച് ഇറങ്ങിപ്പോയിട്ട് അവനാന്റെ സൗകര്യം മാത്രം നോക്കുന്ന മക്കളെ പറ്റിയല്ല. നല്ല നിലക്ക് നോക്കിയിട്ടും അവസാനം ചതിച്ച് മക്കളെ ചതിക്കുന്ന വാപ്പാരുമാരുണ്ട്. നിങ്ങള് നല്ല ഞാൻ പറയുന്നത്, സ്വത്ത് എഴുതി വെക്കുന്നതിൽ, കണ്ണായ സ്ഥലം മാറ്റി വെക്കുന്നതിൽ, ചില പെൺകുട്ടിക്ക് മാത്രം കൊടുക്കൂ. ആൺകുട്ടികളെ പറ്റി പറയും ഓൻ അയച്ചുണ്ടാക്കിക്കോട്ടെ. എന്താ? ഓൻ്റെ ഓളോടുള്ള ദേഷ്യ, ഓൻ ഒന്നും ഇല്ലാത്തടുത്ത് കിട്ടിയതുകൊണ്ട് ഓളോടുള്ള ദേഷ്യം ഓനോട് തീർത്ത്. എങ്ങനെ? സ്വത്തിൽ കുറേ മോക്കങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു ഉമ്മന്റെ കൈത്തിലും കാൽമലും ഒക്കെ ഉള്ളത് മരിക്കുന്നതിന് മുമ്പ് ഉമ്മ ഉരിയം കൊടുത്തു. ആർക്ക്? അവക്ക് കൊടുത്തു. മാരങ്ങനെ കൊടുക്കുന്നതിനല്ലോ, പെൺകുട്ടിക്ക് മാത്രം കൊടുക്കരുത്. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇസ്ലാം പഠിപ്പിച്ചൊരു കണക്കുണ്ട്. അത് അനന്തര സ്വത്തിന്റെ നിയമ, ഫറായിദ് നിയമ. ആ നിയമത്തിൽ നിങ്ങൾ എന്തെങ്കിലും അന്യായം കാണിച്ചാൽ ദഖലന്നാർ, നരകത്തേക്ക് പോകേണ്ടി വരും. ഇനി അഥവാ വാപ്പനിമ്മനെ സ്നേഹിക്കുന്ന മക്കൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? മരണപ്പെട്ടതിന് ശേഷമേ അനന്തര സ്വത്ത് വീതുള്ളൂ. അനന്തര സ്വത്ത് മരണപ്പെട്ടതിന് ശേഷം വീതിക്കാനാ ഇസ്ലാമിക ചരിത്രത്തിൽ. മക്കൾക്കിടയിൽ ഒരു പ്രശ്നം വരാതിരിക്കാനാ. അങ്ങനെ വന്നാൽ ആ മക്കളിൽ നിന്ന് തലമുറകൾ മാറി 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 മക്കൾ വാപ്പനിമ്മനെ വെറുക്കും. ഇന്ന് വെറുക്കുന്നുണ്ട്. 3 മധ്യസ്ഥം ഞാൻ ഇപ്പൊ കഴിഞ്ഞു, 3-ാമത്തെ തലമുറയില്. എന്താ കാരണം? 3 തലമുറകൾക്ക് മുൻപുള്ള അമ്മ വാപ്പ വസിയത്ത് എഴുതി വെച്ചു പോയി. ആർക്ക്? മക്കളിൽപ്പെട്ട 1-2 ആക്ക്. ഇപ്പോഴും തീർന്നിട്ടില്ല. 3 തലമുറകൾക്ക് ഇപ്പറുള്ള പേരക്കുട്ടികൾ വരെ തമ്മിൽ പിണങ്ങില്ല. 8 കുടുംബം. ഇതിലാരാ ഉത്തരവാദി?
അതുകൊണ്ടാണ് മരിച്ചിട്ട് അനന്തര സ്വത്ത് വീതിക്കേണ്ടത് എന്ന് പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോഴല്ല. അത് കൊടുക്കുകയാണെങ്കിൽ പോലും മറ്റുള്ളവരോട് അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതൊന്നും പറഞ്ഞാൽ തീരാത്തത്, അത് പറയാൻ തന്നെ വേണം ഒരു ദിവസം അനന്തര സ്വത്ത്. അത് പറയുമ്പോൾ ചിലർക്ക് കിട്ടാനുള്ളതിനെ പറ്റിയ ധാരണ ഉണ്ടാവും, കൊടുക്കാനുള്ളതിനെ പറ്റിയ വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. ആ അനന്തര സ്വത്തിന് വാപ്പയമ്മയും മരിച്ചാൽ എന്താ ചെയ്യേണ്ടി? ആദ്യം അവർക്ക് കടമുണ്ടോ, ആ സ്വത്ത് വിറ്റിട്ട് തികയുന്നില്ലേ മക്കള് കൂട്ടണം, എന്നിട്ട് ആ കടം വാപ്പാന്റെ വീട്ടിൽ കൊടുക്കണം, ഉമ്മാന്റെ വീട്ടിൽ കൊടുക്കണം, ഖബറിൽ അവർക്ക് സമാധാനത്തോടെ കിടക്കാൻ. ഇന്ന് ഞാൻ പറയാറുണ്ട്, പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ ആദ്യം പറയാതാ, എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിൽ മൂത്ത മകൻ മുനീറിനെ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. ബേക്കുന്ന ഒരുത്തൻ പറഞ്ഞു, സുബ്ഹാനല്ലാ, മുനീർ ഓന്റെങ്കിലും തന്നാ മതിയേനു. അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് വാപ്പാന്റെ സ്വത്തും ചോദിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ കടവും ചോദിച്ചിട്ട് ഒരുത്തം വന്ന് ചോദിച്ചു മുനീറിനോടും, അല്ലേ ഈ തരാന്ന് അറിഞ്ഞിരുന്നല്ലോ, അങ്ങനെ ഒസിയത്തായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഒട്ടന മുനീർ അപ്പോഴേക്ക് ഇത് വീതം വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ആ മമ്പാട് മലന്റെ മേലുള്ള വാപ്പാന്റെ ആ 12 സെന്റ് അപ്പം കിട്ടി. ആ റോഡ് സൈഡിലുള്ളത് കിട്ടിയത് ഇളയോൻ ജമാലിനാ, നിങ്ങൾ ഓൻ്റെ അടുത്ത് പോയിക്കോളൂ. ജമാലിന്റെ അടുത്ത് പോകുമ്പോൾ ജമാൽ പറയും, ഉമ്മ അന്നുള്ള 65 പവനും പിന്നെ ഈ സ്വത്തിൻ്റെ കൂടി കൊടുത്തത് സുലൈത്താത്തക്കാ, നിങ്ങൾ സുലൈത്താത്തന് പോയി കാണും, അല്ലെ അളിയനെ കണ്ടോളി. അവസാനം വാപ്പാക്ക് ഖബറിൽ ഒരു സ്വൈര്യം ഉണ്ടാവില്ല, മക്കൾ ഇങ്ങനെ തമ്മിൽ തറ്റുന്നുണ്ടാവും. അതുകൊണ്ടാ വാപ്പാരെ പറഞ്ഞത്, മരിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്റെ കടങ്ങ് വീട്ടണം, എന്നിട്ട് ബാക്കി നിങ്ങൾ എടുത്താൽ മതിയെന്നാ. അങ്ങനെ എടുക്കാനേ പാടുള്ളൂ എന്നാ. അത് എഴുതി വെക്കൽ ഒരു രക്ഷിതാക്കളെ ബാധ്യതയ്യ. അതുകൊണ്ട് മക്കൾ നിങ്ങൾ ഇടങ്ങാറാക്കരുത്, മക്കൾക്കിടയിൽ വേർതിരിവുണ്ടാക്കരുത്. ഇന്ന് പ്രത്യേകിച്ച് ഒരു ഫാഷൻ ലോകത്താണ് നമ്മളെ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലിബറലിസം അത്രയേറെ നമ്മളെ മക്കളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വയലൻസ് ആണ് അവർ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, കണ്ടാൽ ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന കാഴ്ചകളിലേക്കാണ് നമ്മളെ മക്കൾ മനസ്സ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാപ്പ സങ്കടത്തോടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കൊലച്ച വായുണ്ട് അതിനൊരു 5-8 എണ്ണം ഒക്കെ അങ്ങനെ ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നു എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ കാറ്റടിച്ചതാ? അല്ല, ചെറുക്കൻ തലേന്ന് രാത്രി ഏതോ ഒരു സിനിമ ഉണ്ട്, പിറ്റേന്ന് കത്തി എടുത്തിട്ട് ഇങ്ങനെ അണച്ചുകൂട്ടി പിടിച്ച് കുത്തുക വായക്ക്. എന്തേ ഓ സിനിമയെ കണ്ടതാ? അത്രയേറെ വയലൻസ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ മലപ്പുറം ജില്ലയിൽ ഒരുത്തൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നു, റോഡ് ബ്ലോക്കായി, പോലീസ് ഇടപെട്ടു. അവസാനം ഇടപെട്ട പോലീസ് ആ വന്ന ഇൻഫ്ലുവൻസറോട് തിരിച്ചു പോകാൻ പറഞ്ഞപ്പം അവിടെ ഉദ്ഘാടനത്തിന് കൂടി നിൽക്കുന്ന 8-10 വയസ്സുള്ള മക്കൾ പോലീസിനോട് ഒരു വാക്ക്, കേരളം ഞങ്ങൾ കത്തിക്കും. ഞാളെ യൂട്യൂബറെ കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടില്ലേ, കേരളം ഞങ്ങൾ കത്തിക്കും. എന്താ ഇപ്പൊ യൂട്യൂബറുടെ ക്വാളിറ്റി? കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിന് പകരം അടിവസ്ത്രം പൊക്കി ആസന്നത്തിലേക്ക് ഇടും. പിരിഞ്ഞ മുടിയുമായി നാട്ടുകാർ മൊത്തം തെറി പറയും. മനുഷ്യന്റെ തോന്നിയാസങ്ങളുടെ പറ്റി ഇതൊക്കെയല്ലേ ഇപ്പം വയലൻസ് ഇഷ്ടപ്പെടുന്ന ആഗ്രഹങ്ങൾ? അതിനേക്കാളേറെ അതിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്ന കാഴ്ചകൾ, വെടിവെക്കുന്ന ഗെയിമുകൾ, പക്ഷാഘാതങ്ങളിലേക്കും മനുഷ്യന്റെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ 15 സെക്കൻഡിലധികം മക്കളെ മനസ്സിൽ നിൽക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കേണ്ട മക്കൾ പൊട്ടന്മാരാന്ന്. ഞാനൊക്കെ എന്തും ഇങ്ങനെ കണ്ട എന്റെ മനസ്സിലുണ്ടാകുന്നു, ഉണ്ടാവുന്നില്ല. 15 സെക്കൻഡ് റീൽസിൽ 10 സെക്കൻഡ് ആകുമ്പോഴേക്കും ഓനത് തോണ്ടിണ്ടാവും. ഓനത് മതിയായി, ഓനത് മതിയായി. അവന്റെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവന്റെ മൈൻഡ് അതിലേക്ക് മാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കുക. വയലൻസും ഹീറോയിസും എന്ന് പറഞ്ഞാൽ ചുണ്ടിലെരിയുന്ന സിഗരറ്റും കൊലപാതകങ്ങളും വെടിവെക്കലുകളും കഴുത്തുമുറിക്കലുകളും തച്ചുകൊല്ലലുമാണെന്ന് നമ്മളെ മക്കളെ ബോധ്യപ്പെടുത്തുന്ന നവലിബറൽ കാഴ്ചകളിലെ ലോകത്തേക്ക് മക്കൾ പോകുമ്പോ ആ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം ചിട്ടപ്പെടുത്തി കൂട്ടിപ്പിടിച്ച് പടച്ചോനോട് പ്രാർത്ഥിച്ചൊരുങ്ങേണ്ട രക്ഷിതാക്കൾ പോലും ഈ 15 സെക്കൻഡിന്റെ റീൽസിലാണ്. പിന്നെങ്ങനെയാ നമ്മളെ നാടും മക്കളും വഴി തെറ്റിയതിൽ നിന്ന് നേരെ വഴിക്ക് വരാൻ സാധിക്കുക? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അവസാനിപ്പിക്കുക. ഒരൊറ്റ ആയത്ത് കേട്ടപ്പോഴേക്കും മദീനത്തെ പള്ളിയിലെ പലരും ബോധം കെട്ട് വീണു. ഏതാ ആയത്ത്? ബോധം കെട്ട് വീണ സഹാബത്തിന്റെ മുഖത്തേക്ക് വെള്ളം തളിച്ച് റസൂല് ചോദിച്ചു, എന്തേ സഹാബത്തെ? റസൂലെ, ആ ആയത്ത് മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കി റസൂലെ. റസൂലുള്ള ചോദിച്ചു, ഏതായത്ത് സഹാബത്തെ? യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, 5 വക്തും നിസ്കരിക്കുന്ന അമ്മാരെ വാപ്പാരെ, സുന്നത്ത് നോമ്പെടുക്കുന്ന അമ്മാരെ വാപ്പാരെ, പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച ഉമ്മാരെ വാപ്പാരെ, അള്ളാന്റെ കഅബാലയം കണ്ട് ഉംറ ചെയ്ത ഉമ്മാരെ വാപ്പാരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സകാത്ത് കൊടുക്കുന്ന ഉമ്മാരെ വാപ്പാരെ, 114 സൂറത്തുകളിൽ നിന്ന് ആയത്തുകൾ ഓതി ഓതി കരയുന്ന ഉമ്മാരെ വാപ്പാരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ മാത്രം അത് പഠിച്ചാ പോരാ,
നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാ പോരാ, നിങ്ങൾ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം. നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. എന്റെ വീട്ടിൽ എന്റെ മകൻ ജനിച്ചത് ഒരിക്കലും ഒരു പരീക്ഷണമാവാൻ പാടില്ല. അതോ പറയും നാളെ പരലോകത്ത്, പടച്ചോനെ ഇനി ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയൊരു പരീക്ഷണം എന്താണെന്നറിയോ? ഈ വാപ്പന്റെ ഇമ്മന്റെയും മോനായി ജനിക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കി ഉമ്മാരെ വാപ്പാരെ, നിങ്ങളെ മക്കള് നാളെ പടച്ചോനോട് പറയാ, പടച്ചോനെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ? ഈ വാപ്പന്റെ ഇമ്മന്റെയും മക്കളായി വന്നു. വാപ്പക്ക് യാതൊരു ദീനുമില്ല, ഉമ്മക്ക് അത്രയില്ല, നിസ്കാരം നേരത്തിനില്ല, നോമ്പ് വെൽക്കലില്ല, നോമ്പ് പറ്റാത്തന്നെ ദ്വാരക്കലില്ല, ദീനില്ല, ദുനിയാവില്ല. തിന്നുക, ഉറങ്ങുക, കളിക്കുക, ഉറങ്ങുക, തിന്നുക, ഉറങ്ങുക, ഇതിങ്ങനെ പോണുണ്ട്. അല്ലാണ്ട് ഒരു ദീനീ ചിട്ടയിൽ പടച്ചോനെ ഭയപ്പെട്ട് ഖുറാന്റെ ആയത്തും ഒരു സുബീക്കെണീറ്റ് ഞങ്ങളെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിക്കാൻ കൊണ്ടുവന്ന ഒരു വാപ്പയും, ഖുറാൻ തിരിച്ചു വരുമ്പോഴേക്ക് ഖുറാൻ ഓതുന്ന പ്രേരിപ്പിക്കുന്ന ഒരു ഉമ്മയും, അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സലാം പറഞ്ഞിട്ടും ദുആ അർപ്പിച്ചിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പ്രാർത്ഥനയും കയറി വരുമ്പോഴുള്ള പ്രാർത്ഥനയും വീട്ടിൽ തോന്നിയാസം കാണാൻ പാടില്ല എന്നും ശരീരത്തിലെ വസ്ത്രങ്ങൾ പോലും പടച്ചോനെ ഭയപ്പെട്ട് ധരിക്കുന്ന മക്കളാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ കഴിവുള്ളൊരു വാപ്പയും മെയ്യായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്ര നശിക്കൂലായിരുന്നു പടച്ചോനെ എന്ന് മക്കൾ പറയും. ഇത് ഞാൻ പറഞ്ഞല്ല, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതാ. ചില തിന്മകൾ മക്കൾ പഠിക്കുന്നത് വീട്ടിൽ നിന്നാ. ചില മാതാക്കളുടെ നിസ്സഹകരണം കൊണ്ടും മൗനാനുവാദം കൊണ്ടും, ചില പിതാക്കളെ കൊണ്ടും പിതാക്കളുടെ മൗനാനുവാദം കൊണ്ടും. ചില നാടുകളിലൊക്കെ ചില ആഘോഷങ്ങൾ, ഇതര മത ആഘോഷങ്ങൾ, പൂരങ്ങൾ ഇതൊക്കെ വരുമ്പോ ചില മക്കളൊക്കെ അങ്ങനെ പറയും, ഞാനതിന് പോവും, ഞാനത് പോവും, ഞാൻ പോവും, ഞാൻ ലിപ്സ്റ്റിക് വാങ്ങും, ഞാൻ അത് വാങ്ങും, ഇത് വാങ്ങും. പറയും മക്കളെ വേണ്ട, അതൊന്നും ശരിയല്ല, ഇതൊന്നും നമ്മളെ മതത്തിന് യോജിച്ചതല്ല. ഈ മതം ഏത് കാര്യം ചോദിച്ചാലും മതത്തിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ ഇടങ്ങാറാക്കണ്ടേ? ഐറ്റിങ്ങളൊരു പൂതിയല്ലേ, ഓലങ്ങ് ചെയ്തോട്ടെ. ഇനിയിപ്പോൾ അത് ഏതെങ്കിലും ഒരുത്തരുള്ള കണക്ഷൻ ആണെങ്കിലും ആദ്യം പറയുന്നറിയോ, അതൊന്നും ഇപ്പം നോക്കണ്ട, ഓളെ ഇഷ്ടമാണ് എങ്ങനെ നടക്കട്ടെ. ഓനാരായിരിക്കും 4 ആൽമേൽ രാത്രി കഞ്ചാവ് അടിച്ചു, രഹസ്യ സമ്മതം കൊടുത്ത് രഹസ്യ സഹായം ചെയ്ത് കുടുംബം നശിപ്പിക്കുന്ന അമ്മാരുണ്ട്, അപ്പാരുണ്ട്. ഞാൻ ആക്ഷേപിക്കല്ലോ. അവസാനം 4 കാലിൽ മക്കള് കഴുത്തറുത്ത് തൂങ്ങി മരിച്ച മക്കളെ മയ്യത്ത് കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നൊരു ഗതികേട് പല കുടുംബത്തിലും കാണുമ്പോൾ അള്ളാന്റെ ബർക്കത്തോടു കൂടി 100 കണക്കിന് ആൾക്കാർ ദുആ ഇറക്കുമ്പം ബാറക്കല്ലാഹു ലക്കുമാ ചെല്ലുമ്പം വാപ്പ സന്തോഷത്തോടെ കൈപിടിച്ചേൽപ്പിക്കുന്ന ഒരു കുടുംബം പോകുമ്പം ഇനി അഥവാ പരീക്ഷണമാണോ, ആ കുടുംബത്ത് സ്വൈര്യല്ലേ, അത് അള്ളാഹ് തന്നൊരു പരീക്ഷണമാണെന്ന് കരുതുമോളെ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്, സമാധാനമുണ്ട്. എന്നാൽ സ്വയം വരുത്തി വെച്ച ഫിത്തിനയിൽ ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണെന്ന് സ്വയം തോന്നുന്ന ഒരു കുറ്റബോധവും വേദനയുണ്ട്. രണ്ടും രണ്ടാ. അത് മക്കളും കൂടി അറിയണം. വാപ്പയമ്മയും നല്ല നിലക്ക് വളർത്തിക്കൊണ്ടുവന്ന് പഠിപ്പിച്ച് ദീനീ ചിട്ടയിൽ മദ്രസയെ ചേർത്ത് അതിനുശേഷം നാട്ടിലുള്ള സർവ്വ ഖുർആൻ ക്ലാസ്സിലും പങ്കെടുപ്പിച്ച് അതോടൊപ്പം അവന്റെ ഭൗതിക ഡിഗ്രിയും നേടിക്കൊടുത്ത് MBA-കാരനായി നല്ലൊരു ജോലിയിലേക്ക് എത്തി, വിദേശത്ത് ചെന്ന് ഗൾഫിൽ ജോലി വാങ്ങി തിരിച്ച് നാട്ടിൽ വന്ന് നല്ലൊരു പെൺകുട്ടിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അള്ളാന്റെ ദീനിനെ സാക്ഷി നിർത്തി യാതൊരു മാമൂലുകളും ആചാരങ്ങളും ഇല്ലാണ്ട് കുടുംബക്കാരെ പ്രാർത്ഥനയോടെ ഒരു പെൺകുട്ടീനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് റൂമിൽ കയറി ദാമ്പത്യ ജീവിതം മക്കളോടൊപ്പം ആഘോഷിക്കുന്നതും വാപ്പനെയും പറയുന്നത് അനുസരിക്കാതെ ധിക്കരിച്ചുകൊണ്ട് പഠിക്കാതെ വിദ്യാഭ്യാസം നേടാതെ നാട്ടിലുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ കൂടെ കൂടി റോഡ് വക്കിലിരുന്ന് കമന്റ് പറഞ്ഞ് അവസാനം രാത്രി കഞ്ചാവിന് അടിമപ്പെട്ട് മൂക്കുമുട്ട ബിരിഞ്ചിച്ചോറ് അതല്ലെങ്കിൽ മൂക്കുമുട്ട രാത്രികാല ഭക്ഷണം കഴിച്ച് അവസാനം കിടന്നുറങ്ങുന്ന ബെഡിൽ ചെന്ന് കിടന്ന് പോൾ സൈറ്റ് ഓണാക്കി ബ്ലൂ ഫിലിമിന്റെ രംഗം കണ്ട് പകുതി അർദ്ധമയക്കത്തോടുകൂടി കണ്ണടഞ്ഞു കിടന്ന് നേരം വെളുത്ത് സൂര്യനുദിക്കുമ്പം എഴുന്നേറ്റ് തലക്കനം വിട്ടുമാറാൻ വേണ്ടി വീണ്ടും കഞ്ചാവ് അടിച്ച് അവസാനം പെണ്ണ് കെട്ടാൻ നേരത്ത് പെണ്ണ് കിട്ടാതാകുമ്പോ ഏതോ പെണ്ണിനെ പോയി കള്ളത്തരം പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്ന് ചാടിച്ചു കൊണ്ടുവന്ന് നശിപ്പിക്കുന്നതും രണ്ടും ഒന്നല്ല. ഇതിലേതു വേണമെന്ന് മക്കളോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം, എങ്ങനെ ജീവിക്കണം എന്ന്. മറ്റേ തരത്തിൽ ജീവിക്കുന്നവനെ കണ്ടിട്ട് അത് ഹീറോയിസാന്ന് വിചാരിക്കണ്ട, അത് ഏറ്റവും വലിയ നാണക്കേടാണെന്ന് പറയണം. അതിനെന്ത് വേണമെന്ന് പറയും, കുടുംബത്തിൽ ഇത് കുടുംബത്തിൽ നമ്മൾ ആദ്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇന്നതിനെന്താ ചില കുടുംബങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാ ഇന്ന് ബർത്ത്ഡേ മുതൽ സഞ്ചയനം വരെ സ്റ്റാറ്റസും ഷെയറും റീൽസുമാണ്. ബർത്ത്ഡേ മുതൽ സഞ്ചയനം വരെ. ഈ ബർത്ത്ഡേ ഒന്നും പാടില്ലട്ടോ, കാരണം അത് പിന്നീട് സ്വയം ആഘോഷിക്കാനുള്ള വകുപ്പുകളിലേക്ക് എത്തും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ മതത്തിന്റെ പേരിൽ പുതിയ പുതിയ ആഘോഷങ്ങളൊക്കെ വന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ പറയല്ലേ മുഹറം മാസത്തിൽ അല്ലെങ്കിൽ റജബ് മാസത്തിൽ ബറാഅത്ത്, ഷാബാനിൽ ബറാഅത്ത്, റജബ് നോമ്പ്. ഇതെങ്ങനെ വന്നതാന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ചരിത്രം അറിയുന്നത്. റസൂലുള്ള പറഞ്ഞിട്ടില്ല, ഖുലഫാഉ റാഷിദീങ്ങൾ പറഞ്ഞിട്ടില്ല, ആദ്യത്തെ 3 നൂറ്റാണ്ട് 300 കൊല്ലത്തിന്റെ ഇടക്ക് വന്നിട്ടില്ല.
തോന്നി ഓരോ മാസവും ഒരു വെറൈറ്റി ആഘോഷം വേണം. അങ്ങനെ വന്നു. റജബിൽ അത്, ഷഅബാനിൽ ബറാത്ത്, റമളാനിൽ നോമ്പ്, ശവ്വാലിൽ പെരുന്നാള്, അങ്ങനെ വന്നതാ മൗലൂദും ഒക്കെ. അതുകൊണ്ടാ തൈവ പാടിയതും മൗലൂദ് കൈക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഇങ്ങനെ വന്നതാ. അന്ന് അവര് ഈ മതത്തിന്റെ ആഘോഷം ആഗ്രഹിച്ചിരുന്ന ചില ആൾക്കാർ, ഷിയ മനസ്സുള്ള ആളുകൾ ചിന്തിച്ചത് ഓരോ മാസത്തിലും ഒരു വെറൈറ്റി ആഘോഷം. അന്ന് ചിലര് ഭയങ്കര ഭക്ഷണം ഉണ്ടാക്കല്, കൂടല്, തിന്നല്, അടിച്ചു പൊളിക്കല്, എന്തെങ്കിലുമൊക്കെ കുറെ പാടല്, ചെല്ലല്, അങ്ങനെ വന്നതാ. അങ്ങനെ വന്നതാ ബുർദയും മജ്ലിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നതാ. ഇന്ന് നമ്മുടെ കൂട്ടത്തിലെ ചിലർക്ക് തോന്നി ഏതായാലും അതൊക്കെ പഴഞ്ചനായി, ഇനി പുതിയ പുതിയ ആഘോഷം വരണം, ഓരോ മാസം വന്നില്ലെങ്കിലും ഇടക്കിടക്ക് വരണം. അപ്പൊ എന്തൊക്കെ വന്നു? ആദ്യം വന്നു പെൺകുട്ടി ജനിച്ച ബർത്ത്ഡേ ആഘോഷം വന്നു. കുറച്ച് കാലം കഴിഞ്ഞ് കുട്ടിക്ക് ഒരു 4 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കാതുകുത്താൻ കൊണ്ടുപോയി. കാതുകുത്ത് കല്യാണം. ഇതെന്തിനാപ്പം? ഷെയർ ഇടാനും ലൈക്ക് വാങ്ങാനും വീഡിയോ പകർത്താനും. കുറച്ച് കഴിഞ്ഞ് കുട്ടിക്ക് ഒരു 7 വയസ്സായി, ഓക്ക് വലിയ പെണ്ണാന്ന് അറിയിച്ചു, അപ്പോ മാസ കല്യാണം. ഇങ്ങനെ പോകുക ഓരോന്നും. എത്ര കുടുംബങ്ങളിലാ ഓരോരോ ആചാരങ്ങൾ പുതിയ പുതിയ വരുന്നത്. ഇതിന് നിന്നൊടുക്കുന്ന ചില വാപ്പാരുണ്ട്, വയസ്സന്മാര് വാപ്പാര്. വാപ്പന്റെ അമ്മേനെ 50-ാം വിവാഹ വാർഷികം, വാപ്പയും നല്ല പൊളിച്ച് കുട്ടപ്പനായിട്ട് സുന്ദരന്മാരായിട്ട് കുത്തിരിക്കുന്നത് കാണാം. ഒരു സന്തോഷങ്ങൾ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്, മനസ്സ് തുറന്ന് സംസാരിച്ച് തീർത്തോ? ഇതിപ്പോ എന്തിനാ അതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? നാട്ടുകാരെ ലൈക്കും ഷെയറും കിട്ടണം. അതല്ലാത്ത എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടോ? പോയോലല്ലേ മുട്ടായിന്റെ ഗോപുരം കയറ്റി കയ്യും പിടിച്ചിട്ട്. ഇപ്പൊ അതൊക്കെയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെൺകുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവൾക്ക് നിങ്ങൾക്കൊരു ഹദിയ കൊടുക്കാം. അത് അവളുടെ വലിയന്റെ കൈമ കൊടുത്തിട്ട് അവളെ ഏൽപ്പിക്കാൻ പറയണം. അത് നിങ്ങളുടെ ഒരു സന്തോഷമാണ്, മധുരാണ്. അതുകൊണ്ടാണ് കണ്ടുപോകുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറയുന്നത്. പണ്ടൊക്കെ അത് എന്തെങ്കിലും ഒന്ന് കൊടുക്കലേ ഉള്ളേനു. ഞാനൊക്കെ എക്കളേറിന്റെ മുട്ടായി കൊണ്ടുപോയത് 75 ഉറുപ്പ്യന്റെ. അതിലാകെ 65 എണ്ണങ്ങാനെ ഉള്ളതിനൊന്ന് പിന്നെ ഒളിഞ്ഞോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതല്ലല്ലോ സ്റ്റാറ്റസ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം തെറ്റിപ്പോയി. കാരണം എന്താ? ഓൻ കൊണ്ടുവന്ന 3000 ഉറുപ്പ്യന്റെ മുട്ടായി ആണല്ലോ. ഓള് പ്രതീക്ഷിച്ച് 30,000-ൻ്റെതാ. കുട്ടികാരികൾ പറഞ്ഞ പോലെ അഷ്ടിക്ക് വകല്ലാത്തവന്റെ പേരൊന്നും പോകണ്ടാന്ന്. മുട്ടായി തിരിച്ചു പൊരേ കൊണ്ട കൊടുത്തിട്ട് പറഞ്ഞു ഞാള് മുന്നോട്ടില്ലാന്ന്. എന്താ ഇപ്പൊ കുഴപ്പം? ചെറുക്കൻ്റെതല്ല, ഓന്റെ വീടിന്റെ അല്ല, ഓന്റെ ദീനല്ല. കൊണ്ടുവന്ന മുട്ടായി ചെറുതായി പോയി. ഇനി മുട്ടായി വലുതാക്കുന്ന പോലെ ഉദ്ദേശം എന്താ? പോകാനായിട്ട് കുറെ മാരുണ്ടാവും. ഞാൻ കുറ്റം പറയല്ലോ കേട്ടോ. പർദ്ദട്ടോള്, ചുരിദാർ ഇട്ടോള്, ടോപ്പ് ഇട്ടോള്, പിന്നെ കൂടെ കാണാൻ കുറെ വയസ്സത്തിമാര്, കുറെ വെള്ളത്തുണി കുപ്പായിട്ട കാരണവന്മാരും. മുൻപിലുള്ളോള് ഗോപുരം, 2ാമത്തോള് താജ്മഹൽ, 3ാമത്തോള് കുത്തുബ് മീനാർ, 4ാമത്തോള് വേറെ എന്തെങ്കിലും. ബേക്കലുണ്ടാവും ക്രെയിനിന്റെ ആ ചങ്ങായി. യാതൊരു അവസ്ഥയില്ലാത്ത ആചാരങ്ങൾ മാറിക്കൊണ്ടിരിക്കാൻ 80,000 രൂപ വരെ ഇപ്പൊ മുട്ടായിക്ക് വേണ്ടി ചെലവാക്കുന്നു. അതവിടെ നിൽക്കട്ടെ. 80,000 വരെ മുട്ടായിക്ക് ചെലവാക്കുന്നത് പോട്ടെ, ഡെക്കറേഷനുകൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങളെ മേലേക്ക് എത്താൻ തുടങ്ങി. ഡെക്കറേഷനുകൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങള്. ഡെക്കറേഷൻ വേണ്ടാന്നൊന്നുമല്ല, ഇതൊക്കെ ഒരു പവറാ, സ്റ്റൈലാ, വെറൈറ്റിയാ. ആളുകൾക്ക് അതാ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ആളുകൾ ഓടിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഒരു കാര്യത്തിലേക്ക് ചുരുങ്ങി. റബ്ബിന്റെ തൃപ്തി വേണ്ട, നാട്ടുകാരെ തൃപ്തി വേണം, ലൈക്കും വേണം, ഷെയറും വേണം. ആ ഒരു മീഡിയകൾക്ക് മുൻപിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ എത്രത്തോളം എന്ന് ചോദിച്ചാ, കല്യാണ തലേന്ന് വരന്റെ വീട്ടിലേക്ക് സർപ്രൈസ് എൻട്രി. പോണ്? പെണ്ണ്. എന്നിട്ട് അവിടെ പോന്നിട്ട് അവിടെ ചെന്നിട്ട് ഹാലും കോലും ഉണ്ടാക്കിയിട്ട് ബേജാറാക്കിയിട്ട് ഇറങ്ങിപ്പോരുക. ഇനി പിയാപ്ലൻ ഓളെ വീട്ടിലേക്ക് ഒരു സർപ്രൈസ് എൻട്രി. തലേന്ന് രാത്രി കഴിക്കാൻ വന്ന ഭക്ഷണക്കാർ പ്ലേറ്റും പിടിച്ചിട്ട് ഒരു വള്ളപ്പത്തിന്റെ പകുതിയായിട്ട് ബേജാറാകുക. പുരക്കാരൻ ഐഡിയകള് ഗാനമേളക്ക് തുള്ളാൻ പോയതാ. എത്ര കുടുംബങ്ങളിൽ ആ മനുഷ്യരെ പടച്ചോന്റെ ബർക്കത്തില്ലാത്ത, എത്ര ദാമ്പത്യ കുടുംബ ബന്ധങ്ങളാ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ എഴുന്നേറ്റ് നിന്ന കൂര തട്ടുന്ന ഈത്തപ്പന ഓലൻ ഒരു ഗുളികയും കുടിക്കാണ്ട് പകലന്തിയോളം മനസ്സറിഞ്ഞ് കിടന്നുറങ്ങിയവരുണ്ട്. സഹാബത്ത്, പിന്തുടർച്ചക്കാര്. ഇന്ന് 3 ഗുളിക കുടിച്ചാലാ ചില ഭാര്യമാർക്ക് ഉറങ്ങാൻ പറ്റുക. അട്ടപ്പാതിര 12 മണി വരെ ബെഡിന്റെ ബെഡേതാ, വീട്ടിന്റെ കിടക്കേതാ, ഡ്യൂറോഫെക്സ് മെല്ലെ കുഷ്യനുള്ളത്. തൽക്കാണിയോ ഇരുന്നാ കിടന്നാ എണീക്കാൻ തോന്നാത്ത. അതുമല്ല എന്തേപ്പം ഇല്ലാത്ത സമാധാനം മാത്രമല്ല, രണ്ടാളും 2 ഭാഗത്തേക്കും ചെരിഞ്ഞു കിടന്ന് 1:30-2 മണി വരെ അങ്ങനെ അങ്ങോട്ട് ചാറ്റ് ചെയ്ത് അങ്ങോട്ടും കിടന്നുറങ്ങും ഇങ്ങോട്ടും കിടന്നുറങ്ങും. മാസത്തിൽ ഒരിക്കലെങ്കിലും കെട്ടിയ പെണ്ണിനെ തൊടാത്തവരുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അണച്ചുകൂട്ടാത്തവരുണ്ട്. ഒരു രാത്രിയെങ്കിലും അന്ന് തോന്നുന്ന ഒരു ദാമ്പത്യം ഉണ്ടല്ലോ, അത് പാട്ടിണിയാണെങ്കിലും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്ന സമാധാന. അതാ സ്നേഹം. അല്ലാണ്ട് ഇന്ന് സ്നേഹം എന്താന്ന് ചോദിച്ചാൽ ചിലർ പറയുന്ന ഒക്കെ എന്തിന്റെ കുറവാ? ഉടുക്കാനുള്ളത്, പോകാനുള്ളത്. നാള് 40,000-ന്റെ ഫോണാ ഞാൻ വാങ്ങിക്കൊടുത്ത്. മനുഷ്യരെ, സ്നേഹം പൈസ കൊണ്ട് വാങ്ങിക്കൊടുക്കുന്ന ഫോണും പൈസയും തിന്നാനുള്ള ഒന്നല്ല.
സ്നേഹം എന്ന് പറഞ്ഞ ഒരു പരിഗണനയാ. അത് മക്കൾ കാണേണ്ടത് രക്ഷിതാക്കളുടെ കുടുംബത്തിൽ നിന്നാണ്. മക്കൾ അത് കണ്ടു വളരണം. എന്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്കിൽ വിഷയം ഉണ്ടെങ്കിൽ ബെഡ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ്? നിങ്ങളുടെ വാക്കുകൾ മക്കളുടെ മനസ്സിൽ നെരിപ്പോടുണ്ടാക്കരുത്, സങ്കടം ഉണ്ടാക്കരുത്. ഇന്ന് മക്കളെ മുൻപ് പാച്ചത്തെറി പെണ്ണുങ്ങളെ വിളിക്കുന്നവരുണ്ട്, കാര്യം തെറി. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കാണാം പിന്നെ ക്ഷമാപണം നടത്താൻ പോകുന്നത്, ഓളയും കൂട്ടിയിട്ട് ഒരു ബ്രോസ്റ്റ് തിന്നാൻ പോകുന്നത്. ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം അഭിനയ, എല്ലാം വല്ലാത്തൊരു അഭിനയ ലോകത്തേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഭ്രാന്തന്മാരെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ഭ്രാന്തന്മാരുടെ കോമാളിത്തരങ്ങളാണ് ആളുകൾ ഐഡന്റിറ്റി ചെയ്യുന്നത്. പാവനമായ പവിത്രമായ കല്യാണ സദസ്സുകളിൽ പോലും വേഷം കെട്ടിത്തുള്ളുന്ന കോലങ്ങളെ, ഭ്രാന്തന്മാരെ കൊണ്ടുവന്ന് തുള്ളിക്കുക, പണി കൊടുക്കാൻ. 10,000 പടകങ്ങൾ പൊട്ടിത്തീരുന്നു, 25,000 പൂത്തിരി കത്തിത്തീരുന്നു. പൈസന്റെ വില അറിയണോ? മെഡിക്കൽ കോളേജിന്റെ വരാന്തേ ചെന്നാ മതി. ഞാൻ ഇടക്കിടക്ക് പോലുണ്ട്. ഇടക്കിടക്ക് CH സെന്ററിന്റെ മുൻപിലുള്ള ചില കാര്യങ്ങൾക്കും അവിടെ ആളുകളെ സഹായിക്കാനും വേണ്ടി പോകുമ്പോൾ ഞാൻ കാണുന്ന ചില കാഴ്ച ഉണ്ട്. ഒരു നിസാരമായ ബ്ലഡിന്റെ ടെസ്റ്റിന്റെ മുൻപിൽ കാത്തുനിന്ന് കിട്ടുന്ന ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് അറിയുമ്പോൾ ആ ടെസ്റ്റും പിടിച്ച് നെഞ്ചു പൊട്ടി കരയുന്നവന്റെ കണ്ണീര് കണ്ടിട്ടുണ്ടോ മനുഷ്യരിങ്ങൾ? നിങ്ങൾ കണ്ടത് സിനിമയിൽ അഭിനയിക്കുന്നവന്റെ കണ്ണീരല്ലേ? നിങ്ങൾ കണ്ടത് ദുനിയാവിൽ മറ്റെന്തെങ്കിലും കണ്ണീരല്ലേ? അറിയണോ? ഒരു മെഡിക്കൽ കോളേജിന്റെ വരാന്ത ചെന്ന് നിൽക്കണം. 39ാമത്തെ വാർഡ് മുതൽ 41ാമത്തെ വാർഡ് വരെ ഒരു തവണ കാല് വെച്ച് നടന്ന വിറയ്ക്കും. പിന്നെ അവസാനം ഷീട്ടും പിടിച്ച് നെഞ്ചുപൊട്ടി നിൽക്കുമ്പോ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിക്കൊടുത്ത്, വെള്ളം കൊടുത്ത്, മരുന്നിനുള്ള ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്ത് തിരിച്ചയക്കുമ്പോ പിറ്റേന്ന് മുതൽ നേരം വെളുത്തിട്ട് 4:45 അലാറം വെച്ച് എഴുന്നേറ്റ് കഞ്ഞിക്കും പയറിനും വേണ്ടി മെഡിക്കൽ കോളേജിന്റെ താഴെ കോവൂര് മുതൽ മെഡിക്കൽ കോളേജിന്റെ മറുഭാഗത്തുള്ള മായനാനിവിടെ ക്യൂ നിൽക്കുന്നവന്റെ നെഞ്ചിന്റെ ഉള്ളിലെ പടപ്പറിഞ്ഞ കാളയൂല മനുഷ്യരെ ₹1, കാളം തോന്നൂല ₹1. ആ തിരിച്ചറിവാണ് ദീന്. അല്ലാണ്ട് ദീൻ എന്ന് പറഞ്ഞാല് സുബീസ്കരിച്ചിട്ട് എല്ലാ തുന്യാസത്തിനും ഇറങ്ങലല്ല, എല്ലാ വിവരക്കേടിനും പോലല്ല. ആ തിരിച്ചറിവാണ് കുടുംബത്തിൽ വേണ്ടത്. ആ മനോഹരമായ ഒരു ജീവിത ഇന്ന് മൊത്തത്തിൽ ഒരൊറ്റ കാര്യം പ്രകടമായി കൊണ്ടിരിക്കുക. മനുഷ്യന്റെ ലജ്ജ, ഈ നാണുണ്ടല്ലോ, അത് എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഉളുപ്പില്ലായ്മ, ആ ഉളുപ്പില്ലായ്മ എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ്. നമ്മളൊക്കെ ഒരു കാലത്ത് ഭ്രാന്തന്മാരെ കാണുമ്പോൾ, അന്ന് അപൂർവമായിരുന്നു ഭ്രാന്തന്മാര്. ഇപ്പൊ ഒരു ഭ്രാന്തനത പോന്നാന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ അങ്ങനെ നോക്കിക്കും അല്ലെ? ഓനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് പിന്നാലെ പോക്കിയിട്ട് ഓനെങ്ങനെ നോക്കിക്കും, ഓനെന്താ വേദനയാക്കും, ഓനെ കളിപ്പിക്കും. കാരണം ഭ്രാന്തന്മാരുടെ മാനസികാവസ്ഥ എന്തെന്ന് അവർക്ക് പോലും അറിയൂല. അതുകൊണ്ട് തന്നെ അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടും, എന്തൊക്കെയോ അവർ ചെയ്തു കൂട്ടും. അതൊക്കെ കാണാൻ കുട്ടികൾ കൂട്ടം കൂടിയിരുന്നു. ഇന്ന് ആ മാനസിക വൈകല്യം ബാധിച്ച ആളുകളെ കാണാൻ ക്യൂ. എവിടെ? യൂട്യൂബിന്റെ മുമ്പിൽ. മാനസിക വൈകല്യം ബാധിച്ച ആളുകൾ, എന്തൊക്കെ മാനസിക വൈകല്യമുള്ളത്? ഒന്നും ഉടുക്കാതെ പുറത്തേക്ക് ഇറങ്ങുക, അത് പെണ്ണുങ്ങളാണ്. അത് കാണാൻ കുറച്ച് ആണുങ്ങൾ ക്യൂ. ഓള് വന്ന അതിന് ക്യൂ, ഓൾ ഉദ്ഘാടനം ചെയ്യാമെന്ന അതിന് ക്യൂ. പെണ്ണിന് എന്നെ തോന്നി തുടങ്ങി ഉടുക്കാണ്ട് വന്നാലേ ലൈക്കും ഷെയറും ഉള്ളൂ. ഇതാര് വരുത്തിയതാ? കണ്ടു നിൽക്കാൻ ആഗ്രഹിച്ച് നോക്കി നിൽക്കുന്ന ചില മാനസിക രോഗികൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന മാനസിക രോഗികൾ. മറുഭാഗത്ത് ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസർമാര് സമൂഹത്തിനൊരു ഗുണവും ചെയ്യാതെ ആരാന്റെ കടയിൽ ചെന്ന് എന്തൊക്കെയോ മൂക്കുമുട്ട വലിച്ചു കയറ്റി മനുഷ്യന്റെ ആമാശയം കത്തിച്ചു കളയുന്നതിന്റെ വിശദീകരണം കൊടുത്ത് ആശുപത്രികൾ, അരുതാലയങ്ങളെ കശാപ്പ് ശാലകളാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ചില രാത്രികാല ഫുഡിന്റെ ബ്ലോഗർമാർ വന്നിട്ട് മൂക്കുമുട്ട തിന്നിട്ട് പറയും, നിങ്ങൾ അവിടെ പോയി തിന്നോളി, ഇതൊക്കെ ഉഷാറാണ്. നിങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം കേട്ടില്ലേ, അജിനാമോട്ടോയുടെ 1 മില്ലി ഇത് ഉള്ളിൽ ചെന്നാൽ ഗർഭിണികളും കുട്ടികളും അത് കഴിക്കാൻ പാടില്ല എന്നാണ്. അത് കേരളത്തിൽ ഒരു ചെറിയ പെട്ടിക്കോള വാർത്തയിലേ വന്നിട്ടുള്ളൂ. അത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഒരു വാട്സപ്പുകാരനെ അത് പ്രചരിപ്പിച്ചിട്ടുമില്ല. അത് അത്രയേറെ ദോഷമാണ്. നിങ്ങൾ ലിപ്സ്റ്റിക്കിന്റെ കണ്ടില്ലേ? കേരളത്തിലെ മുഖ്യധാര ഒരു പത്രത്തിലെ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു, ഒരു പെൺകുട്ടി ലിപ്സ്റ്റിക്ക്, അത് ഏത് നല്ല നിലക്ക് വരുന്ന ലിപ്സ്റ്റിക്ക്, യൂറോപ്യൻ രാജ്യത്തുനിന്ന് വരുന്ന കോസ്മെറ്റിക്കിന്റെ നല്ല ലിപ്സ്റ്റിക് ഉപയോഗിച്ചാൽ തന്നെ 10,000% അവന്റെ ഉള്ളിലേക്ക് അതിന്റെ വിഷാംശം ഇറങ്ങുന്നുണ്ട് എന്നാണ്. അതുപോട്ടെ, നാട്ടിൽ വരുന്ന ലോക്കൽ സാധനം വാരി പറ്റിച്ചിട്ടാ 2ാം ക്ലാസ്സിലെ മോളും ചുണ്ടു ചോപ്പിച്ചിട്ടാ വരുന്നത്. ഈ കോസ്മെറ്റിക് ഉപകരണങ്ങൾ എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്ത് മാനസിക വൈകല്യമുള്ള ആളുകൾക്കും ഇന്ന് സമൂഹം കൊടുത്തൊരു പേരാണ് ഇൻഫ്ലുവൻസേഴ്സ്. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല.
എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിയിട്ടും തോന്നിയാസങ്ങൾ കാട്ടിയിട്ടും ആരാന്റെ കുടുംബങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കിയും അവനാന്റെ കുടുംബത്തിന്റെ അടുക്കള രഹസ്യങ്ങളും കിടപ്പറകളും സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ചും ആണ് പെണ്ണിന്റെ വേഷം കെട്ടി കുഞ്ഞന്റെ സ്വഭാവം ഉണ്ടാക്കി സംസാരിച്ചും അതല്ലെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങൾ കുത്തിപ്പെരിപ്പിച്ച് വലുതാക്കി വലിയ വലിയ വേദികൾ ഒരുക്കി വലിയ വലിയ മാലകളും പടക്കങ്ങളും പൊട്ടിച്ച് കുട്ടിയുടെ ജന്മദിനം മുതൽ വെഡിങ് ആനിവേഴ്സറി മുതൽ മറ്റു പലതും ആഘോഷിക്കുന്ന ഈ ലോകത്തെ മാനസിക രോഗികൾക്ക് ലോകം കൊടുത്തൊരു പേരാണ് ഇൻഫ്ലുവൻസേഴ്സ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അല്ല. അത് കണ്ട് രസിക്കാൻ ഇന്നത്തെ ചില മാതാക്കളും പിതാക്കളും എത്രയേറെ അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. യൂട്യൂബ് അത് ഇത് എന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾ നമ്മളെ മക്കളെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയാറുണ്ട്, അവനാന്റെ വീട്ടിൽ മൊബൈൽ ഉപയോഗിക്കുന്നതിനൊക്കെ ഒരു ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കണം. വാപ്പയമ്മ ഇരിക്കി, വാപ്പയമ്മയും മക്കളും ഒരുമിച്ചിരിക്കി ഒരു അരമണിക്കൂർ ആഴ്ചയിലൊരിക്കല് അവള് ചോദിക്കട്ടെ, അവള് പറയട്ടെ അവളെ മനസ്സിന്റെ വേദന. ഒരു ദിവസം അവള് പറയട്ടെ അവളെ സങ്കടം. എന്തൊക്കെയാ മോളെ ഇന്ന് പഠിച്ച്, ഇന്ന് എന്തൊക്കെയാ സ്കൂളിൽ വിശേഷം ഉണ്ടായത്. അപ്പോൾ പറയാ, വാപ്പേ ഇന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ പെണ്ണുണ്ടല്ലോ അവിടെ ഒന്നും അവിടെ നിൽക്കൂ, ആ ബസ്സിലാ കയറുക, ഓനോ ആ ബസ്സിലാ കയറുക. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇനി പകുവെക്കാൻ പോല, എനിക്ക് പകുവെക്കല പണി അല്ല മോളെ, ഈ അവിടെ സൂക്ഷിക്കണം കേട്ടോ, എന്നെ എനിക്കൊരു വിശ്വാസമുണ്ട്, മക്കളതൊന്നും ശ്രദ്ധിക്കണം, അതൊന്നും ചെയ്യാൻ പാടില്ല. അല്ലാണ്ട് നമ്മൾ നേരെ തിരിച്ചു ഉൾട്ടേറ്റ് അതൊന്നും ശ്രദ്ധിക്കാൻ ചെവി കൊടുക്കാണ്ടെന്ന് ഓൾക്ക് തന്നെ തോന്നും, ഞാൻ എന്ത് പറഞ്ഞിട്ടും മൂപ്പര് കേൾക്കണില്ല. പല അവിഹിതങ്ങളിലേക്കും കാര്യങ്ങൾ എത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞാലും മൂപ്പരൊന്നും പറയൂല. എന്നാൽ ഓളയിൽ കൂടി ഓനൊരു ഹായ് ഇട്ടു, ഇങ്ങോട്ട് ഹായ് ഇട്ടു, അങ്ങോട്ട് കൂയിട്ടു, ഇങ്ങോട്ട് കൂയിട്ടു. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഇന്നെന്താ കറി? മാഷാ അല്ലാ അടിപൊളി മത്തിക്കറി. വീണ് പരിഗണനയും സ്നേഹവും കുടുംബത്ത് കിട്ടുമ്പോഴേ ബന്ധങ്ങൾ ഇങ്ങോട്ട് കഠിനമാവും, രൂഢമാവും. അത് അധികം ദൂരത്തേക്കൊന്നും പോകണം. നിങ്ങൾ വിചാരിക്കേണ്ട ദിവസം ഓളെ എവിടെ കൊണ്ടുപോകണോ, സ്വിറ്റ്സർലാൻഡ് കൊണ്ടുപോകണം, മലേഷ്യ വേണ്ട. മമ്പാട്ട റോട്ടുമ്പലേക്ക് ഇറങ്ങുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലോളം കൂട്ടിയിട്ടിറങ്ങിയിട്ട് പറയാ, നല്ല ചൂടുള്ള പഴംപൊരി കിട്ടും, വട കിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞുത്തിരുന്നിട്ട് രണ്ട് വർത്താനവും പറഞ്ഞ് രണ്ടാളും കൂടി ഒരു ഓട്ടോറിക്ഷയിലായാലും ബൈക്കുമലായാലും പൊരേ ചെന്ന ഓക്കൊരു കൊല്ലത്തിന്റെ അടുക്ക് പുറത്തിറങ്ങിയതിന്റെ ഫീലിംഗ് ഉണ്ടാവും. അത് തിരിച്ചറിവാ. അതാ കുടുംബം, അതാണ് മനോഹരാക്കുന്നത്. കയറി വരുന്ന ഭർത്താവിനോട് എന്തൊക്കെ സങ്കടങ്ങൾ പറയാനുണ്ടെങ്കിലും മക്കളോട് ആദ്യം പറയാം, ഒപ്പം കുറച്ച് കിടന്നോട്ടെ മക്കളെ, കിടക്കുന്ന അയാൾ അരികിലേക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് നിങ്ങൾ കുറച്ച് കിടന്നോളിട്ടോ, ആരും നിങ്ങൾ അലസാക്കാൻ വരൂല, മതി. അയാൾ 10 മിനിറ്റ് അരമണിക്കൂർ കിടക്കാൻ വിചാരിച്ചെടുത്ത് നിന്ന് 10 മിനിറ്റ് കിടന്നിട്ട് എഴുന്നേറ്റ് വന്ന് ഓളോട് ചോദിക്കും, അല്ല എന്തൊക്കെയാന്ന് ഭക്ഷണമുള്ളത്, മക്കളൊക്കെ ഉറങ്ങിയോ, ഓൽക്ക് എന്തോ കൊടുത്തോ, മതി. ഇതൊന്നും ആർക്കും വേണ്ട, എല്ലാവർക്കും ആരാന്റെ ജീവിതം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തി. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ആളെ കാണിക്കാൻ ജീവിക്കണ്ട. നമ്മളെ ജീവിതം നിലയും വിലയും വേണ്ടത് നാട്ടുകാരെ മനസ്സിലുമല്ല, നമ്മളെ ഹൃദയത്തിലും നമ്മളെ കുടുംബത്തിലുമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഞാനൊരു വലിയ നഷ്ടമാണെന്ന് എൻ്റെ മരണശേഷം എൻ്റെ ഭാര്യയ്ക്ക് തോന്നണം, അവളൊരു വലിയ നഷ്ടമായിരുന്നു എന്ന് അവളെ മരണശേഷം എനിക്കും തോന്നണം, ഞങ്ങളൊരു വലിയ നഷ്ടമായിരുന്നു എന്ന്, അഥവാ ഞങ്ങളൊരു വലിയ സൗഭാഗ്യമായിരുന്നു എന്ന് എൻ്റെ മക്കൾക്ക് തോന്നണം. ആ തിരിച്ചറിവാണ് കുടുംബം, ആ തിരിച്ചറിവാണ് ജീവിതം. അതേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. അത് പരസ്പരം അനുസരിച്ചും ആഘോഷിച്ചും ജീവിക്കേണ്ടതിന് പകരം സമാധാനമല്ലാണ്ട് ഓരോ രാത്രിയും കിടന്നുറങ്ങുക, ആർക്കോ വേണ്ടി എണീക്കുക, ആർക്കോ വേണ്ടി തിന്നുക, ഒരു സ്വൈര്യവും ഇല്ലാണ്ട് കിടന്നുറങ്ങുക, അങ്ങനെ പോവുക, ഇടയ്ക്കെന്തെങ്കിലും സൂക്കേട് വരിക, തട്ടിപ്പോവുക. കിട്ടുന്നതൊരു 10 ദിവസമാണെങ്കിലും മനസ്സറിഞ്ഞ് ജീവിക്കണം, മനസ്സറിഞ്ഞ് പ്രണയിക്കണം, മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. അവസാന യാത്രയിൽ ഈ ദുനിയാവിലെ പലരുടെയും മനസ്സിൽ സ്ഥാനം ഉണ്ടാക്കിയിട്ട്, അള്ളാഹുവിൻ്റെ അരികിൽ അതിനേക്കാളും വലിയ സ്ഥാനം ഉണ്ടാക്കിയിട്ട്, പ്രാർത്ഥിക്കുന്ന ചുണ്ടുകൾക്ക് നല്ലൊരു അതിഥിയായി നമുക്ക് ഈ ദുനിയാവിന്ന് തിരിച്ചു പോകാൻ പറ്റിയ ജീവിച്ചു എന്ന് പറയാം. എവിടെ? അള്ളാന്റെ മുൻപിൽ, ആഖിറത്തിൽ. അതല്ല ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണെങ്കിൽ അങ്ങനെ പോവും. നമ്മൾ കാലത്തിനെ കുറ്റം പറയും, കാലം അങ്ങനത്തെ പോയി എന്ന് പറയും, അവസാനം നമ്മളും ഇല്ലാണ്ടാകും. അങ്ങനെ ആവാതിരിക്കട്ടെ. മാറട്ടെ മനസ്സുകൾ, തെളിയട്ടെ ഹൃദയങ്ങൾ, പരസ്പരം സ്നേഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ഈ ഒരുമിച്ച് കൂടെ ഇതേ രീതിയിൽ നിന്റെ സ്വർഗത്തിൽ ഇതിനേക്കാൾ ഭംഗിയായി നീ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുമിപ്പിച്ചു കൂട്ടണമേ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകാറുണ്ട് റബ്ബേ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടം നൽകി അനുഗ്രഹിക്കണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് നാഥ. ആരുടെ സ്വഭാവത്തിനാണ് റബ്ബെ മാറ്റമുണ്ടാകേണ്ടത്, ആ മാറ്റം കൊടുത്ത് എല്ലാ കുടുംബത്തിൽ നീ സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണമേ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്
اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انصر لغزة റബ്ബേ, ഗസയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആത്യന്തികമായ സമാധാനവും സന്തോഷവും നീ നൽകി ഓരോരുത്തരോടും കാരുണ്യം കാണിക്കണമേ. അവസാനമായി ഇൻഷാ അല്ലാഹ് ഈ പരിപാടിക്ക് ഇവിടെ ഒരു കലക്ഷൻ നടക്കുന്നുണ്ട് എന്ന് കേട്ടു. ഹൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാ. പഠിക്കൽ ഏതായാലും നടന്നു. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ക്ലാസ് എടുക്കാൻ പോകലല്ല, അത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് സഹായം ചെയ്യല. എല്ലാവർക്കും പ്രാസംഗികനാവാൻ പറ്റൂല, എല്ലാവർക്കും വഴുതറിയാൻ പറ്റൂല. അവിടെ പഠിപ്പിക്കൽ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരുക്കുക, ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ ഇതിന് സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. എൻ്റെ വാക്കുകൾ എവിടെയെങ്കിലും അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും.